ഹായ് മക്കളെ ലത്തീഫ് സാറാണ്. എടാ നമ്മൾ നോക്കുന്നത് ഇന്നത്തെ ചാപ്റ്റർ റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാടാ. ഇപ്രാവശ്യം വന്ന മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ അല്ലെ, ഇപ്പൊ വന്ന ഫെബ്രുവരി വന്നപ്പോൾ നമ്മുടെ എക്സാം കഴിഞ്ഞില്ലേ, ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. സോ ഈ ക്വസ്റ്റ്യനിനെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഇനി വരുന്ന ക്വസ്റ്റ്യൻസ് ഏതാണ്ട് നമുക്ക് 100% പ്രിഡിക്റ്റ് ചെയ്യാം. കാരണം 4 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറുള്ള ഒരു സെറ്റാണിത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇനി എങ്ങനെ ക്വസ്റ്റ്യൻ വരിക എന്നുള്ളതൊക്കെ നമുക്ക് ഏകദേശം നമുക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഐഡിയയുടെ അടിസ്ഥാനത്തിലുള്ള പുതിയ ക്ലാസ്സാണ് നമ്മൾ റിലേഷൻ ഫംഗ്ഷൻ നമ്മൾ അടിപൊളി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുമെങ്കിൽ ചാനൽ എന്ത് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ സാർക്ക് എന്ത് ചെയ്യുക, നിങ്ങളൊരു ലൈക്ക് തരിക, നിങ്ങളുടെ അഭിപ്രായം എന്ത് ചെയ്യുക, കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക കേട്ടോ. അതേപോലെ തന്നെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ നിങ്ങൾക്ക് നോട്ട്സ് കാര്യങ്ങളൊക്കെ എക്സാമിനെ കുറിച്ചും കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടാൻ വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ള ആളുകൾ എന്ത് ചെയ്യുക, അത് ജോയിൻ ചെയ്യുക. കമന്റ് സെക്ഷനിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് സാർ. ഓക്കെ, സോ നമ്മൾ ആദ്യം നോക്കുന്നത് ബിഫോർ അതിന്റെ മുന്നേ തന്നെ നമുക്കൊരു ചെറിയൊരു കോഴ്സ് ഉണ്ട്, മാത്സിന്റെ ഒരു കോഴ്സിനെ പറ്റി സാർ ജസ്റ്റ് ഒന്ന് പറയാം ഇൻട്രൊഡക്ഷൻ. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് കിടക്കാം. ഓക്കെ, സോ +1 മാത്സിന് വേണ്ടിയിട്ട് ആരെങ്കിലും 60ൽ 60 മാർക്ക് വാങ്ങിക്കണം, അല്ലെങ്കിൽ എനിക്കൊരു 55+ ഒക്കെ വാങ്ങിക്കണം എന്ന് താല്പര്യമുണ്ട്. അവസാന സമയത്ത് ഒരുപാട് തിയറി പഠിച്ചിട്ട് നമുക്കറിയാം സമയമില്ല എന്നുള്ളത് നിങ്ങൾക്കറിയാം. അപ്പോൾ തിയറി ഒന്നും അധികം കൂടുതൽ പഠിക്കാതെ തന്നെ പെട്ടെന്ന് തന്നെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ഫാസ്റ്റ് ആയിട്ട് വർക്കൗട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഈ വരുന്ന എക്സാമിന് ഫുൾ മാർക്ക് വാങ്ങിക്കാം എന്നുള്ള സ്പെഷ്യൽ പ്രീമിയം മാത്സിന്റെ ക്ലാസ് ആണിത്. താല്പര്യമുള്ള മക്കൾ എന്ത് ചെയ്യടാ, ജോയിൻ ചെയ്യാം. സാറിന്റെ നമ്പർ ഇതാണ്, വാട്സപ്പ് ഓൺലി. നിങ്ങൾ വാട്സപ്പ് മാത്രം ചെയ്താൽ മതി. +1 മാത്സ് ക്രാഷ് എന്ന് പറഞ്ഞിട്ട് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. സാർ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ അതിൽ പറഞ്ഞുതരാം കേട്ടോ. ഇതാണ് സാറിന്റെ നമ്പർ. 2 നമ്പർ ഉണ്ട്. ഏത് നമ്പറിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വാട്സപ്പ് ചെയ്യാം കേട്ടോ. ഈ 2 നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം. ഫീസ് വരുന്നത് ആകെ 799 ആകെ ഫീസ് വരുന്നുള്ളൂ. അപ്പോൾ താല്പര്യമുള്ള മക്കൾ എന്ത് ചെയ്യാം, ഈ നമ്പറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വാട്സപ്പ് ചെയ്യാം. സോ നമുക്ക് നമ്മൾ ക്ലാസ്സിലോട്ട് കിടക്കാം. ഈ ചാപ്റ്റർ നമുക്ക് അടിപൊളിയിൽ നമുക്ക് എങ്ങനെ പഠിക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. ബിഫോർ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന്റെ മുന്നേ തന്നെ നമുക്ക് ഇതിലോട്ട് വരാം, ഈ ക്വസ്റ്റ്യനിലോട്ട് വരാം. ഇതാണ് നമ്മുടെ മോഡലിൽ വന്ന ക്വസ്റ്റ്യൻസ്, നമ്മൾ ലാസ്റ്റ് ചെയ്യും. സോ ബിഫോർ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് സാർ ഇവിടെ പഠിക്കാനുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. ശ്രദ്ധിച്ചോ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വരിക. ഇഫ് ഒരു 2 ഓർഡേർഡ് പെയർ ഇങ്ങനെ തരും. ഇത് എല്ലാ വർഷം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. 2 ഓർഡേർഡ് പെയർ ഇങ്ങനെ തരും. നമുക്കറിയാം ഒരു ഓർഡേർഡ് പെയറിൽ ജനറലി പറഞ്ഞാൽ x, y. രണ്ടാമത്തെ കേസ് ആണെങ്കിൽ നമുക്കറിയാം എന്താടാ, x, y ആണ് നമുക്കറിയാം. അപ്പൊ 2 ഓർഡേർഡ് പെയറുകൾ ഈക്വൽ ആയി കഴിഞ്ഞാൽ, 2 ഓർഡേർഡ് പെയർ ഈക്വൽ ആയി കഴിഞ്ഞാൽ അവരുടെ കറസ്പോണ്ടിങ് എലിമെന്റുകളും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഈക്വൽ ആയാൽ മാത്രം ട്ടാ നമുക്ക് ഈ തരുന്ന പ്രോബ്ലത്തിൽ കംപ്ലീറ്റ് ഓൾറെഡി എന്താണ് കണ്ടോ, അവിടെയൊക്കെ ഈക്വൽ ആണ് നമുക്ക് കിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ ഈക്വൽ വന്നു കഴിഞ്ഞാൽ അവരുടെ എക്സും തമ്മിൽ ഈക്വൽ ആയിരിക്കും, വൈയും എന്തായിരിക്കും അവിടെ ഈക്വൽ ആയിരിക്കും. ഇതാണ് കോൺസെപ്റ്റ്. അത് സിമ്പിൾ കോൺസെപ്റ്റ് ആണത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കിത് എങ്ങനെ ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. വളരെ ഈസി ആയിട്ട് ചെയ്യാം. എല്ലാവരും നോട്ടൊക്കെ എടുത്തിട്ട് വേണം ഇരിക്കാൻ കേട്ടോ. ക്ലാസ് കാണാൻ വേണ്ടി ഇരിക്കുമ്പോൾ നിങ്ങൾ നോട്ടൊക്കെ എടുത്തിട്ട് വേണം ഇരിക്കാനും ചാപ്റ്റർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇതിൻ്റെ നോട്ട്സ് കാര്യങ്ങളൊക്കെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലുണ്ട്, നിങ്ങൾക്ക് അയച്ചു തരും കേട്ടോ. സോ ഫസ്റ്റ് പറയുന്നത് x+1, y-2 = 3, 1 എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇവരുടെ കറസ്പോണ്ടിങ് എലമെന്റ് ആയി കഴിഞ്ഞാൽ x+1ഉം 3യും എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് സിംപ്ലി നമുക്ക് എഴുതാം x+1 = എന്തെന്ന് പറയാം, 3 എന്ന് പറയാം. അതേപോലെ തന്നെ രണ്ടാമത്തെ കേസ് ആരാണ്, y-2 എന്താണ് നമുക്ക് പറയാം, 1 ആണെന്ന് പറയാം. ഇപ്പൊ നമ്മൾ എങ്ങനെ എഴുതിയത്, ഒന്ന് x+1 = 3 എന്ന് പറയാം. കാരണം എന്താ റീസൺ, ഇവരുടെ ആദ്യമുള്ള x കോർഡിനേറ്റും ഇവിടുത്തെ x കോർഡിനേറ്റും ഈക്വൽ ആയിരിക്കും. അതേപോലെ y-2 രണ്ടാമത്തെ എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. എന്നിട്ട് നമ്മൾ എന്താ x എന്താ y എന്താണെന്നാണ് നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ് നമ്മൾ ചെയ്യുന്നത്. എക്സിനെ ഇവിടെ നിർത്തുക, സാധാരണ ചെയ്യുന്ന പോലെ തന്നെ എക്സിനെ ഇവിടെ നിർത്തുക. റൈറ്റ് ഹാൻഡ് സൈഡിൽ 3 ആണ് ഓൾറെഡി ഉള്ളത്. ഈ +1 അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്താ ഇവിടെ -1 ആവും. സോ x എത്ര കിട്ടൂടാ മക്കളെ, 2 ആണ് നമുക്ക് എന്ത് കിട്ടുക, ആൻസർ കിട്ടുക കേട്ടോ. എക്സ് എന്ത് കിട്ടൂടാ, എക്സിന്റെ ആൻസർ നമുക്ക് എന്ത് കിട്ടൂടാ, 2 കിട്ടും. ഇതേപോലെ തന്നെ വൈയുടെ ആൻസർ കൂടെ എങ്ങനെ കിട്ടും, y ഇവിടെ നിർത്തി കഴിഞ്ഞാൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഓൾറെഡി 1 ആണുള്ളത് അല്ലേ. -2 അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്താ +2 ആണ് കിട്ടുക. y എത്ര കിട്ടും മക്കളെ, 3 ആണ് കിട്ടുക. വളരെ സിമ്പിൾ ആണ്. ഓക്കെ, ഈസി അല്ലേ. ഇതേപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ് അടുത്തത്. നോക്കേ, if x+3 / 2, y-1 / 3 = 4, 2. ഇത് പ്രീവിയസ്ലി റിപ്പീറ്റഡ് ആണ്. ഇതും കൂടെ എക്സസൈസിലുള്ള ക്വസ്റ്റ്യനേ ഉള്ളൂ. അപ്പോൾ ഈ രണ്ടാലൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ വരികയാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. സോ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാം, ഇവിടെ കറസ്പോണ്ടിങ് എലമെന്റ് ഈക്വൽ ആക്കുകയാണെങ്കിൽ പറടാ, x+3 / 2 = എന്താ മക്കളെ, 4 ആണ്. അതേപോലെ തന്നെ രണ്ടാമത്തെ കേസ് എന്താടാ, y-1 3 = എത്രടാ, 2 ആണ്. സോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് ഡിവിഷൻ നമ്പറാണ്. ഈ ഡിവിഷൻ നമ്പർ ഇങ്ങോട്ട് പോയാൽ എന്താ അവിടെ ഇൻറ്റോ, എങ്ങനെ ഇത് ഡിവിഷനിലുള്ള 2 ആണ്, ഇത് ഇങ്ങോട്ട് വന്നാൽ എന്താ അവിടെ ഇൻറ്റോ. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യാം, x+3 എന്ത് വരും, 4 × 2 ആവും. അപ്പോൾ x+3 എന്ന് പറഞ്ഞാൽ എന്താവും മക്കളെ, 8 ആവും. നമുക്ക് വേണ്ടത് x ആണ് വേരിയബിൾ അല്ലേ. ഇടത് ഭാഗത്ത് എക്സിനെ നിർത്തുക,
+3 അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്ത് കിട്ടൂടാ? -3 കിട്ടും. അപ്പോൾ എക്സിൻ്റെ ആൻസർ എന്ത് കിട്ടൂടാ? 5 കിട്ടും അല്ലേ? 5 3 8. അപ്പോൾ എക്സിൻ്റെ ആൻസർ എന്ത് കിട്ടും? 5 കിട്ടും. ഇതേപോലെ തന്നെ വൈയുടെ കേസ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കേ. ഈ ഡിവിഷൻ 3 ഇങ്ങോട്ട് പോലെ എന്താവും? ഇൻറ്റു ആവും. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ y - 1 ഈക്വൽ എന്ത് കിട്ടൂടാ? 3 × 2 അല്ലെങ്കിൽ y - 1 ഈക്വൽ ടു 6. y ഈക്വൽ ടു -1 അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്തോടാ? +1 ആവും. അപ്പോൾ വൈയുടെ ആൻസർ എന്ത് കിട്ടൂടാ? 7 കിട്ടും. വൈയുടെ ആൻസർ എന്ത് കിട്ടും മക്കളെ? വൈയുടെ ആൻസർ എന്ത് കിട്ടൂടാ മക്കളെ? 7 കിട്ടും. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേടാ? വളരെ ഈസി അല്ലേ ഇത് ആൻസർ ചെയ്യാൻ? ഓക്കെ, ഇത് ഇനി ഇവിടെ വെരിഫിക്കേഷൻ ഒക്കെ വേണമെങ്കിൽ ചെയ്യട്ടോ. ഈ എക്സിൻ്റെ ആൻസർ ഇവിടെ കൊടുക്കുക 5. 5 3 8. 8/2 എന്ന് പറഞ്ഞാൽ 4. അതുപോലെ വൈയുടെ ആൻസർ 7. ഇവിടെ നിർബന്ധമൊന്നുമില്ല. 7 - 1 എന്ന് പറഞ്ഞാൽ 6. 6/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാടാ? 2. വേണമെങ്കിൽ വെരിഫൈ ഒക്കെ ചെയ്യാം, പക്ഷേ ഇതൊന്നും നീഡില്ല. ഓക്കെ എടാ, അത് കഴിഞ്ഞാൽ പിന്നെ എക്സാമിന് ചോദിക്കുന്ന ടോപ്പിക് ഇതാണ്. എക്സാമിൻ്റെ സ്ഥിരം ടോപ്പിക്കാണ്. ഇനി വരാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ മിക്കവാറും തന്നെ ആയിരിക്കാനാണ് ചാൻസ് കൂടുതൽ. കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഓഫ് 2 സെറ്റ്. രണ്ടെണ്ണത്തിൻ്റെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് കാണാൻ വേണ്ടിയിട്ട്. സാറേ എന്താണ് ഈ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്? വളരെ സിമ്പിളാണ്. ഞാൻ സിംപ്ലി ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഉണ്ട്, ബിഫോർ ചെറിയൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സിമ്പിൾ നമ്പർ 1 2 എടുത്തു. ഓക്കെ, ബി എന്ന് പറഞ്ഞ സെറ്റ് 3,4. ഇത് എഴുതിക്കോട്ടെ, ഈ എക്സാമ്പിൾ എഴുതിക്കോ. എടാ എ 1,2 ഞാൻ എടുത്ത്, ബി എന്ന് പറഞ്ഞാൽ 3,4 ഞാൻ എടുത്ത്. അതിനുശേഷം ഞാൻ ഇതിനെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റിൻ്റെ സിമ്പിൾ ക്രോസ് എന്നാണ്. പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലൈ എന്നാണല്ലോ. അപ്പോൾ ഇതാണ് അതിൻ്റെ സിമ്പിൾ. കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ക്രോസ്. പ്രോഡക്റ്റ് അല്ലേ, അപ്പോൾ ഇൻറ്റു എന്ന് ഓർത്തിരിക്കും. ഇൻറ്റു 2 സെറ്റുകളുടെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്. എടാ ഈ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ കമ്പാരിസൺ എന്നാണ്. അത്രയേ ഉള്ളൂ. 2 സെറ്റിലുള്ള എലമെന്റുകൾ എന്ത് ചെയ്യുക? നമ്മൾ ചുമ്മാ കമ്പയർ ചെയ്യുന്ന പ്രോസസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്. നമുക്ക് നോക്കാം. ഫസ്റ്റ് ഈ എ ക്രോസ് ബി കാണുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. എ ക്രോസ് ബി. അപ്പോൾ എ എന്താ? എ നമുക്കറിയാം 1 2 സെറ്റ്. ക്രോസ് ബി എന്താണ്? എടാ ഈ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്നൊക്കെ പറഞ്ഞാലേ കമ്പയർ ചെയ്ത് എഴുതുന്നതിനെ വിളിക്കുന്ന പേരാണെന്ത്? കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്. ഓക്കെ, 2 സെറ്റിലുള്ള എലമെന്റുകൾ എന്ത് ചെയ്യുക? കമ്പയർ ചെയ്ത് എഴുതാം. നോക്കെ, ഇവിടുത്തെ 1 ആയിട്ട് ഈ 3നെ കമ്പയർ ചെയ്യുക. 2 സെറ്റിലെ എലമെന്റുകൾ ഇതിലുള്ള നമ്പർ 1 ആയിട്ട് 3 ആയിട്ട് കമ്പയർ ചെയ്യുക. പിന്നെ ഈ 1 കൊണ്ട് പിന്നെ ആരെ കമ്പയർ ചെയ്യുക? 3. അതായത് 1 ആയിട്ട് ആദ്യം 3നെ കമ്പയർ ചെയ്യുക, 1 ആയിട്ട് 4നെ കമ്പയർ ചെയ്യുക, പിന്നെ 2 ആയിട്ട് 3നെ കമ്പയർ ചെയ്യുക, 2 ആയിട്ട് 4നെ കമ്പയർ ചെയ്യുക. അത്രേ ഉള്ളൂ. അപ്പോൾ ഈ കമ്പാരിസനെ വിളിക്കുന്ന പേരാണ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്. അത്രേ ഉള്ളൂ. അപ്പോൾ എക്സാമിന് വന്നാൽ സുഖമായിട്ട് എഴുതാവുന്ന കാര്യമുള്ളൂ. ഫസ്റ്റ് എന്താണ് പറ? ഫസ്റ്റ് എന്താണ്? ആദ്യം ചെയ്യുക 1 ആയിട്ട് 3 കമ്പയർ ചെയ്യുക, പിന്നെ 1 ആയിട്ട് 4 കമ്പയർ ചെയ്യുക, അത് കഴിഞ്ഞാൽ 2 ആയിട്ട് 3നെ കമ്പയർ ചെയ്യുക, അതായത് 2 ആയിട്ട് ആരെ കമ്പയർ ചെയ്യുക? 4നെ കമ്പയർ ചെയ്യാം. അപ്പോൾ ആക്ച്വലി കമ്പാരിസൺ ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെ വരും പറഞ്ഞേ? 1 3. അതേപോലെ കോമയാണ് ഇടേണ്ടത് കേട്ടോ. 1,4 ഓപ്പൺ ബ്രാക്കറ്റ് ആണ്. അത് കഴിഞ്ഞാൽ 2 3. അത് കഴിഞ്ഞാൽ എന്താടാ? 2 4. ഒന്ന് സെറ്റിൽ ഇങ്ങനെ എഴുതുന്നതല്ല. ദാറ്റ് ഇസ് എ ഫൈനൽ ആൻസർ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ എക്സാമിന് വന്നാൽ വളരെ സിമ്പിളായി നിങ്ങൾക്ക് ആൻസർ ചെയ്യുന്ന കാര്യമുള്ളൂ. ജസ്റ്റ് കമ്പയർ ചെയ്യാം. മനസ്സിലായ? ഇതിലുള്ള എലമെൻ്റ് ആയിട്ടാണ് 1 3 1 4 2 3 2 4. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. ഓക്കെ, സോ ഇതാ പ്രീവിയസ് ഇയർ വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഇഫ് എ ഈക്വൽ ടു -1,1 ഫൈൻഡ് എ ക്രോസ് എ. ഫൈൻഡ് എ ക്രോസ് എ നമ്മളെങ്ങനെ കാണൂടാ? ഫസ്റ്റ് എ ക്രോസ് എന്ന് എഴുതാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കാണേണ്ട എ ക്രോസ് എന്ന് എഴുതാം. എന്നിട്ട് എ എന്താ? -1 1. ഇവിടെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ നേരത്തെ ചെയ്തതിൽ എയും ബിയും ഉണ്ടായിരുന്നു. എന്നാൽ ഇവിടെ എ മാത്രമേ ഉള്ളൂ. ആ എ വെച്ചിട്ട് 2 വട്ടം എനെ ക്രോസ് ചെയ്യുക. അപ്പോൾ വീണ്ടും എന്തെന്നെ എഴുതണ്ടേ? എ ക്രോസ് എ തന്നെ ആയതുകൊണ്ട് വീണ്ടും എനെ തന്നെ എഴുതാം. എ ഓൾറെഡി എന്താ? -1,1 ആണ് ഓൾറെഡി. എന്നിട്ട് നേരത്തെ ചെയ്ത് അതേപോലെ ചെയ്യാം. എന്ത് ചെയ്യുക? -1 1 അല്ലേ? അതേപോലെ 1 -1 1 1. അപ്പോൾ ഒന്ന് ചെയ്തേ, ആൻസർ ചെയ്തേ. എങ്ങനെ വരും? അപ്പോൾ ആൻസർ എന്തോടാ? -1 -1 ഓപ്പൺ ബ്രാക്കറ്റ്, -1 1 ഓപ്പൺ ബ്രാക്കറ്റ്, 1 -1 1 1. ഇടയിലൊക്കെ ഓരോ കോമട്ട് കൊടുക്കട്ടോ. സെറ്റ് ബ്രാക്കറ്റ്. ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആൻസർ ചെയ്യാം. വളരെ ഈസിയാണ്. ജസ്റ്റ് എന്താണ്? ജസ്റ്റ് കമ്പാരിസൺ ആണ്. ജസ്റ്റ് കമ്പയർ ചെയ്യുക. ഈ ആദ്യത്തെ സെറ്റിലെ എലമെന്റുമായിട്ട് രണ്ടാമത്തെ സെറ്റിലെ എലമെന്റുകൾ എന്ത് ചെയ്യുക? ജസ്റ്റ് കമ്പയർ ചെയ്യുക. ആ കമ്പയർ ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്താ? ആക്ച്വലി കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് വിളിക്കുന്നത് കേട്ടോ. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഇതാണ്. ഞാനെന്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചോ. ഇതാണ് എക്സാമിന് നിങ്ങളോട് കൂടുതൽ എന്ത് ചെയ്യുക? ചോദിക്കാൻ ചാൻസ് കൂടുതൽ കേട്ടോ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇഫ് എ ഈക്വൽ ടു -1 1 ഫൈൻഡ് എ ക്രോസ് എ ക്രോസ് എ. ഇത് ചിലപ്പോൾ പി ഇങ്ങനെ ചോദിക്കൂട്ടാ. P1,2 P ക്രോസ് ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ആദ്യം ഇത് ചെയ്യാം. ഓക്കെ,
സോ -1, -1 ഫൈൻഡ് എ ക്രോസ് എ ക്രോസ് എ. അപ്പോൾ 3 വട്ടാണ് ഇവിടെ എനെ ക്രോസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എ ക്രോസ് എ കാണാം. നമ്മൾ നേരത്തെ കണ്ട പോലെ എ ക്രോസ് എനെ നിങ്ങൾ എന്ത് ചെയ്യുക ഇവിടെ കാണാം. എന്നിട്ട് പിന്നെ ആ കിട്ടുന്ന എലമെന്റ് റിസൾട്ടുമായിട്ടാണ് വീണ്ടും എ തന്നെ ക്രോസ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം എ ക്രോസ് എ കാണും. ആദ്യം എന്ത് ചെയ്യുക, എ ക്രോസ് എ കാണും. ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് കാണേണ്ടത് എ ക്രോസ് എ ആണ് കേട്ടോ. പക്ഷേ അതിൽ ആദ്യത്തെ എ ക്രോസ് എനെ നമുക്ക് ആദ്യം കാണാം. അപ്പോൾ നമ്മൾ അത് നേരത്തെ ചെയ്ത് അതേപോലെ തന്നെ -1 ക്രോസ് -1 നേരത്തെ പോലെ തന്നെ പറഞ്ഞേ -1 -1 -1 1 1 -1 1 1 നമ്മൾ നേരത്തെ ചെയ്ത അതേ ആൻസറാണ്. അതായിട്ട് വീണ്ടും എന്ത് ക്രോസ് ചെയ്യുക, വീണ്ടും എ ആയിട്ട് ക്രോസ് ചെയ്യുക. അതാണല്ലോ എ ക്രോസ് എ. അതാണ് ഈ സാർ ഇവിടെ എഴുതാം. ഇപ്പോൾ കിട്ടിയ ആൻസർ ആയില്ല, വേണ്ട അതവിടെ കിടക്കട്ടെ, ഇനി കുളവും. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ ചെയ്യാം. നമുക്കിനി ഇവിടെ അടുത്ത സ്റ്റെപ്പിൽ ചെയ്താൽ ഇനി കുളവും. എ ക്രോസ് ദാറ്റ് ഇസ് എ ഫൈനൽ സ്റ്റെപ്പ് അല്ലേ. ഇപ്പം കിട്ടിയ എ ക്രോസ് എന്താണ്? -1 -1 -1 1 -1 1 1. എടാ ഇത് വെച്ചിട്ട് വീണ്ടും എനെ ക്രോസ് ചെയ്യാം. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1 1 വീണ്ടും എ ആയിട്ട് ക്രോസ് ചെയ്യാം. അപ്പോൾ നമ്മൾ എന്താ ചെയ്ത് പറ, എ ക്രോസയുടെ ആൻസർ നമ്മളിവിടെ കിട്ടി. ഓക്കെ, എ ക്രോസ് അതാ ആൻസർ ഇതാ. എന്നിട്ട് നമ്മൾ വീണ്ടും കാണേണ്ടത് എ ക്രോസ് എ ആണ്. നമുക്ക് കാണേണ്ടത് എന്താണ്? എ ക്രോസ് എ ആണ്. അപ്പോൾ ഇതിൽ എ ക്രോസിയുടെ ആൻസർ സാർ എന്ത് ചെയ്തു? കൃത്യമായിട്ട് ഇവിടെ കൊടുത്തു. ഇനി നമുക്ക് കാണേണ്ടത് എഗെയിൻ എന്താണ്? ക്രോസ് ചെയ്യണം. ആ ക്രോസ് ചെയ്യാൻ വീണ്ടും എ എന്ന് പറഞ്ഞാൽ -1, 1 ആണല്ലോ, അതുപോലെ എഴുതി. ഇനി ഇവിടെ നമ്മൾ 3D ആണ് നമുക്ക് കിട്ടുക. ഇനി ഇവിടെ പെയർ വൈസ് ആണ് നമ്മൾ ക്രോസ് ചെയ്യുന്നത്. എന്താ ഓക്കെ, ഇതേ ഒന്നാമത്തെ പെയർ ആക്ച്വലി 3D ആയിട്ടാണ് വരിക. വേണ്ട, ഇങ്ങനെ പോകും. മൂന്നാമത് അപ്പം ഇങ്ങനെ പോകും. അങ്ങനെ കൊളാക്കണ്ട, ഇങ്ങനെ പോകും. ആക്ച്വലി പെയർ വൈസ് ആണ് ഇവിടെ ക്രോസ് വരിക. അപ്പോൾ ആൻസർ എങ്ങനെ വരും? ഫസ്റ്റ് -1 -1 ഇതാണല്ലോ ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഇപ്പോൾ ഇതിലുള്ള ആൻസർ അതുപോലെ എഴുതി. എന്നിട്ട് ഇതിലെ ഫസ്റ്റ് എലമെൻ്റ് ആരാ? -1 ആണ്. ആ -1 അവിടെ കോമട്ട് എഴുതാം. അപ്പോൾ ഒരു 3D ആണ് കിട്ടുക. അപ്പോൾ 3 എണ്ണം വരുമ്പോൾ ഓൾറെഡി കിട്ടുന്ന റിസൾട്ട് 3D ആണെന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ എന്താണ് ഇനി വരിക? -1 -1 അല്ലേ. ഇതേ -1 എഴുതി. ഇതന്നെ ഇവിടെ ആദ്യം എഴുതി, പിന്നെ ആദ്യത്തവൻ എഴുതി. ഓക്കെ, പിന്നെ ഇതേപോലെ ഇവൻ എഴുതി, പിന്നെ രണ്ടാമത്തവൻ എഴുതാം. അപ്പോൾ രണ്ടാമത്തവൻ ആരാടാ? 1 ആണ്. ഇതേപോലെ റിപ്പീറ്റ് ചെയ്യാം. -1 1 -1 അതുപോലെ -1 1 1 അതേപോലെ 1 -1 -1 1 -1 1 1 1 1 -1 1 1 മൊത്തം 8 ഉണ്ടാവും കേട്ടോ. മൊത്തം 8 ഉണ്ടാവും റിസൾട്ട്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ആക്ച്വലി ഇത് പെയർ വൈസ് ആയിട്ട് നിങ്ങൾ ചെയ്താൽ മതി. വളരെ ഈസിയാണ്, പ്രത്യേകിച്ചൊന്നുമില്ല. ആദ്യത്തത് ഇതേ പെയർ കൊണ്ട് രണ്ടാമന്, പിന്നെ രണ്ടാമത്തെ പെയർ എടുത്താൽ വീണ്ടും ഒന്നാമൻ, വീണ്ടും രണ്ടാമത്തെ പെയർ എടുത്താൽ രണ്ടാമൻ, പിന്നെ മൂന്നാമത്തെ പെയർ എടുത്താൽ ഒന്നാമൻ, മൂന്നാമത്തെ പെയർ എടുത്താൽ രണ്ടാമൻ, നാലാമത്തെ പെയർ എടുത്താൽ ഒന്നാമൻ, നാലാമത്തെ പെയർ എടുത്താൽ രണ്ടാമൻ. അങ്ങനെ എഴുതി വെച്ച ആൻസറായി. ഇതാണ് ഏറ്റവും കൂടുതൽ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റിന്. ഇത് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യും. സാർ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. നിങ്ങൾക്ക് ചെയ്യുക അതേപോലെ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ ചെയ്തു കേട്ടോ. ഇതേപോലെ P ക്രോസ് P കാണുക. ആദ്യം P ക്രോസ് P കാണുക. 1 2 നിങ്ങൾ ചെയ്യില്ലേ? 1 2 ഹോംവർക്ക് നിങ്ങൾ ചെയ്യും. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത ടോപ്പിക്കാണ്. ഇപ്പോൾ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് കഴിഞ്ഞു. ഓക്കെ, കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എക്സാമിന് ഷുവർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ പഠിച്ചോണം. എടാ നെക്സ്റ്റ് ആണ്, if set A has 3 elements, set B has number of elements of A cross B. അപ്പോൾ സാറേ നമ്പർ ഓഫ് എലമെന്റ് ഓഫ് A cross B നമ്മൾ ഇപ്പം നിങ്ങൾ നോക്കി നോക്കേ. ഇവിടെ നിങ്ങൾ നോക്കി നോക്കേ. ഇവിടെ എയിൽ എത്ര ഉണ്ട്? 2 എണ്ണം ഉണ്ട്. എഗെയിൻ എയിൽ എത്ര ഉണ്ട്? 2 എണ്ണം ഉണ്ട്. എ എത്ര ഉണ്ട്? മൊത്തത്തിൽ എന്താ കിട്ടുക? 8 എണ്ണം. എങ്ങനെ എയിൽ എത്ര എലമെന്റ് ഉണ്ട്? 2 എലമെന്റ്. ആകെ എയിൽ -1 1 അല്ലേ ഉള്ളത്. എഗെയിൻ എയിൽ എത്ര എലമെന്റ്? 2 എലമെന്റ് ഉണ്ട്. എഗെയിൻ ആക്ച്വലി A ക്രോസ് അപ്പോൾ മൊത്തം എത്ര? 2 × 2 × 8 അല്ലേ കിട്ടുന്നത്? ഈ 8 ആണല്ലോ നമുക്ക് എവിടെ ഉത്തരമായിട്ട് കിട്ടുന്നത്? നോക്കി കൗണ്ട് ചെയ്തൊക്കെ 8 പേഴ്സാണ് നിങ്ങൾക്ക് കൂടെ കിട്ടുക.
8 പേഴ്സാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക അവിടെ കിട്ടുക. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇപ്പോൾ നമ്മൾ ആദ്യം ചെയ്ത ക്വസ്റ്റ്യനിലോട്ട് വരാം. ഇവിടെ എത്ര പേരുള്ളത്? എ ക്രോസ് എ, എയിൽ എത്ര പേരാ? 2 പേര് ഇൻറ്റു എയിൽ എത്ര പേരാ? നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എ, അങ്ങനെ പറയാം. നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എ, എയിൽ എത്ര എലമെൻ്റ് ഉണ്ട്? 2. എയിൽ എത്ര? 2. അപ്പോൾ 2 ഇൻറ്റു 2 എത്ര? 4. നോക്ക് 4. ഇതേപോലെ നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുകയാണ്. സെറ്റ് എ ഹാസ് 3 എലമെൻറ്റ്. സെറ്റിൽ 3 എലമെൻറ്റ് ഉണ്ടെന്ന് വിചാരിച്ചോ, 3. അപ്പോൾ നമ്പർ ഓഫ് എ ചുമ്മാ എഴുതി വെക്കാം. നമ്പർ ഓഫ് എ എന്ന് പറഞ്ഞാൽ 3, നമ്പർ ഓഫ് എ എന്ന് പറഞ്ഞാൽ 3, നമ്പർ ഓഫ് എലമെൻറ്റ് എ എന്ന് പറഞ്ഞാൽ 3, നമ്പർ ഓഫ് ബി എത്രയാണ്? അത് നമുക്ക് കൗണ്ട് ചെയ്തിട്ട് എഴുതാവുന്ന കാര്യമുള്ളൂ. 3 എണ്ണം. അത് 1, 2, 3. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എ ക്രോസ് ബി എന്തായിരിക്കും? അപ്പോൾ നമുക്കറിയാം ഇവരുടെ ഗുണനഫലമാണല്ലോ എപ്പോഴും വരുന്നത്. നമ്മൾ കണ്ടതാണ്. ഇതിനൊക്കെ ഗുണനം ചെയ്താൽ കിട്ടുന്നത് അതിൻ്റെ ഉത്തരം. എൻ ഓഫ് എ ക്രോസ് ബിക്ക് നമുക്കൊരു ഫോർമുല ഉണ്ടടാ. എൻ ഓഫ് എ ക്രോസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ എഴുതണം എന്ന് നിർബന്ധമല്ല, എഴുതുകയാണെങ്കിൽ നല്ലതാണെന്ന് മാത്രം കേട്ടോ. 3 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 9 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതാം. അതല്ല നിങ്ങൾക്ക് എക്സാമിന് നിങ്ങൾക്ക് ഇതൊന്നും ഓർമ്മ വന്നില്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി. എക്സാമിന് നിങ്ങൾക്ക് നല്ല ഐഡിയ ഒന്നും കിട്ടിയില്ലെങ്കിൽ എയിൽ എത്ര എലമെൻ്റ് ഉണ്ട്? 3 എണ്ണം. 3. ബിയിൽ എത്ര എലമെൻ്റ് ഉണ്ട്? 3 എണ്ണം. ഇവരുടെ ഗുണനഫലമായിരിക്കും എപ്പോഴും. ഇവരുടെ ഗുണനഫലമായിരിക്കും എപ്പോഴും എന്ത് വരിക? ഇതിൻ്റെ റിസൾട്ട് വരിക. അല്ല പരമാവധി നിങ്ങൾക്ക് എൻ ഓഫ് എ എന്നൊക്കെ പറഞ്ഞ് എഴുതാൻ പറ്റും, സ്റ്റാൻഡേർഡ് ആയിട്ട് എഴുതാൻ പറ്റുമെങ്കിൽ അങ്ങനെ എഴുതുന്നതാണ് എൻ്റെ സ്റ്റാൻഡേർഡ് കേട്ടോ. എടാ അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞു. എടാ ഇനി എക്സാമിന് വരുന്നൊരു ക്വസ്റ്റ്യനാണ് നമ്പർ ഓഫ് റിലേഷൻ. എടാ ഇതിൽ 2 കൺഫ്യൂഷൻ ഉണ്ടാവും. ഒന്ന് നമ്പർ ഓഫ് എലമെന്റ്സ് എ ക്രോസ് ബി ഉണ്ട്, നമ്പർ ഓഫ് റിലേഷൻ എ ടു ബി ഉണ്ട്. ഇപ്പോൾ വന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്പർ ഓഫ് എലമെന്റ്സ് എ ടു ബി ആണ് വന്നത്. ഇപ്പം നമുക്ക് വന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ നോക്കണ്ട. ഇതിൽ വന്നത് ഹൗ മെനി റിലേഷൻസ് ആർ പോസിബിൾ ഫ്രം എ ടു ബി. 2 ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിലോട്ട് വരാം. അതിലോട്ടാണ് നമ്മൾ ഇനി കിടക്കുന്നത്. അപ്പോൾ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ ക്രോസ് ബി എന്ന് പറയുന്നത് എ ക്രോസ് ബിയിൽ എത്ര എലമെന്റ് ഉണ്ട് എന്നുള്ളതാണ്. നമ്മൾ സാധാരണ എ ക്രോസ് ബി കാണുമ്പോൾ നമുക്ക് എത്ര എലമെന്റ് ഉണ്ട്? ഇപ്പോൾ പിയിൽ 2 ആണെങ്കിൽ 2, പിയിൽ 2 ആണെങ്കിൽ 2, പിയിൽ 2 ആണെങ്കിൽ 2. ഇവിടെ ഗുണം എന്ന് പറഞ്ഞാൽ 8. ഇപ്പോൾ നമ്മൾ ചെയ്ത് എ ക്രോസിൽ നമുക്ക് 8 എണ്ണം ഉള്ളത്. ഇപ്പോൾ കണ്ടോ ഇവിടെ 2 എണ്ണമല്ലേ ഉള്ളൂ. മീൻസ് ഇവിടെ 2 എണ്ണമല്ലേ ഉള്ളൂ. അപ്പോൾ എ ക്രോസ് എ കാണുമ്പോൾ 2 ഇൻറ്റു 2 എത്ര കിട്ടുക? 4 കിട്ടുക. അപ്പോൾ അതാണ് ഇപ്പോൾ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ. ഇനി നമ്മൾ പഠിക്കുന്നത് റിലേഷനാണ്. നമ്മൾ ഇനി അടുത്ത ടോപ്പിക്കിലോട്ട് കിടക്കുകയാണ്. ചാപ്റ്ററിൻ്റെ റിലേഷൻസ് എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ ഡെഫിനിഷനൊന്നും ആവശ്യമില്ല, നമുക്ക് ഒഴിവാക്കിയേക്കും. അപ്പോൾ ഇനി എക്സാം അല്ലേ. നമ്മൾക്കൂടെ ആക്ച്വലി ഇവിടെ ഞാൻ പറഞ്ഞില്ല, കുറേ തിയറി പഠിപ്പിച്ചിട്ട് നിങ്ങളെ പഠിപ്പിക്കുക എന്നുള്ളതല്ല. കാരണം നമുക്ക് വളരെ കുറഞ്ഞ തിയറി, നമുക്ക് കുറച്ച് തിയറി ആവശ്യമാണ്. ഞാൻ പറഞ്ഞില്ലേ, ആവശ്യങ്ങളുടെ സ്ഥലത്ത് നമുക്ക് തിയറി പഠിച്ചേ പറ്റുള്ളൂ. അതിൻ്റെ അപ്പുറത്തോട്ട് ഒരു ഓവർ തിയറി കോൺസെപ്റ്റ് അതൊന്നും നമ്മളെ മാത്സിലില്ല. നമ്മൾ ഈ പറയുന്ന 14 ചാപ്റ്റർ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത് വളരെ ഫാസ്റ്റ് ആയിക്കൊണ്ടാണ്. എന്നാൽ മാർക്ക് ചോരാതെ, മാർക്ക് പോവാതെ ഫുൾ മാർക്ക് നിങ്ങൾക്ക് കിട്ടത്തക്ക വിധത്തിലാണ് ഞാൻ എന്തിട്ടുള്ളത് കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ലെറ്റ് എ 1 2 ബി എന്ന് പറഞ്ഞാൽ 3 4 ചൂസ് ദ നമ്പർ ഓഫ് റിലേഷൻ ഫ്രം എ ടു ബി ഫ്രം ദ ബ്രാക്കറ്റ്. എടാ നമ്പർ ഓഫ് റിലേഷൻ കാണാനാണ് ഇവിടെ ക്വസ്റ്റ്യൻ. ഇത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ മോഡലിനും വന്നു പോയി. അപ്പോൾ നമ്പർ ഓഫ് റിലേഷൻ ഫ്രം ഇനി വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചാൻസ് കുറവായിരിക്കാം. മേ ബി പറയില്ല, നമുക്കറിയില്ല. സെയിം ക്വസ്റ്റ്യൻസ് ചിലപ്പം വരാതിരിക്കാം. സൗണ്ട് എ ബി. അപ്പോൾ ചൂസ് ദ നമ്പർ ഓഫ് റിലേഷൻ ഫ്രം എ ടു ബി. ഓക്കെ, സോ ഇവിടുത്തെ ഫോർമുല നമുക്ക് വരുന്നത് 2 പവർ എൻ ഓഫ് എ ക്രോസ് ബി എന്ന. ഇത് കാണാതെ നമ്മൾ പഠിക്കണം. ഇത് ബൈ ഹാർട്ട് ചെയ്യേണ്ട ഫോർമുലയാണ്. ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്ത് വന്നാൽ പറഞ്ഞോ, ചൂസ് ദ നമ്പർ ഓഫ് റിലേഷൻ ഫ്രം നമ്പർ ഓഫ് എ ക്രോസ് ബി അല്ല കേട്ടോ, നമ്പർ ഓഫ് റിലേഷൻ വന്നാൽ ഇത് കാണാതെ പഠിക്കുക. എന്താ ഫോർമുല? 2 പവർ എൻ ഓഫ് എ ക്രോസ് ബി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫോർമുല എന്താ? അതൊന്ന് ഡീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എൻ ഓഫ് എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ എന്താടാ? എൻ ഓഫ് എ ഇൻറ്റു എന്താ മക്കളെ? എൻ ഓഫ് ബി ആണ്. സോ ഇത് ഇങ്ങനെ ആവും ആ ഫോർമുല. കാരണം എൻ ഓഫ് എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ എൻ ഓഫ് എ ഇൻറ്റു എൻ ഓഫ് ബി ആണ്. അപ്പോൾ 2 പവർ നമ്പർ ഓഫ് എ എത്ര ഉണ്ട്? 7 ഇതാ. ഇത് ഇവിടെ തന്നെ കിട്ടും. 7 1 2 ആണെങ്കിൽ നമ്പർ ഓഫ് എ എത്രയാണ്? ഇവിടെ തന്നെ എഴുതി വെച്ചോ. നമ്പർ ഓഫ് എ എത്രയാടാ? 2 എലമെൻറ്റാണ്. നമ്പർ ഓഫ് ബിയിലും എത്ര എലമെൻറ്റാണ് ഉള്ളത്? അതും 2 എലമെൻറ്റാണ്. സാർ ഇതിങ്ങനെ എഴുതി ഒന്നുകൂടെ പറയാം. എയിൽ 2 എലമെൻ്റ് ആയതുകൊണ്ട് നമ്പർ ഓഫ് എ 2, ബിയിൽ 2 എലമെൻ്റ് ആയതുകൊണ്ട് നമ്പർ ഓഫ് ബി എത്രയാണ്? 2. സോ ഇതിൻ്റെ ആൻസർ എന്ത് വരും മക്കളെ? 2 ഇൻറ്റു 2. സോ 2 പവർ 4 വരും. ആൻസർ ഈസ് 2 പവർ 4. 2 പവർ 4 എന്താടാ? 16 അല്ലേ? 2 പവർ 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 4 വട്ടം 2 ഗുണിച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടാടാ? 16 ആണ് കിട്ടുക. ഓക്കെ, സോ ദ ആൻസർ ഈസ് 16. ഓക്കെ, അതൊന്ന് പഠിച്ചു വെച്ചത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ വന്ന മോഡലിന് വന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അത് എക്സാമിന് ചോദിക്കും. എടാ ഡൊമൈന് റേഞ്ച് റിലേഷൻ ഇതൊന്നും ഇങ്ങനെയൊന്നും വേണ്ടടാ. ഇതൊക്കെ ബ്ലാ 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 ഒക്കെ തിയറി ഉണ്ട്. ഇതൊക്കെ നോട്ട്സൊക്കെ നിങ്ങൾക്ക് അയച്ചു തരാം. ഇതൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് പഠിക്കാം. നോക്ക്,
ഒന്നും ഇല്ലാണ്ട് നമുക്ക് പഠിക്കാൻ പറ്റും. ഓക്കേടാ, അപ്പോൾ എങ്ങനെ പഠിക്കാൻ നമുക്ക് നോക്കാം. റൈറ്റ് ദി ഡൊമൈൻ റേഞ്ച് ഓഫ് ദ റിലേഷൻ. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ എന്താ ഡൊമൈൻ സാറേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചോ. എടാ, ഒരു ഓർഡേർഡ് പേരിൽ ആദ്യമുള്ള ആളെ വിളിക്കുന്ന പേര് ഡൊമൈൻ, രണ്ടാമൻ റേഞ്ച്, ഡൊമൈൻ റേഞ്ച്, ഡൊമൈൻ റേഞ്ച്, ഡൊമൈൻ റേഞ്ച്. ഒരു റിലേഷൻ്റെ ഒരു ഓർഡേർഡ് പേരിലെ ഒരു ഓർഡേർഡ് പേരിൽ ആദ്യമുള്ളവൻ ഡൊമൈൻ, രണ്ടാമത്തവൻ റേഞ്ച്. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് എന്ന് വിളിക്കും. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇൻപുട്ട്. ഡൊമൈൻ കിട്ടുന്ന ഔട്ട്പുട്ട്. ഡൊമൈൻ റേഞ്ച്. ഒരു റിലേഷനിൽ രണ്ടാളുകൾ ഉണ്ടാവും. എക്സിലുള്ള ആളെ ഡൊമൈൻ എന്ന് വിളിക്കും, വൈയിലുള്ള ആളെ റേഞ്ച് എന്ന് വിളിക്കും. എക്സിലുള്ള ആളെ ഡൊമൈൻ എന്ന് വിളിക്കും, വൈയിലുള്ള ആളെ റേഞ്ച് എന്ന് വിളിക്കും. ഇത്രേ പഠിക്കേണ്ടുള്ളൂ. ഇതാണ് കാര്യം. സോ നേരെ ആൻസർ എഴുതിക്കും. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഡി എന്നൊന്നും എഴുതാൻ പറ്റില്ല, അങ്ങനെ ഒന്നും എഴുതാനുള്ള റൂളൊന്നുമില്ല. ഡൊമൈൻ തന്നെ എഴുതണം കേട്ടോ. ഡൊമൈൻ സമം സെറ്റ് പറഞ്ഞോ. 1 2 3 4 5. വളരെ സിമ്പിൾ അല്ലേ? റേഞ്ച് രണ്ടാമൻ ആരടാ? 6 ഉണ്ട്, 7 ഉണ്ട്, 8 ഉണ്ട്, 9 ഉണ്ട്, 10 ഉണ്ട്. ഇത്രേ ഉള്ളൂ. ഇത്രേ എളുപ്പമാണ്. ഡൊമൈൻ റേഞ്ച്. ആദ്യമുള്ളവൻ ഡൊമൈൻ, രണ്ടാമത്തെ റേഞ്ച്. സാറേ അപ്പോൾ കോഡൊമൈൻ പറഞ്ഞുതരാം. അത് പ്രോബ്ലത്തിൽ പറഞ്ഞുതരാം, അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ. ഓക്കെ, ഇവിടെ വരുന്നുണ്ട് കോഡൊമൈൻ്റെ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. കോഡൊമൈൻ പറഞ്ഞ കേട്ടോ. ലെറ്റ് എ 1 2 3 4 6. 5 ഇല്ല കേട്ടോ, 5 മിസ്സിംഗ് ആണ്. 5 സാറ് എഴുതാൻ മറന്നതല്ല, 5 ആ പ്രോബ്ലത്തിലില്ല. ആൻഡ് ആർ ബി എ റിലേഷൻ ഓൺ ഡിഫൈൻഡ് ബൈ ആർ ഈക്വൽ ടു എ കൊമ ബി, എ കൊമ ബി ഇലോങ്സ് ടു എ. എന്തൊക്കെയാണ് പറയുന്നത് സാറേ? എയും ബിയും എന്തിലുള്ള ആടാ? എയിലുള്ളതാണ്. ഇവിടെ 2 ഓർഡേർഡ് പേരുണ്ട്, അത് നമുക്ക് തന്നിട്ടില്ല. നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഉള്ളത്, ചെറിയൊരു മാറ്റമുണ്ട്. എയും ബിയും നമുക്ക് തന്നിട്ടില്ല, നമ്മൾ കണ്ടെത്തിക്കൊള്ളണം. എയും ബിയും എന്തിലുള്ളതാണെന്ന് പറഞ്ഞു എ. ഈ നമ്പറുകൾ മാത്രമേ എയും ബി ആയിട്ട് എടുക്കാൻ പാടുള്ളൂ. 1 2 3 4 5 ഇല്ല 6. എന്നിട്ട് അവർ പറയണത് ഉണ്ടാക്കാനുള്ള ടൂൾ പറഞ്ഞിരിക്കുകയാണ്. ഇക്വേഷൻ ബി ഈസ് എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ എ. അപ്പോൾ നമുക്ക് ഈ ടൂൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് ഉണ്ടാക്കേണ്ടത്. എന്താണ്? ബി ഈസ് എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ എ. ഇപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവിടെയുള്ള നമ്പറുകൾ നമ്മൾ ലിസ്റ്റ് ചെയ്യാം. 1 2 3 4. ആദ്യം നമുക്ക് 1 എടുക്കാം, ബി ആയിട്ട് 1 എടുക്കാം. 1 ഈസ് ഡിവിസിബിൾ ബൈ 1. യെസ്. 2 യെസ്. 3 യെസ്. 4 യെസ്. 5 നമ്പർ അവൈലബിൾ അല്ല, അതുകൊണ്ട് എടുക്കാത്ത 6. അപ്പോൾ ഈ 1 2 3 4 6 കൊണ്ടൊക്കെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. സാറേ മനസ്സിലായില്ല, നോക്ക്. 1 by 1, 2 by 1. 1 by 1 1 ആണ്, 2 by 1 2 ആണ്, 3 by 1 എന്താടാ? 3 ആണ്, 4 by 1 എന്താടാ? 4 ആണ്, 6 by 1 എന്താ മക്കളെ? 6 ആണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് നോർമലി എന്ത് ചെയ്യാൻ പറ്റൂടാ? ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കത് അങ്ങനെ എടുക്കാം. ഇനി ഞാൻ നമ്പർ 2 എടുത്തു. സോ ഇപ്പോൾ 1 ഈസ് ഡിവിസിബിൾ ബൈ 2 ഈസ് ഡിവിസിബിൾ ബൈ 2. എന്തൊക്കെ പറ്റും സാറേ? 2 പറ്റും, 4 പറ്റും, 6 പറ്റും. അതല്ലാത്തൊന്നും നമുക്ക് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെസിമൽ പോയിന്റ്സുകളാണ് കിട്ടുക. കൃത്യമായിട്ട് ഫൈനൽ ആൻസർസ് കിട്ടൂല. കാരണം 2 by 2 കിട്ടും, 2 by 2 1 ആണ്, 4 by 2 കിട്ടും, 6 by 2. ഇതൊക്കെ നമുക്ക് എക്സാക്ട്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതിനെ മാത്രമേ നമുക്ക് എടുക്കാൻ പാടുള്ളൂ. സോ ഓട്ടോമാറ്റിക്കലി നമുക്ക് ആൾട്ടർനേറ്റീവ് നമ്പർ 3 കൊടുക്കാം. നമ്മളിങ്ങനെ ഓർഡറിൽ കൊടുക്കുക, 3 കൊടുക്കാം. സോ 3 ഈസ് ഡിവിസിബിൾ ബൈ, എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ 3 പറ്റും, 6 പറ്റും. ബാക്കിയൊന്നും പറ്റില്ല, ഡെസിമൽ വാല്യൂ കിട്ടുക, അതുകൊണ്ട് പറ്റില്ല. ഡെസിമൽ കിട്ടിയൊന്നുമല്ല, അല്ലാത്ത നോർമൽ പോയിന്റ് ഒന്നും പറ്റില്ല. അതുപോലെ 4 ഈസ് ഡിവിസിബിൾ ബൈ 4 ഓൺലി. സാർ 5 ഇല്ല കേട്ടോ. സോ 6 ഈസ് ഡിവിസിബിൾ ബൈ എന്താടാ? 6 ഓൺലി. എടാ ഇതാണ് നമുക്ക് കിട്ടുന്ന. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ എക്സാമിന് പ്രസൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ 1 ഇനി ഓർഡേർഡ് പേർ എങ്ങനെ എഴുതാം? 1 1 1 2 1 3 1 4 1 6. എങ്ങനെ? റിലേഷൻ 6. 6ൻ്റെ ഇവർ പറയുന്നുണ്ട് എന്താണ്? 6 എങ്ങനെയാണ്? എ കൊമ ബി ആണ് അല്ലേ? അപ്പോൾ നമ്മൾ ഓർഡർ എഴുതാം 1 1 1 1 1 2 1 3 1 4 1 5 ഇല്ല കേട്ടോ. നമ്മളൊരു ആവേശത്തിൽ 1 5 എന്ന് എഴുതണ്ട, 1 4 1 6 കേട്ടോ. 1 5 ഇല്ല കേട്ടോ, കാരണം മറന്നു പോയതല്ല, അവർ തരാത്തതാണ്. അത് കഴിഞ്ഞാൽ 2 2 2 4 2 6 3 3 3 6 4 4 5 5 ഇല്ല 6 6. എടാ ഇത്രയാണ് നമുക്ക് വരുന്ന 6 എന്ന് പറയുന്ന റിലേഷൻസ്.
അപ്പോൾ അത് ഇവിടെ നിന്നാണ് എഴുതിയിട്ടുള്ളത് 1 1 1 2 1 3 1 4 1 6 2 2 2 4 2 6 3 3 3 6 4 4 6 6 അങ്ങനെയാണ് സാർ ഇവിടെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, സോ ഇതായിരുന്നു ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരുന്നു. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചതാണ് റൈറ്റ് ആർ ഇൻ റോസ്റ്റർ ഫോം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ റൈറ്റ് ദ ഡൊമൈൻ ആൻഡ് റേഞ്ച് ഓഫ് ആർ. അത് നിങ്ങൾക്ക് എഴുതാവുന്ന കാര്യമുള്ളൂ. ഇൻപുട്ടുകളെയാണ് എന്ത് വിളിക്കുന്നത്? ഇതൊക്കെ 1 സീരീസ് ആണ്. അപ്പോൾ അതിൻ്റെ ഒക്കെ എന്ത് തന്നെയാണ്? ഡൊമൈൻസ് 1 തന്നെയാണ്. 2 സീരീസ് 3 സീരീസ് 4 സീരീസ് 6 സീരീസ്. അപ്പോൾ ഡൊമൈൻ റേഞ്ച് നിങ്ങൾ തന്നെ എഴുതിക്കോ. എഴുതടാ. ഡൊമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ട്സ് പറ 1 2 3 4 6. ആ ഏലുള്ള എലമെൻ്റ് തന്നെ കിട്ടുന്നത് അല്ലേ? റേഞ്ച് എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് ആട്ടോ. 1 2 3 4 6 ഉണ്ട്. ആ അല്ലാണ്ട് എല്ലാം കിട്ടുന്നുണ്ടല്ലോ ഔട്ട്പുട്ട്. ഇത്രയേ ഉള്ളൂ. ഇവിടെ വീണ്ടും റിപ്പീറ്റേഷൻ വെച്ചിട്ട് ഒരു വട്ടം എഴുതിയാൽ മതി കേട്ടോ. ഇവിടെ റിപ്പീറ്റേഷൻ വെച്ചിട്ട് ഒരു വട്ടം എഴുതിയാൽ മതി. നമുക്കറിയാം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എടാ നെക്സ്റ്റ് ആണ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ടോപ്പിക്കാണ് ഫംഗ്ഷൻ. എടാ ഇവിടുന്ന് നമ്മൾ ട്വിസ്റ്റഡ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കും. നിങ്ങൾക്ക് ഐഡിയ കിട്ടണം എന്താണ് ഫംഗ്ഷൻ എന്നുള്ള പക്ക ഐഡിയ ഞാൻ സാറ് സെറ്റാക്കി തരാം. ഫംഗ്ഷൻ സാർ ഒരു ബ്ലാങ്ക് പേജ് എടുത്തിട്ട് പറഞ്ഞുതരാം. കാരണം ഇവിടെ നിന്ന് നിങ്ങൾ ട്വിസ്റ്റഡ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കും. നോക്ക് എടാ, ഇപ്പോൾ എഫ് ഓഫ് എക്സ് നമുക്ക് x+5 ആണെന്നിരിക്കട്ടെ. അപ്പോൾ നിങ്ങൾക്കറിയാം എഫ് ഓഫ് ടുവിൻ്റെ ആൻസർ എന്താ? 2+5. ഇത് നിങ്ങൾക്ക് അറിയില്ലടാ. നിങ്ങൾ ഇങ്ങനെ ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ എക്സിന് 2 ആണെങ്കിൽ എടാ നമ്മളിത് പോളിനോമിയൽ ഫംഗ്ഷനിൽ പി ഓഫ് എക്സിൽ നമ്മൾ കൊടുക്കില്ല 10ാം ക്ലാസ്സിൽ. ആ സെയിം തന്നെ. അപ്പോൾ എഫ് ഓഫ് എക്സിന് ഇവിടെ 2 കൊടുത്തു കഴിഞ്ഞാൽ ഈ 2 എവിടേക്കും കൊടുക്കും? ഈ എക്സിന് 2 നമ്മൾ കൊടുക്കും. ഈ 2 ആണ് നമ്മൾ എന്ത് ചെയ്യുക? എക്സിന് നമ്മൾ കൊടുക്കാം. അപ്പോൾ 2+5 നമുക്ക് എന്ത് കിട്ടും? 2+5 7 കിട്ടും. അപ്പോൾ എഫ് ഓഫ് 2 ഇപ്പോൾ എന്ത് കിട്ടി? 7 കിട്ടി. നമ്മളൊരു 10 മിനിറ്റ് കഴിഞ്ഞു. ആഫ്റ്റർ 10 മിനിറ്റ്സ് ലേറ്റർ നമ്മൾ വീണ്ടും എഫ് ഓഫ് 2 കാണും. ഇതേ ഫംഗ്ഷനിൽ വാട്ട് ഈസ് ദ ആൻസർ? ആദ്യം നമുക്ക് ഓൾറെഡി എഫ് ഓഫ് 2 കിട്ടി, 7 കിട്ടി. ആഫ്റ്റർ 10 മിനിറ്റ്സ് ലേറ്റർ നമ്മൾ വീണ്ടും എഫ് ഓഫ് 2 കാണാം. അപ്പോൾ നമുക്കൊരു 8 ഒക്കെ ഉത്തരം കിട്ടുമോ? ഫംഗ്ഷൻ ഇതാണോ? ഉത്തരം എന്ത് തന്നെ വരുള്ളൂ? 7 തന്നെ വരുള്ളൂ. അല്ലാണ്ട് വേറെ ഏതെങ്കിലും ആൻസർ വരുമോ? ഇല്ല. അപ്പോൾ ഈ ഒരു ആശയം നിങ്ങൾ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിന് ഷുവറാണ്. എന്താ, ഞാൻ 2 ഫംഗ്ഷൻ്റെ ഗ്രാഫ് വരക്കാം. അപ്പോൾ ഞാൻ ഈ ഫംഗ്ഷനെ റിലേറ്റ് ചെയ്യുന്നത് കേട്ടോ. നമുക്കൊരു കാര്യം ചെയ്യാം. 1ഉം 2ഉം 3യും കൊടുക്കാം. അപ്പോൾ എഫ് ഓഫ് 2 ആണല്ലോ ഇപ്പോൾ നമ്മൾ കിട്ടിയത്. എഫ് ഓഫ് 2 7 കിട്ടി. അപ്പോൾ 2നെ നമുക്ക് 7ലോട്ട് ആരോ ചെയ്യാം. എഫ് ഓഫ് 1 എന്താ? എഫ് ഓഫ് 1 1+5 6. 3 എന്താ? 3+5 8. എടാ ഈ സെയിം ഫംഗ്ഷനിൽ കൊടുക്കാം. എടാ അപ്പം നമുക്ക് 1 6 കിട്ടി, 3 8 കിട്ടി. ആഫ്റ്റർ 10 മിനിറ്റ്സ് ഈ പറഞ്ഞ പോലെ എഫ് ഓഫ് 2 കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനൊരു റിസൾട്ട് വീണ്ടും കിട്ടുമോ? എഫ് ഓഫ് 2ന് പിന്നെ ഒരു 8 കിട്ടാൻ ചാൻസ് ഉണ്ടോ? ഇങ്ങനൊരു ചാൻസ് ഉണ്ടോ? നിങ്ങൾ പറ. എഫ് ഓഫ് 2 പിന്നെ നമുക്ക് 2 കൊടുത്തു കഴിഞ്ഞാൽ 8 കിട്ടാൻ വല്ല ചാൻസ് ഉണ്ടോ? ഇല്ല. കാരണം ഒരു ഫംഗ്ഷൻ്റെ ഒരു ഇൻപുട്ടിന് ഒരു വാല്യൂ കൊടുത്താൽ കിട്ടുന്ന ഔട്ട്പുട്ട് എന്താണോ അത് തന്നെയാണ് ഇനി എത്ര കാലം കഴിഞ്ഞാലും കിട്ടുന്നത് അതേ ഫംഗ്ഷനിൽ. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ ഒരു നമ്പറിൽ നിന്നും ഒരു റിസൾട്ടേ പോകാൻ പാടുള്ളൂ. ഇപ്പോൾ 2ൽ നിന്ന് ഒരു ഏരോ പോകാൻ പാടുള്ളൂ. പിന്നെ ഈ 2ൽ നിന്ന് വീണ്ടും അടുത്ത ഏരോ പോകാൻ പാടില്ല. ഇങ്ങനെ പോകുന്നതൊന്നും എന്തല്ല? ഫംഗ്ഷൻ അല്ല. അപ്പോൾ ഞാനിത് ഇവിടെ നിന്ന് ഒഴിവാക്കണേ. ഇങ്ങനെയുള്ളതൊന്നും ഇനി പോകില്ല ഇവിടെ നിന്ന്. ഓക്കെ, പിന്നെ ഞാൻ വെട്ടി കളഞ്ഞു. ഇങ്ങനെ കളഞ്ഞു വിചാരിച്ചോ. പോയി. അപ്പോൾ ഇങ്ങനെയുള്ള ഒന്നും എന്തല്ല? ഫംഗ്ഷൻ അല്ല. അപ്പോൾ ഒരു ഏരോ, ഒരു നമ്പറിൽ നിന്ന് ഒരു ഏരോ, ഒരു നമ്പറിൽ നിന്ന് ഒരു ഏരോ, ഒരു നമ്പറിൽ നിന്ന് ഒരു ഏരോ. അപ്പോൾ ചിലർക്ക് വേറെ ഡൗട്ട് ഉണ്ടാവും. ഇനി ഇങ്ങനെ ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ ഞാൻ വേറെ ഫംഗ്ഷൻ എടുക്കേ. ഈ ഫംഗ്ഷൻ വരുമ്പോൾ കൺഫ്യൂഷൻ വരും. അപ്പോൾ അത് കാരണം നല്ല കോൺസെപ്റ്റ് പഠിക്കണം. എഫ് ഓഫ് എക്സ് ഇക്വൽ എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഒരു സെക്കൻഡ് ഡിഗ്രി ഫംഗ്ഷൻ ഞാൻ എടുത്തു. അപ്പോൾ ഇവിടെ ഞാൻ എന്ത് ചെയ്യാണ്? എഫ് ഓഫ് 1 കൊടുക്കുക. അപ്പോൾ എന്താ വരിക? 1 സ്ക്വയർ എന്താ കിട്ടുക? 1. അതുപോലെ എഫ് ഓഫ് -1 കൊടുത്താലോ? -1 സ്ക്വയർ, അതും 1. അപ്പോൾ ഇവിടെ നിന്നൊരു കാര്യം സാറേ ഞങ്ങൾക്ക് മനസ്സിലായി. 1 -1 1. ഇവിടെ സാറേ ഞങ്ങൾ ഔട്ട്പുട്ട് കൊടുക്കുമ്പോൾ 1 കൊടുക്കുമ്പോൾ 1, -1 കൊടുക്കുമ്പോൾ 1. അപ്പോൾ വ്യത്യസ്ത ഇൻപുട്ടുകൾക്ക് ഒരു ഔട്ട്പുട്ട് വരാം. അത് ഫംഗ്ഷനാണ്. കാരണം ഇത് സെക്കൻഡ് ഡിഗ്രി ഫംഗ്ഷൻ ആണല്ലോ. നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള സെക്കൻഡ് ഡിഗ്രി ഫംഗ്ഷനാണ്. അപ്പോൾ വ്യത്യസ്ത ഇൻപുട്ടുകൾക്ക് ഒരു ഔട്ട്പുട്ട് വരാം. പക്ഷേ ഇത് ഫംഗ്ഷനാണ്. അപ്പോൾ വ്യത്യസ്ത ഇൻപുട്ടുകൾക്ക് ഒരു ഔട്ട്പുട്ട് വരാം. ഇപ്പോൾ 1 കൊടുത്തപ്പോൾ 1 സ്ക്വയർ 1 കിട്ടി, -1 സ്ക്വയർ ചെയ്താൽ നമുക്ക് 1 കിട്ടി. അതേപോലെ തന്നെ 2 കൊടുത്താൽ 4 കിട്ടും, -2 കൊടുത്താൽ എന്ത് കിട്ടും? അതും 4 കിട്ടാം. അപ്പോൾ വ്യത്യസ്ത ഇൻപുട്ടുകൾക്ക് സെയിം ഔട്ട്പുട്ട് വരാം. ഇതെന്താണ്? ഫംഗ്ഷൻ ആണ് കേട്ടോ. ഇത്
ഇതൊക്കെ പഠിക്കണം. ഇങ്ങനെ പഠിച്ചാലേ നിങ്ങൾക്ക് എക്സാമിന് ട്വിസ്റ്റഡ് ആയിട്ട് വന്നാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഫംഗ്ഷനാണ്. അപ്പോൾ വ്യത്യസ്ത ഇൻപുട്ടുകൾക്ക് ഒരു ഔട്ട്പുട്ട് വരാം. എന്നാൽ ഒരു ഇൻപുട്ടിന് വ്യത്യസ്ത ഔട്ട്പുട്ട് വരില്ല. ഈ പറഞ്ഞ പോലെ ഒരു ഇൻപുട്ടിന് കണ്ട ഒരു 7 വന്നു കഴിഞ്ഞാൽ പിന്നെ 2 പിന്നെ 8 വരില്ല. അപ്പോൾ ഒരു ഇൻപുട്ടിന് വ്യത്യസ്ത ഔട്ട്പുട്ടുകൾ വരില്ല. എന്താണോ 2 കൊടുത്താൽ കിട്ടുന്നത് അത് തന്നെ പിന്നെയും 10 മിനിറ്റ് കഴിഞ്ഞാലും കിട്ടുന്നത് തന്നെ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ആശയം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റും. ഓക്കെ, ലെറ്റ് എ, ഇതാണ് ഇപ്പോൾ വന്നൊരു മോഡൽ ക്വസ്റ്റ്യൻ. ലെറ്റ് എ ബി ആൻഡ് ഫംഗ്ഷൻ ഇത് എഫ് ആട്ടോ. അത് ഇവിടെ സാറ് കൊടുക്കാൻ വേണ്ടി എന്താ ഇവിടെ ആക്കാം. വേറെ എഫ് സമട്ടാ അവിടെ സ്പേസ് ഇല്ലാത്തതാണ് അവിടെ കൊടുത്ത് എഫ് സമം. ഇതിനോട് ഒന്ന് മാറ്റിയാണ് ഉണ്ടാക്കി. എഫ് സമം. എടാ ഇവിടെ നിങ്ങൾ വെണ്ടകരം വരക്കാം. വേഗം വരക്കാൻ പറ്റും. ഇൻപുട്ട് എയിലുള്ള നമ്പറൊക്കെ അതുപോലെ കൊടുക്കാം. എയിൽ 1 2 3 4, ബിയിലുള്ളത് 1 5 9 11 15 16. അവിടെ നിങ്ങൾ ജസ്റ്റ് ഏരോ ഡയഗ്രം കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇത് കിട്ടും. 1 5 പോകുന്നു, 2 9, 3 1, 4 5, 2 11. ഇവിടെ നോക്കിയേ 2 11. അതിന് വേറെ കളറിൽ തന്നെ കൊടുക്കാം. 2 11 ഇവനാണ് പ്രശ്നം. ഈ 2 എന്ന് പറയുന്ന നമ്പറിൽ 2ന്ന് 9 കണ്ടു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 10 മിനിറ്റ് ലേറ്റർ 2 കൊടുത്തപ്പോൾ പിന്നെ എന്ത് കിട്ടാൻ 11 കിട്ടുക. അത് നടക്കുമോ? ഒരു 2ന് 9 കിട്ടിയാൽ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനിൽ നമ്മൾ 2 കൊടുത്ത് 9 കിട്ടി കഴിഞ്ഞാൽ 10 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ 2 കൊടുത്താൽ 11 കിട്ടില്ല. അപ്പോൾ ഇത് ഫംഗ്ഷൻ അല്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് സാർ ഇത് എക്സാമിന് ഇങ്ങനെ പ്രസൻറ്റ് ചെയ്യാൻ പറഞ്ഞുതരാം. ദിസ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ. ഇങ്ങനെ എഴുതാം. ദിസ് ഈസ് നോട്ട് എ, നമ്മൾ സിമ്പിൾ ഭാഷയിൽ എഴുതിയത് ദിസ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ ബിക്കോസ് 2 input has ഇങ്ങനെ എഴുതിയാൽ മതി. This is not a function because 2 and 2 have ഇങ്ങനെ എഴുതി. 2 have not get 2 output. This is not a function because 2 have not get 2 output. ഏതൊക്കെയാണ് ലൈക്ക് ഏതൊക്കെയാടാ നിങ്ങളെ ഭാഷയിൽ എഴുതാം. അതായത് ആക്ച്വലി 2ക്ക് 9 ഉണ്ട്, 2ക്ക് 11 ഉണ്ട്. അപ്പോൾ 2 ഔട്ട്പുട്ടുകൾ എന്ത് ചെയ്യാൻ പാടില്ല, നമുക്ക് കിട്ടാൻ പാടില്ല. നിങ്ങളുടെ ഭാഷയിൽ എഴുതി വെച്ചാൽ മതി കേട്ടത്. ബിക്കോസ് 2 have not get 2 ഔട്ട്പുട്ട് മതി, ധാരാളം. ദിസ് ഇസ് നോട്ട് എ ഫംഗ്ഷൻ, അത്രയും മതി. ഇത് നിങ്ങളുടെ ഭാഷയിൽ നിങ്ങൾ എഴുതിയാൽ മതി. എന്താ പറയുക, സ്റ്റാൻഡേർഡ് മാത്സിനെ ഉപയോഗിക്കണം എന്നില്ല. നിങ്ങളുടെ ഭാഷയിൽ നിങ്ങൾക്ക് എഴുതാം. ഇനിയിപ്പോൾ ഇതൊരു സ്റ്റാൻഡേർഡിൽ എഴുതണം എന്നുണ്ടെങ്കിൽ അതും കൂടെ സാറോട് എഴുതി തരാം പക്ക. ദ സെയിം ഫസ്റ്റ് എലമെൻറ്റ് ടു കറസ്പോണ്ട്, ഇങ്ങനെ എഴുതണം എന്നില്ല കേട്ടോ. ഞാൻ പറഞ്ഞ ചില ആളുകൾക്ക് പേടിയാവും. കറസ്പോണ്ട് ടു ഡിഫറെൻറ്റ് ഇമേജ്, ടു ഡിഫറെൻറ്റ് ഇമേജ് ഇങ്ങനെ എഴുതാം കേട്ടോ. ഒന്ന് സ്റ്റാൻഡേർഡ് ഭാഷയാണ്. സെയിം ഫസ്റ്റ് എലമെൻറ്റ് ടു കറസ്പോണ്ട് ടു ഡിഫറെൻറ്റ് ഇമേജ്. ഇങ്ങനെ വരാൻ പാടില്ല. ഇങ്ങനെ വന്നത് കൊണ്ടാണ് ഇത് എന്തല്ലാത്തത്. therefore function is not a therefore function is not function. There is no therefore function is not function. അത്രയും മതി കേട്ടോ. നിങ്ങളുടെ ഭാഷ ഏതാണെങ്കിൽ ഇത് എഴുതിയാൽ മതി കേട്ടോ. നോ ഇഷ്യൂ, മാർക്ക് കിട്ടും. എന്നാൽ അടുത്ത ക്വസ്റ്റ്യൻ F2531528510 blah 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 is a function. സെയിം ക്വസ്റ്റ്യൻ, റൈറ്റ് ഇസ് റേഞ്ച്. വേഗം എഴുതിക്കോ. നമ്മൾ രണ്ടിങ്ങനെ കള്ളി വരക്കുക സാർ. അപ്പോൾ ഇവിടെ ആദ്യത്തിൽ എന്താ കൊടുക്കുക, അതിങ്ങനെ കൊടുത്താൽ മതി. ഇതിലുള്ള ആദ്യത്തെ എലമെൻറ്റുകൾ ഇങ്ങനെ കൊടുത്താൽ കേട്ടോ. ഇവിടെ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവില്ല, കൺഫ്യൂഷൻ വരും. അതുകൊണ്ട് നമ്മൾ പിക്ചോറിക്കലാക്കുകയാണ് എപ്പോഴും നല്ലത്. ഓക്കേടാ. അപ്പോൾ എഴുതടാ 2 3 5 ആദ്യത്തെ ഇൻപുട്ട് 10 11 പിന്നെ രണ്ടാമത്തെ 5 1 2 വീണ്ടും 5 വരണമെങ്കിൽ പിന്നെ എഴുതണ്ട, ഒരു വട്ടം എഴുതിയിട്ടുണ്ടല്ലോ. വീണ്ടും 2 വരേണ്ട, ഒരു വട്ടം എഴുതിയാൽ 5 വരുന്നുണ്ട്. അപ്പം ആകെ എന്തുള്ളൂ 5 1 2 ഉള്ളൂ. അപ്പോൾ വൃത്തിയിൽ എഴുതാം 5 1 2. ഓക്കെ, നമുക്ക് ജസ്റ്റ് കണക്ട് ചെയ്ത് നോക്കാം. കണക്ട് ചെയ്താലേ നമുക്കിത് അറിയുള്ളൂ. 2 5 3 1 ഇതുവരെ കുഴപ്പമൊന്നുമില്ല. 5 2 ഇപ്പോഴും കുഴപ്പമില്ല. 8 5 ഇപ്പോഴും കുഴപ്പമില്ല. 10 2 ഒരു കുഴപ്പമില്ല. 11 5
11.5. ഇതൊരു കുഴപ്പമുള്ളതല്ല. കാരണം ഇത് നോക്കിക്കഴിഞ്ഞാൽ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം ഇത് ഫംഗ്ഷനാണ്. ഇപ്പോൾ 2 കറക്റ്റ് ഒരു ഏരോ, 3 എല്ലാത്തിൽ നിന്നും ഒരു ഏരോ ഉള്ളൂ. എല്ലാത്തിൽ നിന്നും ഒരു ഏരോ പോയിട്ടുള്ളൂ. എല്ലാത്തിൽ നിന്നും ഒരു ഏരോ പോയിട്ടു. എല്ലാത്തിൽ നിന്നും ഒരു ഏരോ പോവുകയാണെങ്കിൽ ഇതെന്തല്ല അപകടമല്ല. ദിസ് ഈസ് എ ഫംഗ്ഷൻ. മനസ്സിലായ? എല്ലാത്തിൽ നിന്നും ഒരു ഇത് ഏരോ പോവുകയാണെങ്കിൽ എന്തല്ല അത് പ്രശ്നമല്ല. ഈസ് എ ഫംഗ്ഷൻ കേട്ടാ. ഓൾറെഡി ക്വസ്റ്റ്യൻ ഈസ് എ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഓൾറെഡി ഇത് ഈസ് എ ഫംഗ്ഷൻ, ഓൾറെഡി ഫംഗ്ഷൻ ആണെന്ന് ഓൾറെഡി ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. റൈറ്റ് റേഞ്ച് മാത്രം എഴുതാം. റേഞ്ച് എന്താടാ? റേഞ്ച് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ 5, 1, 2. ഇത് ഓൾറെഡി ഫംഗ്ഷൻ ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. എടാ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈൻഡ് ദ ഡൊമൈൻ ഓഫ് ദി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ബ്ലാ ബ്ലാ ബ്ലാ. ന്യൂമറേറ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഇതിന് സാർ 2 ടൈപ്പ് ക്വസ്റ്റ്യൻ സാർ ചെയ്തുതരാം. ഏട്ടാ ആദ്യം സാർ ഒരു വേറെ ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് ഒരു എളുപ്പമുള്ള ക്വസ്റ്റ്യൻ സാർ ചെയ്തുതരാം. എന്നിട്ട് അത് ചെയ്യാം. ആദ്യം പോസിറ്റീവിൽ ചെയ്യാം. പോസിറ്റീവിൽ എക്സാമിന് ചോദിക്കും. ഇതിലാദ്യം ചെയ്തുതരാം സാർ. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഇൻപുട്സിനാണ്. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഇൻപുട്ടാണ്. നമ്മൾ എക്സിന് കൊടുക്കുന്ന ഇൻപുട്ടുകൾക്കാണ് ഡൊമൈൻ എന്ന് വിളിക്കുക. എക്സിന് കൊടുക്കുന്ന ഇൻപുട്ടുകളാണ്. നമുക്ക് ഒരുപാട് ഡൊമൈൻസ് ഉള്ളൂ. F(1), F(2). എന്നാൽ ഇവിടെ കൊടുക്കാൻ പാടില്ലാത്ത ഡൊമൈൻ ഏതാണെന്നാണ് ചോദിക്കുന്നത്. അതായത് ഏതോ ഒരു ഡൊമൈൻ കൊടുക്കുമ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ -3 കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ഡിനോമിനേറ്റർ 0 ആവും. എങ്ങനെ കിട്ടിയെന്നൊക്കെ സാർ പറഞ്ഞുതരാം. ആ നമ്പർ കണ്ടെത്താനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് കൊടുക്കുമ്പോഴും ഡിനോമിനേറ്റർ 0 ആയിരിക്കും. അപ്പോൾ ഡിനോമിനേറ്റർ 0 വന്നാൽ നോട്ട് ഡിഫൈൻഡ് ആണ്. ന്യൂമറേറ്റർ 0 വന്നാൽ കുഴപ്പമില്ല. ഡിനോമിനേറ്റർ 0 വരാൻ പാടില്ല മാക്സിൽ. അപ്പോൾ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഇൻപുട്ടുകളാണ്. അപ്പോൾ ഇതിൻ്റെ ഇൻപുട്ടുകൾ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക്. ഇൻപുട്ടുകൾ കുറേ ഉണ്ട്. 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്, അങ്ങനെ ഇൻഫൈനറ്റ് വരെ ഓൾ റിയൽ നമ്പേഴ്സ് ഇൻപുട്ടാണ്. അപ്പോൾ ഓൾ റിയൽ നമ്പേഴ്സാണ് ഇതിൻ്റെ സൊല്യൂഷൻ വരിക. പക്ഷേ ഏതോ 1-2 എണ്ണത്തിൽ സൊല്യൂഷനായിട്ട് വരില്ല. അത് കണ്ടെത്തുക. അതിപ്പോൾ ലൈക്ക് -2, -3 ആണ്. ഇതാണ് അതിൻ്റെ ഉത്തരമായിട്ട് വരിക. അപ്പോൾ എല്ലാ റിയൽ നമ്പേഴ്സും ഏത് പറ്റൂല എന്നുള്ളതിന് മാത്സിൽ മൈനസ് ഇട്ടിട്ട് എഴുതുക ചെയ്യാം. എടാ നമ്മൾ A-B കണ്ടിരുന്നില്ലേ? A-B. അപ്പോൾ ബിയിലുള്ള എലമെൻറ്റ് എയിൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള കംപ്ലീറ്റ് എയിലുള്ള എലമെൻറ്റ്സ് ആണല്ലോ A-B ആയിട്ട് നമ്മൾ എഴുതാറ്. അതേ സെയിം പ്രോസസ്. അതുകൊണ്ട് R- എന്ന് പറഞ്ഞിട്ടാണ് എഴുതുക. അതിലോട്ടൊക്കെ വരാം. ആദ്യം 2 നമ്പർ കണ്ടെത്തുക. അതാണ് ഇൻപുട്ട്. വരാത്തത് ഏതാണെന്ന് നമ്മൾ കണ്ടെത്തുക. വരുന്നത് കണ്ടെത്തൽ എളുപ്പമല്ല. കാരണം ഇപ്പോൾ 500, 1000, 25,000, 50,000, 1,00,000 ഇതൊക്കെ വരുമല്ലോ. അപ്പോൾ വരുന്നതിനെ കണ്ടെത്തിയിട്ട് കാര്യമില്ല. വരാത്തതിനെ കണ്ടെത്തിയിട്ട് പിന്നെ എന്ത് ചെയ്താൽ റിയൽ നമ്പർ ഇതാണ് വരാത്തതെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ അതിന് ടെക്നിക്ക് ഇതാണ്. 2 നമ്പറുകൾ ഗുണിച്ചാൽ 6 പറ. സാറേ ഒരുപാട് സാധ്യത ഉണ്ട്. 1 × 6 6 ആണ്. -1 × -6 അതും 6 ആണ്. എടാ ഗുണിച്ചാൽ +6, കൂട്ടിയാൽ ഞാൻ ഇവിടെ സിമ്പിൾ ഇടാം. ഗുണിച്ചാൽ ആഡ് മൾട്ടിപ്ലൈ. ഗുണിച്ചാൽ 6, 1 × 6 6 ആണ്. -1 × -6 6 ആണ്. അതുപോലെ 2 × 3 6 ആണ്. -2 × -3 അതും 6 ആണ്. അപ്പോൾ ഗുണിച്ചാൽ 6 കിട്ടുന്ന ചാൻസുകൾ ഇത്രയേ ഉള്ളൂ. ഇനി ഇതിൽ ഏത് നമ്പറുകൾ കൂട്ടിയാലാണ് എക്സിൻ്റെ കോഫിഷ്യൻ്റായ 5 കിട്ടുക? എങ്ങനെയാണ്? എക്സിൻ്റെ കോഫിഷ്യൻ്റായ നമ്മുടെ വട്ടട എക്സിൻ്റെ കോഫിഷ്യൻ്റായ 5. അപ്പോൾ ആ 2 നമ്പർ കാണും. ഒരു ഫാൻസിയാണ് ആക്ച്വലി. ഇത് ഒരു മൾട്ടിപ്ലിക്കേഷൻ ഒരു ട്രിക്കാണ് ആക്ച്വലി. അതായത് 2 നമ്പറുകൾ ഗുണിച്ചാൽ 6ഉം അത് കൂട്ടിയാൽ 5 ആണ്. അപ്പോൾ 1 + 6 കൂട്ടിയാൽ 5 അല്ല കിട്ടാം. നമുക്കിവിടെ എഴുതി നോക്കാം. അപ്പോൾ 1 + 6 കൂട്ടിയാൽ 7. അത് പറ്റൂല. 5 തന്നെ വരണം. അപ്പോൾ നമുക്ക് നോക്കാം അതിൽ ഏതാണ്. -1 + -6 എന്താടാ? അത് -7 ആണ്. കാരണം എന്താ പ്ലസും മൈനസും അഡ്ജസ്റ്റൻ്റ് ആയിട്ട് വന്നാൽ മൈനസ്. അപ്പോൾ 2 + 3 എത്രയാടാ? അത് 5 ആണ്. നമുക്ക് 5 ആണ് കിട്ടേണ്ടത്. അപ്പോൾ കറക്റ്റായി. ഇപ്പോൾ -2 + -3 എന്ന് പറഞ്ഞാൽ -5. അപ്പോൾ നമുക്ക് ഓൾറെഡി നമ്മളെ സാധനം കിട്ടിപ്പോയി. കിട്ടിപ്പോയത് 5 ആണ് ഇവിടെ ഉണ്ട്. അപ്പോൾ 2 + 3 5 ആണ്. 2 × 3 എന്താടാ? 6 ആണ്. അപ്പോൾ 2ഉം 3ഉം ആണ് ഇവിടുത്തെ സൊല്യൂഷനായിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നത്. അപ്പോൾ 2 3. അപ്പോൾ നമ്മൾ 2 3. അപ്പോൾ ഇതിങ്ങനെ എഴുതണമെന്ന് അടുത്ത സ്റ്റെപ്പിൽ പറയുന്നത്. ഇപ്പം നമ്മളുടെ f(x) എന്ന് പറയുന്നത് x² + 3x + 2. ന്യൂമറേറ്റർ മെയിൻ ചെയ്യണ്ട കേട്ടോ. ന്യൂമറേറ്റർ തിരിച്ചെഴുതേണ്ട ആവശ്യമില്ല. ഡിനോമിനേറ്റർ മാത്രം എഴുതിയാൽ മതി. ഈ x² + 5x + 6 എഴുതാണ് സാറ്. ഇതാണല്ലോ നമുക്ക് തന്നിട്ടുള്ളത്. ഇതിനെ ഞാൻ മാറ്റി എഴുതുകയാണ്. മുകളിൽ ഒന്നും ചെയ്യേണ്ട. അതെന്താണോ അത് അതുപോലെ കീപ്പ് ചെയ്യുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അടിയിൽ ഇപ്പോൾ 2 നമ്പറുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞ് 2ഉം 3ഉം. അപ്പോൾ എഴുതുന്നത് ശ്രദ്ധിച്ചോട്ടാ. എക്സ് എന്ന് എഴുതാം. 2 പോസിറ്റീവാണ്. അതുകൊണ്ട് +2 എന്ന് എഴുതാം. എക്സ് എന്ന് എഴുതാം. 3 പോസിറ്റീവാണ്. +3 എന്ന് എഴുതാം. ഓക്കെ. ഇനി നമ്മൾ ചിന്തിക്കുക
ഡിനോമിനേറ്റർ എക്സിന് എന്ത് കൊടുത്താലും 0 ആവും. നോക്കി, ഈ എക്സ് -2 ആണെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, എക്സിൻ്റെ സൈൻ -2 ആണെങ്കിൽ -2 + 2 എന്താടാ 0 ആണ്. ഈ എക്സിൻ്റെ സൈൻ -3 ആണെങ്കിൽ -3 + 3 എന്താടാ അതും 0 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ, ഇതിൻ്റെ സൈൻ മാറ്റി ചിന്തിച്ചാൽ മതി. ഇവിടെ എക്സിന് -2 വന്നാൽ ഡിനോമിനേറ്റർ 0, പിന്നെ ഇത് ഇൻറ്റു ആണല്ലോ. അപ്പോൾ ഇവിടെ എന്താണ് -2 അല്ല, ഇവിടെ എത്രയുടെ -3. അപ്പോൾ -2 -3 ആണ് നമുക്ക് ഇവിടെ 0 കിട്ടുക. എങ്ങനെ മനസ്സിലായോ? ഈ എക്സിന് -2 കൊടുത്താൽ -2 + 2 0. അപ്പോൾ ഡിനോമിനേറ്റർ 0 ഇൻറ്റു ഇത് മൊത്തത്തിൽ എന്താവും 0. അതുപോലെ എക്സിന് -3 വന്നാലോ, അതായത് ഇവിടെ എക്സിന് -3 വന്നാൽ എന്താവും ഇതിൻ്റെ ഡിനോമിനേറ്റർ അത് ഇവിടെ വരും. അപ്പോൾ ഓട്ടോമാറ്റിക് ഇത് മൊത്തം 0 ആവും. അപ്പോൾ ഡിനോമിനേറ്റർ 0 ആയി കഴിഞ്ഞാൽ നോട്ട് ഡിഫൈൻഡ് ആവും. മാത്സിൽ ഇപ്പോൾ 0/5 എന്ന് പറഞ്ഞാൽ 0, ഇത് സൊല്യൂഷനാണ്, ഒരു കുഴപ്പമില്ല. അതേസമയം 5/0 വരാൻ പാടില്ല, ഇത് നോട്ട് ഡിഫൈൻഡ് ആണ്, മാത്സിൽ വരാൻ പാടില്ല, ഡിനോമിനേറ്റർ 0 വരാൻ പാടില്ല. അപ്പോൾ നമുക്ക് കിട്ടി സൊല്യൂഷൻ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനൽ റിസൾട്ട് ഓൾ റിയൽ നമ്പർ സൊല്യൂഷനാണ്. 1, 2, 5, 10, 12, 50, 100, 1000. അപ്പോൾ അങ്ങനെ എഴുതുകയാണെങ്കിൽ കണ്ടമാനം എഴുതാനുണ്ട്. അപ്പോൾ അതിനെ ജനറലൈസ് ചെയ്തിട്ട് നമുക്ക് കംപ്ലീറ്റ് നമ്പർ സിസ്റ്റത്തിൽ എന്ത് നമുക്ക് പറയാം, ഓൾ റിയൽ നമ്പർ ഇതിൻ്റെ സൊല്യൂഷനാണ്. ആരൊക്കെ വരില്ല, എക്സെപ്റ്റ് -2 -3. ദാറ്റ് ഈസ് ദ ഫൈനൽ സൊല്യൂഷൻ. R -2, -3 ഇത് രണ്ടും വരാൻ പാടില്ല. ബാക്കി എല്ലാ റിയൽ നമ്പേഴ്സും നമുക്ക് ഇതിൻ്റെ സൊല്യൂഷനാണ്. അതുകൊണ്ട് ഇതിൻ്റെ ഫൈനൽ ആൻസർ നമുക്ക് ഇങ്ങനെയാണ് എഴുതേണ്ടത് എക്സാമിൽ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി ഈ ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. ഈ ക്വസ്റ്റ്യനിലോട്ട് വരുമ്പോൾ ഒരു സിമിലർ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇത് 6 ആണ് കേട്ടോ, ഇത് ടൈപ്പിംഗ് മിസ്റ്റേക്കാണ്. ഇത് 6 ആണ് മക്കളെ. ഓക്കെ, എത്രയായിരുന്നു? അല്ല, അത് 4 തന്നെയാണ് കേട്ടോ. 1 × 4 അത് 4 തന്നെയാണ്. ഓക്കെ, നോ ഇഷ്യൂ. എടാ ഡിനോമിനേറ്ററിലെ നമ്പറിനെ തൂക്കുക. നോക്ക്, x² - 5x + 4. ഇത് കുഴപ്പമില്ല. എടാ രണ്ട് നമ്പറുകളെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 4. അപ്പോൾ നമുക്ക് ലിസ്റ്റ് കിട്ടും. 1 × 4 4, -1 × -4 അതും 4 ആണ്. 2 × 2 4, -2 × -2 അതും 4. ഇങ്ങനെ 4 കേസാണ് 4 വരുന്നത്. ഓക്കെ, 4 കേസുകളാണ് 4 വരുന്നത്. പക്ഷേ ഇതിൽ ഏത് കേസ് കൂട്ടിയാലാണ്, ഇതിപ്പോൾ മൾട്ടിപ്ലൈ ചെയ്താലാണ്, ഗുണിച്ചാലാണ്. ഇനി ആഡ് പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടണം? എക്സിൻ്റെ കോഫിഷ്യൻ്റായ -5 കിട്ടണം. -5 കിട്ടണം. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. 1 + 4 5 കിട്ടുക. 1 + 4 കിട്ടുക 5, അത് നടക്കൂല. -1 + -4 അത് കിട്ടുക -5 കിട്ടി കഴിഞ്ഞു. ഇനി അടുത്തതിലോട്ട് പോകണമെന്നില്ല. 2 + 2 4 ആണ്. -2 + -2 അങ്ങോട്ടൊന്നും പോകണ്ട. അപ്പോൾ ഓൾറെഡി -5 കിട്ടിയല്ലോ. ഇപ്പോൾ ഓൾറെഡി നമുക്ക് -5 കിട്ടിയല്ലോ കൂട്ടിയാൽ. അപ്പോൾ ഗുണിച്ചാൽ 4ഉം. അപ്പോൾ -1 -4. അപ്പോൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇതിനെ എഴുതാം, അങ്ങനെ എഴുതാം. f(x) മുകളിലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അത് അങ്ങനെ തന്നെ എഴുതി വെച്ചാൽ മതി, അത് മാറ്റണ്ട. ഡിനോമിനേറ്റർ മാത്രമേ നമ്മൾ ചെക്ക് ചെയ്യുന്നുള്ളൂ. എക്സ് എന്ന് എഴുതാം. ഒന്ന് -1, രണ്ടാമത്തെ നമ്പർ എന്താടാ -4. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫൈനൽ സൊല്യൂഷൻ കിട്ടി. ഓൾ റിയൽ നമ്പർ എക്സെപ്റ്റ് ആരൊക്കെ വന്നാലോ ഡിനോമിനേറ്റർ 0 ആവുക, 1 വന്നാലും 4 വന്നാലും അല്ലേ. നോക്ക് 1 4 വന്നാലല്ലേ 0. 1 -1 4 -4. അപ്പോൾ ആരൊന്നും വരാൻ പാടില്ല എക്സെപ്റ്റ് 1 4. അല്ലാതെ എല്ലാ റിയൽ നമ്പറുകളും സൊല്യൂഷനാണ്. ഈ രണ്ട് നമ്പറുകൾ ഈ എക്സിന് വന്നാൽ മാത്രമാണ് ഡിനോമിനേറ്റർ 0 ആവുക. അപ്പോൾ ആൻസർ എഴുതുമ്പോൾ എങ്ങനെ എഴുതണം? R1,4. എടാ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഈ രണ്ട് ക്വസ്റ്റ്യൻ നന്നായിട്ട് പഠിച്ചു വെച്ചോ. ഇത് എക്സാമിൽ ഒരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ. എടാ എത്രയേ ഉള്ളൂ ആ ഭാഗം കഴിഞ്ഞു. എടാ ഇനി നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ ഗ്രാഫുകളെ പറ്റിയിട്ടാണ്. നമ്മൾ എന്ത് ചെയ്യുന്നത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകും. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നടാ ഫങ്ഷൻസും അവരുടെ ഗ്രാഫുമാണ്. ഫങ്ഷൻസ് ആൻഡ് ദെയർ ഗ്രാഫ് കേട്ടോ. ഫങ്ഷൻസ് ആൻഡ് ദെയർ ഗ്രാഫ്. എടാ ഇവിടുന്ന് എക്സാമിന് ഷുവറായിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ഓക്കെ, ഈ വരുന്ന മെയിൻ പബ്ലിക് എക്സാമിന് ഈ ടോപ്പിക്കിൽ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിച്ചോ. വളരെ സിമ്പിളാണ്. നമ്മളിനി പഠിക്കാൻ പോകുന്ന ഗ്രാഫുകളെ പഠിക്കാൻ പോവുകയാണ്. കുറച്ച് ഫംഗ്ഷൻസ് ഉണ്ട്, അവരുടെ ഗ്രാഫുകളുണ്ട്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഏതാണെന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഇവിടെ ഫസ്റ്റ് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ. ഇതൊക്കെ നമുക്ക് വലിയ മാച്ച് ദ ഫോളോയിങ് രണ്ട് രീതിയിലാണ് ഇവിടെ ചോദിക്കുക. ഒന്നുകിൽ മോഡുലസ് അല്ലെങ്കിൽ സിഗ്നം വരുന്നേ ഉള്ളൂ കേട്ടോ. അതിൻ്റെ പേരൊക്കെ ഞാൻ പറയുകയാണ്. സിഗ്നം അല്ലെങ്കിൽ മോഡുലസ്, ഇതാണ് എപ്പോഴും എക്സാമിന് ചോദിക്കുകയുള്ളൂ. ഫംഗ്ഷൻ ഗ്രാഫ് വരക്കാനാണെങ്കിൽ. അതല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒന്നാമത്തേന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇതിൻ്റെയൊക്കെ പിക്ചറും അതിൻ്റെ ഇക്വേഷൻസും നോട്ട് ചെയ്താൽ മാത്രം മതി. ഓക്കെ, ഇത് മാച്ച് ദ ഫോളോയിങ്ങിന് ചോദിക്കും. ഫംഗ്ഷൻസിൻ്റെ നെയിം
ഇക്വേഷൻസ്, ഗ്രാഫിൻ്റെ പടം. അത് നമ്മൾ മാച്ച് ചെയ്യുന്ന രീതിയിലൊക്കെ ക്വസ്റ്റ്യൻ വരാറുണ്ട് മുൻ വർഷങ്ങളിൽ. അപ്പോൾ അതൊരു സാധ്യതയാണ്. അങ്ങനെ വന്നാൽ മാത്രമാണ് ഞാൻ ഈ പറയുന്നതൊക്കെ നമുക്ക് വേണ്ടതുള്ളൂ. അപ്പോൾ നോക്കാം. ഫസ്റ്റ് കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ, ഇതിൻ്റെ ഇക്വേഷൻ പഠിക്കുക സിമ്പിളായിട്ട്. ആവശ്യമുള്ളത് മാത്രം പഠിച്ചാൽ മതിടാ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സി എന്നാണ് ജനറലി കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ പറയാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സി, ഒരു നമ്പർ. ഫോർ എക്സാമ്പിൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 3 എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻറ്റ്, ഒരു എക്സാമ്പിളാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടാ. ഇങ്ങനെ 3 എഴുതാം, -1 എഴുതാം, -2 എഴുതാം, വാട്ട് എവർ നമ്പർ നമുക്ക് എഴുതാം. അപ്പോൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസർ വരുന്നത് അങ്ങനെ ഈ പിക്ചർ മാത്രം പഠിച്ചാണ്. ഞാൻ ആവശ്യമുള്ളത് മാത്രമേ ഇതിൽ പറയുന്നുള്ളൂ. കുറേ നിങ്ങൾ പറഞ്ഞ് കൊളാക്കുന്നില്ല കേട്ടോ. ഓക്കെ, റെഡിൽ കൊടുക്കാം. ഇപ്പോൾ 3 എന്ന് പറയുന്നത് ഫംഗ്ഷൻ്റെ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ വൈ ആണ് കേട്ടോ. ആക്ച്വലി ഇത് വൈ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ ചെക്ക് ചെയ്യുന്നത്. അതായത് എക്സും എഫ് ഓഫ് എക്സും, ഇൻപുട്ട് എക്സും എഫ് ഓഫ് എക്സ് വൈ ആക്സിസിൽ നമ്മൾ എഫ് ഓഫ് എക്സും ആയിട്ട് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ എഫ് ഓഫ് എക്സ് 3 എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഇതിൽ വരുന്ന എല്ലാ ഇൻപുട്സ് വന്നാലും, ഇപ്പോൾ -3 വന്നാലും എന്താടാ 6 ആണ്. എല്ലാ നമ്പർ -6 വന്നാലും 3 ആണ്, -5 വന്നാലും 3 ആണ്, -3 വന്നാൽ 3 ആണ്, -3, -2, -1 3 ആണ്, 0 വരുമ്പോൾ 3, 1 വരുമ്പോൾ 3, ഇങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ 3ക്ക് പാരലൽ, ഐ മീൻസ് എക്സ് ആക്സിസിന് പാരലായിട്ടാണ് വരിക. ഇങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇങ്ങനെ വരും നമ്മളുടെ പിക്ചർ 3 ആയതുകൊണ്ട്. സപ്പോസ് 3ക്ക് പകരം 4 ആണെങ്കിൽ എങ്ങനെ വരും? ഇപ്പോൾ നിങ്ങൾ ആലോചിക്കും, ഇപ്പോൾ 3ക്ക് പകരം ഞാൻ 4 ആണ് എടുത്തുള്ളത്, അപ്പോൾ ഇവിടെ വരും. 5 ആണെങ്കിൽ എങ്ങനെ വരുക? പാരലൽ ടു എക്സ് ആക്സിസ്. ഇനി -1 ആണെങ്കിൽ ഇങ്ങനെ വരും, -3 ആണെങ്കിൽ ഇങ്ങനെ വരും. അത്രയേ ഉള്ളൂ ആ ലൈൻ. അപ്പോൾ എക്സ് ആക്സിന് പാരലായിട്ട് വരും. അപ്പോൾ എന്താ ഇവിടെ സാറേ ഞാൻ എന്താ എക്സാമിന് പഠിക്കേണ്ടത്? ഞാൻ പറഞ്ഞുതരാം. എക്സാമിന് നിങ്ങൾ ആകെ പഠിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ എക്സാമിന് ഇതേ വേണ്ടുള്ളൂ കേട്ടോ. ഒരു കുട്ടി അറിഞ്ഞിരിക്കേണ്ടത് കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ എക്സാമിന് വരും. കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ എന്നുള്ള പേരറിയാം. പിന്നെ ഒരു ഇങ്ങനെ വരച്ചിട്ട് ഇതാ ഇങ്ങനൊരു ലൈൻ വരക്കുന്നത്, പാരലൽ ടു എക്സ് ആക്സിന് ഇങ്ങനെ വരക്കണത്. ഇതാണ് നമ്മൾ പഠിക്കേണ്ടത്. പിന്നെ ഇതിൻ്റെ ജനറിക് ഫോം എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സി, ജനറൽ ഫോം. ഇനി എക്സാമ്പിളായിട്ടും വരട്ടോ. നമ്പറൊക്കെ കാണുകയാണെങ്കിൽ നമ്പർ 3യോ അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2 ഒക്കെ വരാം. കൂടുതൽ ചോദിക്കുക എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്, മാച്ച് ദ ഫോളോയിങ് വരികയാണെങ്കിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സി ആണ്. പേര് പഠിക്കുക കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ. ഇതിൻ്റെ ഗ്രാഫ് വരുന്നത് എന്താണ്? എക്സ് ആക്സിന് പാരലായിട്ടാണ് ഇങ്ങനെയാണ് വരിക. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഇത് മൂന്നും കണക്റ്റഡ് ആണ്. ഇത് വരക്കാൻ വേണ്ടി എക്സാമിന് ചോദിക്കില്ല. ഗ്യാരണ്ടി മാച്ച് ദ ഫോളോയിങ്ങിൽ മാത്രമേ വരുള്ളൂ. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രം. അടുത്ത നോടാം, ലീനിയർ. ഇതും മാച്ച് ദ ഫോളോയിങ്ങിലേ വരൂ, ഗ്യാരണ്ടി. ഓക്കെ, ഞാൻ പറഞ്ഞത് നമ്മളെ എക്സ്പീരിയൻസ് കൊണ്ടാണ് സാർ ഇത് പറയുന്നത് കേട്ടോ. എഫ് ഓഫ് എക്സ് ജനറലി AX + B എന്നാണ് പറയാം. ജനറലി ലീനിയർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താടാ? AX + B ആണ്. ഒരു എക്സാമ്പിൾ, ഇതാണ് ജനറൽ ഫോം കിട്ടും. ഇതിനൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ 2x + 3 ഇതൊക്കെ അല്ലേ. ഇതെങ്ങനെ ഇങ്ങനത്തെ ലൈൻ വരച്ചതാ? ഇങ്ങനെ ഒരു ലൈൻ വരും. ചുമ്മാ അതൊന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഇതിൻ്റെ ലൈന് എക്സിലും വൈയിലും ഇതുപോലെ കട്ടാവുന്ന ലൈനുകളാണ് എന്ത്? AX + Bയുടെ ജനറൽ ഫോം. 2x + 3, 2x - 1 ഏതാണെങ്കിലും ഇതുപോലെ എന്ത് കട്ട് ചെയ്യും. അപ്പോൾ ജനറിക്കായിട്ട് നമ്മൾ പഠിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ജനറലായിട്ട് എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നാൽ സാർ എങ്ങനെ അറിയാമെന്ന് വെച്ചാൽ ഇതാ അങ്ങനെ ഒരു XY, എക്സും എഫ് ഓഫ് എക്സും ഉണ്ടാവും. അണ്ട് ഇങ്ങനൊരു ലൈൻ പോയിട്ടുണ്ടാവും. എക്സിലും കട്ടായിട്ടുണ്ടാവും, വൈയിലും കട്ടായിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ വരുന്ന ഗ്രാഫുകളാണ് എന്ത്? ലീനിയർ ഫംഗ്ഷൻ വരിക. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. അതിന് മാത്രം ഇമ്പോർട്ടൻ്റ് ഒന്നുമില്ല. മൂന്നാമത്താണ് ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഗ്രാഫ് വരക്കാനൊന്നുമില്ല. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്, ഇതാണ് അതിൻ്റെ ഇക്വേഷൻ. കാണാതെ പഠിക്കാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്, ദാറ്റ് ഈസ് ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ. എടാ അപ്പോൾ അതിൻ്റെ ഗ്രാഫ് വരുമ്പോൾ എങ്ങനെ വരിക? ഇപ്പോൾ ഞാൻ ഒരു ഗ്രാഫ്, റിയൽ ഗ്രാഫ് തന്നെ വരച്ചിടാം. നിങ്ങൾക്ക് ഇതാ ഇങ്ങനെ വരക്കാം, റിയൽ ഗ്രാഫ് വരക്കാം. ഇത് എക്സും നമ്മളെ എഫ് ഓഫ് എക്സും 2 ലൈനാണുള്ളത്. ഇപ്പോൾ -3, -2, -1, 0, 1, 2, 3 നമുക്ക് എത്ര വേണമെങ്കിലും എടുക്കട്ടോ. ഞാൻ ചുമ്മാ കുറച്ച് നമ്പർ എടുത്തെന്ന് മാത്രം. -3, -2, -3 നമ്മൾ സാധാരണ ഗ്രാഫ് വരക്കുന്ന രീതി. എടാ എഫ് ഓഫ് എക്സ് എന്താ? എക്സാ. ഇതാണല്ലോ നമ്മുടെ ഇക്വേഷൻ. ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് ആണല്ലോ. ഇപ്പോൾ ഇവിടെ ഞാൻ എഫ് ഓഫ് -3 കൊടുക്കുകയാണ്. എക്സിൻ്റെ സ്ഥാനത്ത് ഇവിടെ എന്താവും? എഗെയിൻ -3 ആവും. മനസ്സിലായില്ല? എഫ് ഓഫ് എക്സ് എക്സ് ആണെങ്കിൽ എക്സിന് നമ്മൾ -3 കൊടുത്താൽ അതേ സാധനം തന്നെ വരും. ഇവിടെയും -3, -2 കൊടുത്താൽ എന്ത് കിട്ടും? -2, -1, 0 കൊടുത്താൽ 0, 1 കൊടുത്താൽ 1, 2 കൊടുത്താൽ 2, 3. എടാ ഇതെങ്ങനെ മാർക്ക് ചെയ്യാം? -3 ഇതാണ് എക്സ്, ഇതാണ് നമ്മൾ എഫ് ഓഫ് എക്സ് ആയിട്ട് എടുക്കുന്നത്. -3 ആണെങ്കിൽ -3 തന്നെ എവിടെ വരിക? ഇവിടെ വരും പോയിന്റ്. -2 ആണെങ്കിൽ -2, -1 ആണെങ്കിൽ -1, 0, 0 എന്ന് പറഞ്ഞാൽ ഒറിജിനിൽ വരുന്നതാണ്. 1, 1, 2, 2, 3, 3 ഇതാണ് നമുക്ക് കിട്ടുക. ഞാൻ സൂം ചെയ്യാം.
ഓക്കെ, ഇതിനിങ്ങനെ ചേർത്ത് വരച്ച് കഴിഞ്ഞാൽ ഒറിജിനിലൂടെ ഇങ്ങനെ കട്ടാവുന്ന ഒരു ലൈൻ കിട്ടും. ഒറിജിനിലൂടെ കട്ടാവുന്ന ലൈൻ കിട്ടും. ഇതാണ് ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ്റെ ഗ്രാഫ്. ഇത്ര വളരെ സിമ്പിളാണ് കേട്ടോ. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് നോട്ട് ചെയ്യേണ്ടത്? എന്തൊക്കെയാണ് ഇതിൽ നോട്ട് ചെയ്യേണ്ടത്? ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ എന്നുള്ള പേര് നോട്ട് ചെയ്യണം. f(x) എന്നുള്ളത് കാണാപാഠം പഠിക്കുക. ഗ്രാഫ് 2D വരച്ച് കഴിഞ്ഞാൽ ഒറിജിനിലൂടെ പോകുന്ന ഗ്രാഫ്. ഇത് എന്തിനാണ് ആവശ്യം വരിക? മാച്ച് ദ ഫോളോയിങ്ങിന് മാത്രമേ ആവശ്യം വരൂ. അല്ലാതെ നിങ്ങൾ ഡ്രോ ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ ഗ്രാഫ് എന്നൊന്നും എക്സാമിന് ചോദിക്കുകയില്ല, ഇതുവരെ ചോദിച്ചിട്ടില്ല കേട്ടോ. മാച്ച് ദ ഫോളോയിങ്ങിന് ആവശ്യം വരും. ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ f(x) ഒരാൾ എന്ത് ഇൻപുട്ട് കൊടുത്താലും അത് തന്നെ, ദാറ്റ് ഈസ് ഐഡൻറ്റിറ്റി. എന്ത് ഇൻപുട്ട് കൊടുത്താലും അത് തന്നെ വരും, ദാറ്റ് ഈസ് ഐഡൻറ്റിറ്റി. അതിനാണ് f(x) എന്ന് പറയുന്നത്. ഗ്രാഫ് വരിക ഒറിജിനിലൂടെ 0 അങ്ങനെ കട്ട് ചെയ്ത് പോകുന്നതാണ്. ഒറിജിനിലൂടെ കട്ട് ചെയ്ത് പോകുന്നതാണ് നമ്മൾ എന്ത് വരിക? ഗ്രാഫ് വരിക കേട്ടോ. അത്രയും പഠിച്ചാൽ മതി വിട്ടേക്ക്. നെക്സ്റ്റ് പോളിനോമിയൽ. പോളിനോമിയൽ കാര്യമായിട്ട് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പോളിനോമിയൽ കുറേ പോളിനോമിയൽ ഉണ്ട്. ഫസ്റ്റ് ഡിഗ്രി, സെക്കൻഡ് ഡിഗ്രി, തേർഡ് ഡിഗ്രി, ഫോർത്ത് ഡിഗ്രി, എനി ഡിഗ്രി. അപ്പോൾ ജനറലി പോളിനോമിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജനറൽ ഫോം പഠിച്ചു വെച്ചോ കേട്ടോ. f(x) ഇപ്പോൾ a0 പ്ലസ് a1x പ്ലസ് a2x² പ്ലസ് a3x³ ഇങ്ങനെ പോകും. a(x)n. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി, വലിയ കാര്യമൊന്നുമില്ല. ഇതിൻ്റെ ഉള്ളിലുള്ള വരുന്നതാണ് ഫസ്റ്റത്താണ് ക്വാഡ്രാറ്റിക്. പോളിനോമിയലിൻ്റെ ഉള്ളിൽ വരുന്നതാണ് എന്ത്? ക്വാഡ്രാറ്റിക്. ദാറ്റ് ഈസ് f(x) x². സെക്കൻഡ് എക്സിൻ്റെ പവർ 2 ഉള്ളത് ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതിയടാ. എക്സിൻ്റെ പവർ 2 ഉള്ളതിൻ്റെ ഗ്രാഫ് വരിക ഇങ്ങനെയാണ്. എങ്ങനെ? എന്താ ഇങ്ങനെ വരും. ഇങ്ങനെയാണ് സെക്കൻഡ് ഡിഗ്രിയുടെ f(x²) വരിക. അങ്ങനെ സാർ എങ്ങനെ വന്ന്? എടാ ആക്ച്വലി നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടൂല. പറഞ്ഞാൽ മനസ്സിലായില്ല അല്ലേ? നോക്കാം, കാണിച്ചു തരാം. ഇതും അത്ര ആവശ്യമില്ല കേട്ടോ. ഞാൻ എന്നാൽ ജസ്റ്റ് പറഞ്ഞു പോകുന്നത് മാത്രമേ ഉള്ളൂ. മാച്ച് ദ ഫോളോയിങ്ങിന് വരുമ്പോഴാണ് ഇത് ആവശ്യമുള്ളൂ. -2, -1, 0, 1, 2 മതി. -2 ആണെങ്കിൽ f(x) എന്ന് പറഞ്ഞാൽ x² ആണല്ലോ. അപ്പോൾ f(-2) എന്ത് കിട്ടൂടാ? 4 കിട്ടും. 4, 1, 0, 1, 4. എടാ -2 ആകുമ്പോൾ 4 ആണ്. അപ്പോൾ ഈ പിക്ചർ നമ്മൾ വായിച്ചു കളഞ്ഞാൽ -2 ആകുമ്പോൾ 4, അപ്പോൾ ഇവിടെ കിട്ടും. ഇനി -1 ആണെങ്കിൽ 1, അത് ഇവിടെ കിട്ടും. 0 ആകുമ്പോൾ 0, 1 ആകുമ്പോൾ 1, 1 ആകുമ്പോൾ 1, 2 ആകുമ്പോൾ 4. അപ്പം നിങ്ങൾ വിചാരിക്കും ഇത് വരക്കുമ്പോൾ സാർ ഇത് ഇങ്ങനെയല്ലേ കിട്ടുക? ഇങ്ങനെയല്ലേ കിട്ടുക? അല്ല. കാരണം ഇതിൻ്റെ ഇൻബിറ്റ്വീനിൽ എന്തുണ്ട്? ഒരുപാട് റിയൽ നമ്പേഴ്സ് ഉണ്ട്. ഇതിൻ്റെ ഇൻബിറ്റ്വീനിൽ -2നും -1നും ഇൻബിറ്റ്വീനിൽ ഒരുപാട് ചെറിയ നമ്പേഴ്സ് ഉണ്ട്. 0ക്കും 1നും ഇൻബിറ്റ്വീനിൽ കുറേ നമ്പേഴ്സ് ഉണ്ട്. 0ക്കും 2നും ഇൻബിറ്റ്വീൻ കുറേ നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ആ നമ്പറുകളൊക്കെ നമ്മൾ കൊടുക്കുന്നില്ല നിലവിൽ. അങ്ങനെ കൊടുക്കുമ്പോൾ സപ്പോസ് നമ്മൾ അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കുക അതൊക്കെ വരിക ഇങ്ങനെ അടുത്തടുത്ത് ഇങ്ങനെ വരിക. ഇങ്ങനെ അടുത്തടുത്താണ് വരിക. ആക്ച്വലി ഇതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വരിക കേട്ടോ. ഇങ്ങനെയാണ് ഇതിൻ്റെ ഷേപ്പ് വരിക. ഓക്കെ, വി അല്ല, ഇങ്ങനെ ഒരു കർവിക്കായിട്ടുള്ള ഒരു പരാബോള ലെവലിലാണ് എന്ത് ചെയ്യുക അതിൻ്റെ ഷേപ്പ് വരിക. ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. f(x) x². അല്ലാണ്ട് വേറെ കാര്യമൊന്നുമില്ല, നിർബന്ധമൊന്നുമില്ല. ജസ്റ്റ് അറിഞ്ഞിരിക്കാം. ഇനി ഇതിൽ നിന്ന് സാറേ എന്താണ് മെയിൻ ക്വസ്റ്റ്യൻ? ഇതാ ഈ സെക്കൻഡ് ഡിഗ്രിയിൽ നിന്ന് വന്നൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. സെക്കൻഡ് ഡിഗ്രി ക്വസ്റ്റ്യൻ നോക്കി വെക്കടാ. f(x) തന്നിട്ടുണ്ട് x² + 3. ഫൈൻഡ് f(-1) ആൻഡ് f(2). ഡ്രോ ദ ഗ്രാഫ് ഓഫ് ഫംഗ്ഷൻ. ഗ്രാഫും വരക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ എല്ലാവരും ഒന്ന് റീഡ് ചെയ്യും. ഇത് പ്രീവിയസ് ഇയറിന് വന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇത് ഓൾറെഡി പ്രീവിയസ് ഇയറിന് വന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഫസ്റ്റ് f(x) എന്താണെന്ന് എഴുതിയെടുക്കാം. f(x) എന്ന് പറഞ്ഞാൽ x² + 3. ഇതാണ് നമ്മൾ f(-1) f(2). ഇത് നമ്മൾ 10ാം ക്ലാസ്സിൽ പോളിനോമിയൽ കണ്ട പോലെ കാണാം. f(-1) -1 എക്സിന് -1 കൊടുക്കുക, അത്രേ ഉള്ളൂ. എടാ -1 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ -1 × -1 ആണ്, 1 ആണ്. സോ 1 + 3 ആൻസർ എന്ത് കിട്ടും? 4 കിട്ടും. ഓക്കെ, ഇനി അതേപോലെ തന്നെ f(2) കാണാൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ f(2) കാണാം. ദാറ്റ് ഈസ് 2² + 3. 2² എന്ന് പറഞ്ഞാൽ 4 ആണ്. 4 + 3 എത്ര കിട്ടും? 7 കിട്ടും. അതൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇനി അതിലുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഗ്രാഫ് വരക്കാൻ വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് അല്ലേ? നമ്മളോട് ഗ്രാഫ് വരക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്ത്? ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദി ഫംഗ്ഷൻ. നമ്മൾ ആ x² + 3യുടെ ഗ്രാഫ് വരക്കുക എന്നുള്ളതാണ്. എടാ ഇതിൽ നമ്മൾ എന്ത് ചെയ്യാന്ന് അറിയാം? ബോക്സ് എടുക്കുക, എക്സും f(x). നമുക്ക് പറഞ്ഞിട്ടുണ്ട് ഡൗട്ട് എന്താ സാറേ ഇൻപുട്ട് ഇഷ്ടമുള്ളത് കൊടുത്തോ?
നിങ്ങൾക്ക് -3 -2 മുതലൊക്കെ പിടിക്കാം. സാധാരണ ഒരു -3 മുതൽ എടുക്കുന്നതാണ് നല്ലത്. -2 -1 0 1 2 3. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കും -4 എന്ന് എടുക്കട്ടെ സാറേ, എടുത്തോ, എന്നാൽ -1 നിന്ന് എടുക്കട്ടെ, അങ്ങനെ പാടില്ല. കുറച്ചൊരു വലിപ്പം വേണ്ട ഗ്രാഫ്. ഒരു -3 ഒക്കെ മിനിമം എടുക്കുക എപ്പോഴും. -3 ഒക്കെ ഫിക്സ് ചെയ്ത് വെക്കുക. -3 -2 -1 0 1 2 3 ബാലൻസ് ചെയ്യാം. ഇനി -3 സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? നമ്മളുടെ ഫംഗ്ഷൻ f of x = x² + 3 ആണ്. സോ f of -3 എന്ന് പറഞ്ഞാൽ എന്താ കിട്ടുക? -3² + 3. -3² 9. 9 + 3 എത്രയാണ് കിട്ടുക? 12. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുക 12. ഇതേപോലെ കംപ്ലീറ്റ് ഫില്ല് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുക 7 ആണ്. നിങ്ങൾ ചെക്ക് ചെയ്തോട്ടെ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. 3 കിട്ടും, 4 കിട്ടും, അഗൈൻ 7 കിട്ടും, 12 കിട്ടും. ഇങ്ങനെയാണ് നിങ്ങൾക്ക് എക്സും f of x കിട്ടുക. അതിനുശേഷം നോർമൽ നമ്മളുടെ 2D ലൈൻ വരയ്ക്കുക. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ നമ്പറുകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. -3 -2 -1 3 വരെ ഉള്ളൂ. 12 വരെ നമ്പറുകളുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ലെവൽ വേണം നിങ്ങൾ എടുക്കേണ്ടത് കേട്ടോ. 12 വരെയുള്ള ലെവലിലുള്ള പിക്ചർ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, നിങ്ങൾ എടുക്കാൻ. അപ്പോൾ പോസിറ്റീവ് നമ്പറുകളല്ലേ ഉള്ളൂ. ഇതിലെല്ലാം പോസിറ്റീവ്. നിങ്ങൾ നോക്കൂ, എല്ലാം പോസിറ്റീവ് നമ്പറുകളാണ്. അപ്പോൾ എന്ത് ചെയ്താൽ മതി, ഈ ഇങ്ങോട്ട് അധികം എടുക്കുന്ന അതായത് ഇങ്ങോട്ട് വരക്കാം. ഇങ്ങനെ വരക്കാം അല്ലേ. ഓക്കെ, നമ്പേഴ്സ് കൊടുക്കുകയാണ്. -0 1 2 3 -1 -2 -3. ഇവിടെ മുകളിലോട്ട് ചെറുതാക്കിയിട്ടല്ല, ഇതേ അളവിൽ തന്നെ കൊടുക്കണം സാർ. ഇപ്പോൾ തൽക്കാലം ചെറുതാക്കിയിട്ട് 1 2 3 4 5 6 7 8 എല്ലാം 1 സെൻറ്റിമീറ്റർ എടുത്തിട്ട് നിങ്ങൾ വരച്ചാൽ മതി. 12 കേട്ടോ, അഡ്ജസ്റ്റ്മെൻറ്റിനെ കണ്ട് വരച്ചിരിക്കുകയാണ്. ഓരോ സെൻറ്റിമീറ്റർ ഗ്യാപ്പിട്ട് നിങ്ങൾ വരച്ചാൽ, നിങ്ങൾ വരക്കുമ്പോൾ കറക്റ്റ് ഓരോ സെൻറ്റിമീറ്റർ ഗ്യാപ്പിട്ട് അടിമുകളിലും വരക്കാക്കാൻ നിങ്ങൾക്ക് അറിയുന്നല്ലേ. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, കണക്ട് ചെയ്യാനാണ് ശ്രദ്ധിക്കേണ്ടത്. -3 ആകുമ്പോൾ എന്താ 12. ഇത് എക്സ് ആയിട്ടും ഇത് f of x ആയിട്ട്. അപ്പം -3 ആകുമ്പോൾ 12. അപ്പം -3 ആണെങ്കിൽ നേരെ 12 ഇതാ ഇവിടെ മാർക്ക് ചെയ്യാം. -2 ആകുമ്പോൾ കിട്ടുന്നത് എന്താണ്? 7 ആണ്. അടുത്തത് -1 ആകുമ്പോൾ കിട്ടുന്നത് എത്രയാടാ? 4 ആണ്. 0 ആകുമ്പോൾ എന്താടാ? 0 തന്നെയാണ് അല്ലേ. 0 ആകുമ്പോൾ 3 ആണ് അല്ലേ. 0 ആകുമ്പോൾ മിനിമം 3 ഉണ്ടല്ലോ. 0 ആകുമ്പോൾ 3. 1 ആകുമ്പോൾ ഇതേപോലെ റിപ്പീറ്റ് ചെയ്യും. 4. 2 ആകുമ്പോൾ നേരെ റിപ്പീറ്റ് ചെയ്യും. 3 ആകുമ്പോൾ നേരെ എന്ത് ചെയ്യടാ? 12. എടാ എങ്ങനെയാണ് കിട്ടുക? എടാ ഇത് വരക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ചില ആളുകൾ ഇത് എങ്ങനെ വരക്കുന്ന അറിയോ? ഒരു കാര്യം ചെയ്യും, ഇങ്ങനെ V ആയിട്ടുണ്ട് വരക്കാനൊക്കെ തോന്നും. പക്ഷെ ഇത് V അല്ലടാ. സെക്കൻഡ് ഡിഗ്രി ഫങ്ഷൻസ് എല്ലാം ഇപ്പോഴും ഒരു കർവിക്ക് ഷേപ്പാണ്. സെക്കൻഡ് ഡിഗ്രി ഷേപ്പുകൾ എപ്പോഴും ഇങ്ങനെ ഒരു കർവ് ഷേപ്പാണ്. അതുകൊണ്ട് നിങ്ങളിത് വരക്കുമ്പോൾ എന്ത് ചെയ്യണം? ആ ഒരു കർവ് മനസ്സിൽ വെച്ചും കൊണ്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, നിങ്ങൾ ഗ്രാഫ് വരക്കാൻ കേട്ടോ. ഒറ്റ വട്ടം വരച്ചാൽ മതി സാർ. 2 വട്ടമായിട്ട് വരച്ചാണ്, ഒറ്റ വട്ടമായിട്ട് വരച്ചാൽ മതി കേട്ടോ. ഒരു കർവ് ടൈപ്പിൽ ഇങ്ങോട്ട് വരച്ചു കൊടുത്താൽ മതി കേട്ടോ. കർവ് ടൈപ്പിൽ വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. കറക്റ്റ് സെൻറ്റിമീറ്റർ ഒക്കെ കറക്റ്റ് ആക്കുക. ഇവിടെ എടുത്ത് അതേ സെൻറ്റിമീറ്റർ ഗ്യാപ്പിന് ഇവിടെ എടുക്കുക കേട്ടോ. അപ്പോൾ അതങ്ങനെ എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് കിട്ടും. ഇനി നമ്പറുകളുടെ ലെങ്ത്ത് കൂടുതലാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 1 സെൻറ്റിമീറ്ററിന് പകരം 0.5 എടുത്താലും മതി. 0.5 എടുക്കുക അകലം. ഇതാ അപൂർവങ്ങളിലേ വരുള്ളൂ ഇതൊക്കെ കേട്ടോ. വന്നു കഴിഞ്ഞാൽ അതല്ല, നിങ്ങൾക്ക് ഷീറ്റിൽ നിങ്ങൾ 1 സെൻറ്റിമീറ്റർ എടുത്തോ, റിസ്ക് എടുക്കണ്ട. ഓരോ സെൻറ്റിമീറ്റർ ഇവിടെ 1 സെൻറ്റിമീറ്റർ ഇങ്ങോട്ട് എല്ലാം ഓരോ സെൻറ്റിമീറ്റർ എടുത്തിട്ട് തന്നെ നിങ്ങൾ വരച്ചോ. ഓക്കെ, അതാണ് നല്ലത്. നെക്സ്റ്റ് റാഷണൽ ഫംഗ്ഷൻസ്. എടാ റാഷണൽ ഫംഗ്ഷൻസ് ഒക്കെ ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. ഇതിൻ്റെ പിക്ചർ അറിഞ്ഞിരിക്കണം കേട്ടോ. കാരണം ഇത് മാച്ച് ദ ഫോളോവിങ്സിന് മാത്രമേ വരുള്ളൂ. കേട്ടോ. നമ്മൾ വൃത്തിയിൽ പഠിക്കണം. ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ വൃത്തിയിൽ പഠിച്ചില്ലെങ്കിൽ നമുക്ക് പണി കിട്ടും കേട്ടോ. f of x എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ, നോർമലി ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറലി p of x by q of x അല്ലെങ്കിൽ g of x എന്ത് വേണമെങ്കിലും എഴുതാം കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ q of x എന്നാണ് കൊടുക്കുന്നത് മാത്രം. എടാ മുകളിലും താഴെയും ഫംഗ്ഷൻ വരിക. ഫോർ എക്സാമ്പിൾ 2x + 3, താഴെ 5x + 2, ഇങ്ങനെ വരിക. മുകളിലും താഴെയും എന്ത് ചെയ്യുക? ഫംഗ്ഷൻസ് വരിക. അതിനെ റാഷണൽ നമ്പർ എന്ന് പറയും. ഫംഗ്ഷൻ ആയതുകൊണ്ട് നമ്മൾ എന്ത് വിളിക്കും? റാഷണൽ ഫംഗ്ഷൻ എന്ന് വിളിക്കും. ഇവിടെ നിങ്ങൾ റാഷണൽ ഫംഗ്ഷൻ വരക്കാനും പിടിക്കാനൊന്നും പഠിക്കണ്ട. ഇതിൻ്റെ ജനറലി നിങ്ങളൊന്ന് പഠിച്ചു വെച്ചാൽ മതി. ഇത് മാച്ച് ദ ഫോളോയിങ്ങിലെ വരുതാ. ഇതിൻ്റെ ജനറലി ഇങ്ങനെ വരാം. ഇങ്ങനെയാണ് വരിക.
ഇവിടുന്ന് ഇങ്ങനെ തൊട്ട് എന്ന് പറഞ്ഞ പോലെ തൊട്ടില്ല അതങ്ങനെ ഇങ്ങോട്ട് വരും. ഇതൊന്ന് പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. ഈ പിക്ചർ ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. ഇത് എക്സാമിന് ഓർത്തിരിക്കുക. റാഷണൽ ഫംഗ്ഷൻ എക്സാമിന് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ പിക്ചർ ഇങ്ങനെയാണെന്നുള്ളതൊന്ന് ഓർത്തിരിക്കാം. A/5 ഫോമിൽ എങ്ങനെ വരച്ചാൽ ഇങ്ങനെ വരാം. ജനറലി ഇങ്ങനെയാണ് കേട്ടോ ജനറൽ ഫോം. ജനറൽ ഫോം മാത്രമേ നമുക്ക് വരുള്ളൂ, അല്ലാണ്ട് ഒരു റാഷണൽ ഫംഗ്ഷൻ വരക്കാനൊന്നും ക്വസ്റ്റ്യനൊന്നും ഇല്ല. ജനറൽ ഫോം നമുക്ക് അറിഞ്ഞിരുന്നാൽ മാത്രമേ മതി. മാച്ച് ദ ഫോളോയിങ്ങിനാണ്. ഇപ്പോൾ റാഷണൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ P(x/Q) ആണ്. ഓക്കെ, റാഷണൽ നമ്പർ എഴുതുന്ന പോലെ തന്നെ ഫംഗ്ഷൻ എഴുതാം. അതിൻ്റെ ഗ്രാഫ് ഇങ്ങനെയാണ് വരിക എന്ന് എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അത്രേ ആവശ്യമുള്ളൂ. പിന്നെ നെക്സ്റ്റ് ആണ് റെസിപ്രോക്കൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ. റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ 1/x ആണ്. റെസിപ്രോക്കൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 1/x ഫംഗ്ഷനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിൻ്റെ റെസിപ്രോക്കൽ ഫംഗ്ഷൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കേടാ, അതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലൊക്കെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് 1/x കേട്ടോ, ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കുക. f(x) = 1/x കേട്ടോ, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതിയടാ. ഞാൻ പറഞ്ഞില്ലേ ചില സാധനങ്ങളൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല ഇതിൽ, പക്ഷേ ഇത് നമ്മളൊരു ഓർഡറിൽ നമ്മൾ എന്ത് ചെയ്യണം, എല്ലാ ഫംഗ്ഷൻസുകളും നമ്മളൊന്ന് അറിഞ്ഞിരിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും കേട്ടോ. ഈ 1/xൻ്റെ ഗ്രാഫാണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ. ഈ 1/xൻ്റെ ഗ്രാഫാണ് ഇപ്പോൾ നേരത്തെ നമ്മൾ വരച്ച ഗ്രാഫ്. അപ്പോൾ സാർ ഇതെന്താ എടാ, ഇതും A/B ഫോർമാറ്റിലുള്ള ഫംഗ്ഷൻ അല്ലേ ഇത്, അല്ലേ? റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ 1/x ആണ്. ഈ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 2ൻ്റെ റെസിപ്രോക്കൽ എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1/2, 3യുടെ റെസിപ്രോക്കൽ എത്രയെന്ന് ചോദിച്ചാൽ 1/3 കേട്ടോ. അപ്പോൾ അതിൻ്റെ ഗ്രാഫ് ഇങ്ങനെ തന്നെയാണ് വരിക കേട്ടോ. ഓക്കെ, ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, നെക്സ്റ്റ് മോഡുലസ് ഫംഗ്ഷൻ. എടാ, ഇതാണ് എക്സാമിന് സാധാരണ ഗ്രാഫ് വരക്കാനായിട്ട് ചോദിക്കുന്നത്. ഡ്രോ ദി ഗ്രാഫ് ഓഫ് മോഡുലസ് ഫംഗ്ഷൻ. ഇത് പഠിക്കണം നമ്മൾ. മോഡുലസ് ഫംഗ്ഷൻ്റെ ഗ്രാഫ് വരക്കാൻ ചോദിക്കും. ഇപ്പോൾ തന്നെ വളരെ സിമ്പിൾ, എല്ലാവർക്കും വരക്കാൻ പറ്റുന്നത്. എടാ, f(x) എന്ന് പറഞ്ഞാൽ മോഡ് എക്സ്. ഇത് എക്സാമിന് പ്രീവിയസ് ഇയർ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. സാർ ഇവിടെ ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതിത്തരാം. ക്വസ്റ്റ്യൻ എഴുതിക്കോ മക്കളെ. ഡ്രോ ദി ഗ്രാഫ് ഓഫ് മോഡുലസ് ഫംഗ്ഷൻ. ഇതങ്ങനെ തന്നെ എഴുതുക. ഡ്രോ ദി ഗ്രാഫ് ഓഫ് മോഡുലസ് ഫംഗ്ഷൻ കേട്ടോ. 3 മാർക്കിനുണ്ട്. ഡ്രോ ദി ഗ്രാഫ് ഓഫ് മോഡുലസ് ഫംഗ്ഷൻ. ഇത് എക്സാമിന് ചോദിക്കുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യുക, ഇക്വേഷൻ എഴുതാം. f(x) = mod x. എടാ, മോഡ് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം, പറ. mod x എന്ന് പറഞ്ഞപ്പോൾ മോഡ് 2, മോഡുലസ് 2 ആണ്. മോഡ് -2 എന്താടാ, അതും 2 ആണ്. വാട്ട് ഈസ് ദ മീനിങ് മോഡ്? എടാ, ഏത് നമ്പർ ആണെങ്കിലും അതിനെ പോസിറ്റീവ് ആക്കാൻ വേണ്ടി, പോസിറ്റീവ് ആവട്ടെ നെഗറ്റീവ് ആവട്ടെ, അത് പോസിറ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, നെഗറ്റീവ് ആവട്ടെ പോസിറ്റീവ് ആവട്ടെ, പോസിറ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, മോഡുലസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മോഡുലസ് ഫംഗ്ഷൻ നിങ്ങൾക്ക് എന്താണെന്നുള്ളത് മനസ്സിലാവും അല്ലേ? വളരെ ഈസി അല്ലേ? മനസ്സിലായില്ലേ? ഓക്കേടാ. അപ്പോൾ അതേപോലെ അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുക, ഒരു ബോക്സ് വരക്കാം. ബോക്സ് വരക്കാം. എക്സ് f(x). എപ്പോഴും നമ്മൾ നമ്പർ എടുക്കാറ് -3 ആണല്ലേ? അതിൽ തന്നെ എടുത്തോ. -3, -2, -1, 0, 1, 2, 3. ഓക്കെ, -3 ആണെങ്കിൽ മോഡുലസ് അപ്ലൈ ചെയ്താൽ എന്താ വരിക? മോഡ് -3 എന്താ? 3. എടാ, എല്ലാം പോസിറ്റീവ് ആക്കി എഴുതിയാൽ മതി. 0 ആകുമ്പോൾ 0 തന്നെ, 1 ആകുമ്പോൾ 1, 2 ആകുമ്പോൾ 2, 3 ആകുമ്പോൾ 3. നെഗറ്റീവ് ഒക്കെ പോസിറ്റീവ് ആക്കാനാണ് എന്ത് ചെയ്യുന്നത്? ഈ നെഗറ്റീവ് നമ്പറുകളൊക്കെ പോസിറ്റീവ് ആവും. പോസിറ്റീവ് ഓൾറെഡി പോസിറ്റീവ് ആവും. നെഗറ്റീവ് ഒക്കെ പോസിറ്റീവ് ആവും. 0 പിന്നെ 0 തന്നെ, പോസിറ്റീവും പോസിറ്റീവും ആവും. ഇതിനാണ് നമ്മൾ മോഡുലസ് ഫംഗ്ഷൻ എന്ന് പറയാം. അത് നേരെ നമ്മളിവിടെ കൊടുക്കാം. എന്താ ഈ ഗ്രാഫിൽ കൊടുത്തു. -3 എക്സിൽ -3 ഇതല്ലേ, അപ്പോൾ വൈയിൽ -3 ആവും. -2 ആകുമ്പോൾ 2, -1 ആകുമ്പോൾ 1, 0 ആകുമ്പോൾ 0, 1, 1, 2, 2, 3, 3. ഇങ്ങനെ മാർക്ക് ചെയ്ത് സാറേ മനസ്സിലായില്ല? നോക്ക്. എടാ, ആദ്യം -3, നമ്മൾ ഗ്രാഫ് ഇവിടെ -3 ആകുമ്പോൾ 3 ആണ്. എടാ, എക്സിലാണ് -3, ഫംഗ്ഷൻ 3. അപ്പോൾ -3, 3 ഇവിടെ നേരെ പിടിക്കുക. അതാണ് -3. ഇതാണ് എക്സിൽ -3. വൈയിൽ f(x)ൽ 3 ഏതാണ്? ഇതാണ് അല്ലേ? അപ്പോൾ രണ്ടും പാടെ കൂട്ടിയിടിക്കുന്ന ആൾ ഇതിങ്ങനെ പോവുക. അത് നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. ഇങ്ങനെ കൂട്ടിയിടിക്കുന്ന ബിന്ദു ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോകുക, ഇവിടുന്ന് ഇങ്ങോട്ട് വരിക. അപ്പോൾ രണ്ടാളും കൂട്ടിയിടിക്കുന്ന പോയിന്റ്, ആ കൂട്ടിയിടിക്കുന്ന പോയിന്റ് മാത്രം മാർക്ക് ചെയ്താൽ മതി. അതുപോലെ -2 ആണെങ്കിൽ ഇതാ ഇവിടുന്ന് -2, 2 ആണല്ലോ. അപ്പോൾ -2 എങ്ങനെ വരും? ഇവിടുന്ന് ഇങ്ങോട്ട് വരും. ഇതാണ് കൂട്ടിയിടിക്കുന്ന പോയിന്റ്. അപ്പോൾ കൂട്ടിയിടിക്കുന്ന പോയിന്റ് മാത്രം മാർക്ക് ചെയ്താൽ മതി. -1, 1, 0, 0, 1, 1, 2, 2, 3, 3. എന്നിട്ട് നേരെ എന്ത് ചെയ്താൽ മതി? എന്നിട്ട് വരച്ചാൽ മതി കേട്ടോ. അത് നേരെ എന്ത് ചെയ്യുക,
ഇതിനെ വി ഗ്രാഫ് എന്നൊക്കെ അറിയപ്പെടും കേട്ടോ. എക്സാമിന് വന്നു കഴിഞ്ഞാൽ ഓർക്കുക, വി ഗ്രാഫ് വന്ന് എന്നൊക്കെ പറയും ചില ആളുകൾ. കാരണം മോഡുലസ് വരികയാണെങ്കിൽ വി ഗ്രാഫ് വന്ന് എന്നൊക്കെ വേണമെങ്കിൽ പഠിച്ചു വെക്കാം. വി മോഡക്സ് വി എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ പറഞ്ഞത്. മൈനസ് മോഡക്സ് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുണ്ട് ഗ്രാഫ് വരക്കാൻ. ഈ വരച്ചത് നേരെ തലതിരിയും, വേറെ ഒന്നുമില്ല. എങ്ങനെ സാറേ? ആടാ നേരെ തലതിരിയും. നോക്ക് എക്സ് എഫ് ഓഫ് എക്സ് നേരത്തെ പോലെ തന്നെ -3 -2 -1 0 1 2 3. ഓക്കെ. സോ എഫ് ഓഫ് എക്സ് ഈക്വൽ മൈനസ് മോഡ് എക്സ്. നമ്മൾ നേരത്തെ വരച്ച ഗ്രാഫില്ല, അതിൻ്റെ ഇങ്ങനെ വരും. ഇങ്ങനെയാണ് ഗ്രാഫ് വരാം, നേരെ തിരിഞ്ഞ് വരാം. എന്നാലൊന്ന് വരക്കാം. സോ ഫസ്റ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു, ഇപ്പോൾ -3 ആണെങ്കിൽ മൈനസ് ഓഫ് മോഡ് -3. അപ്പോൾ മൈനസ് ഓഫ് മോഡ് -3 എന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ 3 ആണ്. അപ്പോൾ ആൻസർ കിട്ടുക -3 ആണ്. അപ്പോൾ അത് ഒബ്വിയസ്ലി കിട്ടുക -2 ആണ്. -1 ആണ്. 0 0 ആണ്. 1 കാണുമ്പോൾ അതൊന്ന് കാണാം, പോസിറ്റീവ് കാണുമ്പോൾ എഫ് ഓഫ് 1 എന്നിവിടെ മൈനസ് ഓഫ് മോഡ് 1. സോ മൈനസ് ഓഫ് മോഡ് 1 എത്രയാണ്? അത് 1 ആണ്. അപ്പോൾ അതും -1 -2 -3. അപ്പോൾ ഇതിൻ്റെ ഗ്രാഫ് വരക്കുമ്പോൾ ഒക്കെ നേരെ എന്ത് ചെയ്യും? നേരെ ബാക്കിലോട്ട് വരും. അപ്പോൾ ഇതിൽ തന്നെ ഞാനത് വരക്കാം കേട്ടോ. ഇത് വരച്ച ഗ്രാഫ് ഫോക്സ് മൈനസ് മോഡക്സിൻ്റെ ഗ്രാഫ് ആട്ടോ ഈ വരക്കുന്ന. PPT തരുമ്പോൾ ചെക്ക് ചെയ്യണത്. അപ്പോൾ -3 ആകുമ്പോൾ -3 ആകുമ്പോൾ എഗെയിൻ -3 ആണ് വരുന്നത്. അപ്പോൾ അത് ഇവിടെ വരും. -2 ആകുമ്പോൾ -2 ആണ് വരുന്നത്. -1 ആകുമ്പോൾ -1, 0 ആകുമ്പോൾ 0. അതെപ്പോഴും അങ്ങനെ തന്നെ. 1 ആകുമ്പോൾ നെഗറ്റീവാണ് വരുന്നത്, 1 ആകുമ്പോൾ -1 ആണ് വരുന്നത്, 2 ആകുമ്പോൾ -2 ആണ്, 3 ആകുമ്പോൾ -3 ആണ് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളുടെ ഗ്രാഫ് ഇതാ ഇങ്ങനെ വി ഗ്രാഫ് വരും. നേരെ തല തിരിഞ്ഞിട്ടുള്ള വി ഗ്രാഫാണ് വരിക കേട്ടോ. നേരെ തല തിരിഞ്ഞിട്ടുള്ള വി ഗ്രാഫാണ് വരിക. അത് പ്രീവിയസ് ഇയർ വന്നാണ്, പഠിച്ചു വെച്ചോ. ഓക്കെ. മോഡ് എക്സ് പ്ലസ് 1 ഇത് നിങ്ങൾക്ക് വരക്കാവുന്ന കാര്യമുള്ളൂ. ഇതേപോലെ നിങ്ങൾക്ക് വരക്കാവുന്ന കാര്യമുള്ളൂ കേട്ടോ. മോഡ് എക്സ് പ്ലസ് 1ൻ്റെ ഗ്രാഫ് നിങ്ങൾക്ക് വിട്ടു തന്നു, നിങ്ങൾ വരക്കില്ലേ? മോഡ് എക്സ് പ്ലസ് 1 ഇതേപോലെ നിങ്ങൾ വരക്കില്ലേ? പറ മോഡ് എക്സ് പ്ലസ് 1. സാർ ഇതിൻ്റെ ഗ്രാഫ് ഇവിടെ വരച്ച് വെക്കാം കേട്ടോ. നിങ്ങൾക്ക് വരക്കാവുന്ന കാര്യമുള്ളൂ. സാർ ഇതിൻ്റെ ഗ്രാഫ് ഒന്ന് വരയ്ക്കുക. നിങ്ങൾക്ക് ഹോംവർക്ക് ഇടാം. ഇവിടെ -1 നിങ്ങൾക്ക് ഹോംവർക്ക് കേട്ടോ മക്കളെ. ഈ ഗ്രാഫ് വരെ എങ്ങനെയാണ്? -1ൽ 1ലൂടെ ടച്ച് ചെയ്ത് പോകും, വി ഗ്രാഫ് വരും. മോഡ് ഉണ്ടെങ്കിൽ വി ഗ്രാഫാണ് വരിക. 1ലൂടെ ടച്ച് ചെയ്ത് പോകുന്ന ഗ്രാഫ് കേട്ടോ. നിങ്ങൾ വരക്കാം, നിങ്ങൾക്ക് ഹോംവർക്കായിട്ട് തന്നു. 1 2 3 -2 -3 1ൽ കൂടെ കട്ടായി പോവുക -1. നിങ്ങൾ വരക്കണം കേട്ടോ ഈ ഗ്രാഫ് ഇതേപോലെ. എടാ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമിന് ചോദിക്കുന്ന ഗ്രാഫാണ് സിഗ്നം ഫംഗ്ഷൻ. ഏറ്റവും അതായത് +1 പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ എക്സാമിന് ചോദിച്ച ഗ്രാഫ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സിഗ്നം ഫംഗ്ഷൻ തന്നെയാണ്. ഏറ്റവും കൂടുതൽ എക്സാമുകൾക്ക് ചോദിച്ച ഗ്രാഫാണ് സിഗ്നം. എടാ സിഗ്നത്തിന് ഒരു പ്രത്യേകത ഉണ്ട് അത് ചോദിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു പ്രത്യേകത ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സിഗ്നം ഫംഗ്ഷനിൽ 2 ഉണ്ട്. ഒന്ന് മോഡ് എക്സ് ബൈ എക്സ്, അതുപോലെ 0. ഇതെപ്പോഴാണ് വരിക വെച്ചാൽ എക്സ് <0യും എക്സ് <0 വരുമ്പോൾ, എക്സ് സമം 0 വരുമ്പോൾ. അപ്പോൾ ഇവിടെ രണ്ട് കേസ് ഉണ്ട് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ സിഗ്നം ഫംഗ്ഷൻ്റെ കേസിൽ 2 ഉണ്ട്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്തൊക്കെ ഉണ്ടടാ പറ? മുകളിൽ മോഡ് എക്സ് ബൈ എക്സ്. എങ്ങനെ മോഡ് എക്സ് ബൈ എക്സ് എപ്പോഴാണ് മക്കളെ? എക്സ് 0 അല്ലാത്ത അവസ്ഥ. അതാണ് 0നെക്കാട്ടി ചെറുതാവുമ്പോൾ 0നെക്കാട്ടി വലുതാവുമ്പോൾ. എക്സ് എക്സാക്ട്ലി 0 ആകുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? 0 ആണ്. എങ്ങനെയാണ്? എക്സ് എക്സാക്ട്ലി 0 കിട്ടുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 0 ആണ്. എക്സ് <0യും എക്സ് <0 ആണെങ്കിൽ എന്താ വരിക? മുകളിൽ മോഡ് എക്സ് ബൈ എക്സ്. ഇത് കാണാപ്പാടം പഠിച്ചേ പറ്റുള്ളൂ കേട്ടോ. എന്താണ് മോഡ് എക്സ് ബൈ എക്സ്? നമ്മൾ മോഡുലസ് ഫംഗ്ഷൻ ഏതായാലും പഠിച്ചതാണ്. അതിൻ്റെ താഴെ ഒരു എക്സ് ഇട്ട് കൊടുത്താൽ മതി. മോഡ് എക്സ് ബൈ എക്സ് എപ്പോഴൊക്കെയാണ്? 0 വരുമ്പോൾ സൊല്യൂഷൻ 0 തന്നെയാണ്. അപ്പോൾ 0നെക്കാട്ടി ചെറുത് വരുമ്പോൾ എക്സും 0നെക്കാട്ടി വലുത് വരുമ്പോൾ. ഇനി ഇതിൽ എക്സാമിന് ചോദിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റിന് സിഗ്നം ഫംഗ്ഷൻ്റെ ഔട്ട്പുട്ട്സ് ഏതാണെന്ന് ചോദിക്കും. ഇത് സ്ഥിരമായിട്ട് പ്രീവിയസ് ഇയറിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റിനാണ്. സിഗ്നം ഫംഗ്ഷൻ ഗ്രാഫ് ഔട്ട്പുട്ട് വെരി ഇമ്പോർട്ടൻറ്റ്. വെരി ഇമ്പോർട്ടൻറ്റ്. സിഗ്നം ഫംഗ്ഷൻ ഗ്രാഫിൻ്റെ ഔട്ട്പുട്ട് ഏതാണെന്നുള്ളത് പഠിച്ചോ. -1 0 1 ഇതല്ലാണ്ട് ഒരു ഔട്ട്പുട്ടും വരില്ല. ഈ 3 ഔട്ട്പുട്ട് അല്ലാണ്ട് വേറൊരു ഔട്ട്പുട്ടും വരില്ല. ഇത് കാണാതെ പഠിക്കണം. -1 0 1 ഇതെങ്ങനെ കിട്ടിയെന്ന് സാറ് പറഞ്ഞുതരാം. കിട്ടിയത് ഇവിടുന്ന് സിമ്പിളാണ്.
നിങ്ങൾ നോക്കുക 0 വരുമ്പോൾ 0 ആണെന്നുള്ള ഒരു ഔട്ട്പുട്ട് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഒബ്വിയസ്ലി ഒരു 0 ഔട്ട്പുട്ട് ഉണ്ട്. എടാ പിന്നെ ഏത് വാല്യൂ നിങ്ങൾ എടുത്ത് നോക്കേ. ഫോർ എക്സാമ്പിൾ ഏത് വാല്യൂ നിങ്ങൾ എടുത്തു. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എക്സ് നിങ്ങളൊരു വാല്യൂ എടുത്തു, എക്സ് 5 എടുത്തു. അപ്പോൾ നമ്മൾ കൊടുക്കുക 0 അല്ല, 0-നെക്കാട്ടിയും വലുതാ. അപ്പോൾ നമ്മൾ കൊടുക്കുക mod x/xലല്ലേ കൊടുക്കുക. ഇവിടെ നമ്മൾ എക്സിന് f(5) കൊടുത്താൽ എന്താ കിട്ടുക? mod 5/5. mod 5ഉം 5/5 എത്ര കിട്ടുക? 1. അപ്പോൾ സാർ ഇത് 5 കൊടുത്തപ്പോൾ 1. സാറേ എക്സിന് ഇപ്പോൾ ഒരു 3 കൊടുത്താൽ അപ്പോൾ 3/3 അപ്പോഴും 1 കിട്ടുക. 2/2 1 കിട്ടുക. അപ്പോൾ സാർ ഒരു കാര്യം ചെയ്യാം, നമുക്ക് നെഗറ്റീവ് നമ്പർ കൊടുത്ത് നോക്കിയാലോ, പരീക്ഷിച്ച് നോക്കിയാലോ. x -2 അപ്പോൾ നിങ്ങൾ പരീക്ഷിച്ച് നോക്ക്. f(x) ഇക്വേഷൻ mod x/x അല്ലേ. അപ്പോൾ mod -2/2 -2 അല്ലേ. mod -2 2 2 ക്യാൻസൽ ആകുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? -1. അപ്പോൾ നെഗറ്റീവ് നമ്പർ എന്ത് വന്നാലും എന്താ വരിക? -1 ആണ് വരിക. അപ്പോൾ സാറേ ഈ എക്സിന് ഇപ്പോൾ -2.3 ഒക്കെ വന്നാലോ, അപ്പോൾ 2.3 അല്ലെങ്കിൽ 2.3 വന്നാലോ അത് ഇതുപോലെ തന്നെ 2.3 / 2.3 2.3 എന്ന് പറഞ്ഞാൽ 2.3 എന്ന് പറഞ്ഞാൽ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ അതും 1. അപ്പോൾ പോയിന്റ് വന്നാലൊക്കെ എന്ത് തന്നെ വരിക? അപ്പോൾ 1. അപ്പോൾ ആക്ച്വലി നിങ്ങൾ ഇതിൽ പഠിക്കേണ്ടത്, എക്സാമിന് നമ്മൾ പഠിക്കേണ്ടത് 3 ഔട്ട്പുട്ട് കാണാപാഠം പഠിക്കുക. -1 0 1 പ്രീവിയസ് ഇയറിന് സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. പഠിച്ച് -1 0 1 -1 0 1 -1 0 1 സിഗ്നം ഫംഗ്ഷൻ്റെ ഔട്ട്പുട്ട് ഏതൊക്കെയാണ്? -1 0 1. അത് റീസൺ ഇതാണ് ഇക്വേഷൻ കേട്ടോ, mod x/x. അപ്പോൾ സാർ ഇതിൻ്റെ ഗ്രാഫ് എങ്ങനെ വരയ്ക്കുക? വളരെ സിമ്പിൾ. 3 ഔട്ട്പുട്ടേ ആകുള്ളൂ. ഒരു ഔട്ട്പുട്ട് 0 ആയതുകൊണ്ട് ഇതാ ഇവിടെ അങ്ങനെ വട്ടട്ടാണ്. 0 ഒരു വട്ടം പൊട്ട് പോലെ ഇട്ടാണ് ഇതാ, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞു. ഒരു സാധാരണ വട്ടപ്പുള്ളി ഇടാം. സാധാരണ പൊട്ട് കൊടുക്കുന്ന പോലെ എന്ത് ചെയ്യാം, ഒരു 0 0 കഴിഞ്ഞു. എടാ ഇനിയുള്ളത് എന്താ വെച്ചാൽ ഏത് നമ്പർ കൊടുത്താലും, അതായത് ഇങ്ങനെ ശ്രദ്ധിച്ചാൽ മതി. ഇപ്പം നമ്മളിവിടെ കണ്ടു പോസിറ്റീവ് വാല്യൂകളാണെങ്കിൽ ഒക്കെ എന്താ കിട്ടുക? 1. അപ്പോൾ പോസിറ്റീവ് വാല്യൂകളെല്ലാം കിട്ടുകയെന്ന് പറഞ്ഞാൽ ഈ 0.1 ഒക്കെ പോസിറ്റീവ് വാല്യൂ. 0.1 കൊടുത്താലും 1 കിട്ടുക. അപ്പോൾ നമുക്ക് ഇവിടുന്ന് പിടിക്കാം. ഇവിടുന്ന് അങ്ങോട്ട് എന്ത് കൊടുത്താലും 1. ഇവിടെ നമ്മൾ നേരെ റൗണ്ടാണ് ഇടേണ്ടത്. അത് ബബിൾ ചെയ്യാൻ പാടില്ല, അത് കറപ്പിക്കാൻ പാടില്ല. ഇങ്ങനെ കറപ്പിക്കാൻ പാടില്ല, റോങ്. കാരണം 0 കൊടുത്താൽ എന്തല്ല? 0 തന്നെയാണ്. അല്ലെങ്കിൽ 0 കൊടുക്കുമ്പോൾ 1 അല്ല. മനസ്സിലായില്ല? ശ്രദ്ധിക്കുക. അതായത് ഇപ്പോൾ 1 കൊടുത്താലും 1, 2 കൊടുത്താലും 2, 3 കൊടുത്താലും 3, 4 കൊടുത്താലും. പക്ഷേ ഇതിൻ്റെ ഇടയിലുള്ളത് ഇപ്പോൾ 2.3 കൊടുത്താലോ, അപ്പോൾ ഇത് 2.3 2.3 കൊടുത്താലും 1 ആണ്. അപ്പോൾ 0ൻ്റെ തൊട്ടപ്പുറത്താണ് 0 അല്ലേ. അപ്പോൾ ഇവിടെ സൂം ചെയ്ത് കഴിഞ്ഞാൽ 0.1 ഉണ്ട്. 0.1 കൊടുത്താലും 1. അപ്പോൾ ഇവിടെ ഒരു പുള്ളിക്കുത്തുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ നേരെ ചേർത്ത് ഇങ്ങനെ വരച്ചിട്ട് ഇവിടെ റൗണ്ട് അപ്പ് ചെയ്യുന്നത്. റൗണ്ട് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ 0 വരുമ്പോൾ അതെന്തല്ല? 1 അല്ല എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ കേസിലും അത് 1 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നേരെ തിരിച്ചു പിടിച്ചിട്ട് എന്ത് ചെയ്യുക? ഇങ്ങോട്ട് എന്ത് ചെയ്യുക? 1 ഇവിടെ നേരെ ഇങ്ങോട്ട് നേരെ ഇതാക്കുക. എന്നിട്ട് -1 എന്ത് ചെയ്യുക? റൗണ്ട് ചെയ്യുക. ഞാൻ സൂം ചെയ്യാം. ഞാൻ സൂം ചെയ്തിട്ടുണ്ട് കേട്ടോ. -1. ഇനി ഇത് ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ മാച്ച് ദ ഫോളോയിങ്ങിലായിട്ടൊക്കെ വരും. മാച്ച് ദ ഫോളോയിങ്ങിലാണെങ്കിൽ പഠിച്ചോ. മാച്ച് ദ ഫോളോയിങ് എന്ന് പറയുന്നൊരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ സിഗ്നം ഫംഗ്ഷൻ ഇക്വേഷൻസ് പഠിക്കുക, mod x/x. പിന്നെ ഔട്ട്പുട്ട് പഠിക്കുക -1. 3 ഔട്ട്പുട്ടുകൾ പഠിക്കുക -1 0 1. ഈ ഔട്ട്പുട്ട് പഠിക്കുക. പിന്നെ ഗ്രാഫ് ഡ്രോയിങ് ജസ്റ്റ് ഡമ്മി ആയിട്ട് പഠിച്ചു വെക്കുക. 2 2 ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു വട്ടം, ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു വട്ടം, ഇവിടെ ഇങ്ങനെ കറപ്പിക്കുന്നത്. ജസ്റ്റ് ഡമ്മി ആയിട്ട് ഒരു പിക്ചർ വരച്ചേക്കുക. ഡമ്മി ആയിട്ട് വളരെ സിമ്പിളാണ്. ഇതിന് സിഗ്നം ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഇത്രേ ഉള്ളൂ. ഇനി ഒന്നും പറ്റിയില്ലെങ്കിൽ ഇങ്ങനെ വരച്ചാൽ മതി. ഇവിടുന്ന് അങ്ങോട്ട് ഒരു വട്ടം. ഒന്നും പറ്റിയിട്ടില്ലെങ്കിൽ നമ്പർ ലൈനൊന്നും വരച്ചില്ലെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് പ്രാക്ടീസ് ചെയ്ത് വരച്ചു നോക്കെ. സാർ എന്താ ചെയ്ത് പറ, ഒരു 2D വരയ്ക്കുക. ഇവിടെ ഒരു വട്ടട ചുമ്മാ കണ്ട്, ഇവിടെ ഒരു വട്ടട അങ്ങോട്ട് വിടാം. ഇവിടെ അങ്ങനെ സെൻറ്റർ ഉറപ്പിക്കുക. സിഗ്നം ഫംഗ്ഷൻ്റെ ഗ്രാഫാണ്. ഇത്രയേ ഉള്ളൂ. കൂടുതൽ ഡീറ്റെയിൽ ചിന്തിക്കണമെന്നില്ല. ദാറ്റ് ഈസ് എ സിഗ്നം ഫംഗ്ഷൻ. ഇത്രയേ ഉള്ളൂ. ഇവിടെ എന്ത് കൊടുക്കുക? ഇവിടെ നമ്മൾ 1, ഇവിടെ -1, ഇവിടെ 0. വളരെ ഈസിയായി കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്തു? സെറ്റായി അല്ലേ? അപ്പോൾ അത് കഴിഞ്ഞു, കഴിയാറായി. ഇനി ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷനാണ്. എടാ ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷൻ നിങ്ങളോട് വരക്കാനല്ല ചോദിക്കുക, മാച്ച് ദ ഫോളോയിങ്ങിലാണ് ഇത് കൂടുതൽ നമ്മൾ കണ്ടിട്ടുള്ളത്. ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷൻ മാച്ച് ദ ഫോളോയിങ്ങിലാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വരച്ച് വെച്ചേക്ക്. ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ആദ്യം ഇക്വേഷൻ പഠിച്ചു വെക്കാം. f(x) നമ്മുടെ mod x പോലെ തന്നെയാണ്, ഒന്ന് ക്ലോസ്ഡ് കർവിലാണത് ചോദിക്കാം. ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ എന്ന് പറഞ്ഞാൽ ഇതുപോലെയാണ് വരിക, ക്ലോസ്ഡ്. ഇതിനെ വായിക്കുക ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ x എന്നാ വായിക്കുക കേട്ടോ. നെക്സ്റ്റ് ഇതിൻ്റെ പടം ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് പഠിച്ച് വെച്ചേക്ക്. എക്സാമിന് ചിലപ്പം ചോദിക്കാറുണ്ട്. ഓക്കെ, ഇത്രയുള്ളതൊന്നും ജസ്റ്റ് ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചാലും കുഴപ്പമില്ല. ഇവിടുന്ന് ഇങ്ങോട്ട് 1 എന്നതാ ഞാൻ ഒന്ന് സൂം ചെയ്യാം. എന്നിട്ട് ഇവിടെ അങ്ങനെ വട്ടിടുക. എന്നിട്ട് ഇവിടെ നിങ്ങണ്ട് വട്ടം. ഇതങ്ങനെ പ്രാക്ടീസ് ചെയ്ത്
ഇത് ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് പഠിച്ചാൽ മതി കേട്ടോ. ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കിട്ടും. അതായത് ഒന്നിൻ്റെ വട്ടിട്ട് കഴിഞ്ഞാൽ ഞാൻ ട്രിക്ക് പറഞ്ഞത് പഠിക്കാൻ. ഇവിടുന്ന് ആദ്യം ഇങ്ങനെ ഒന്നിൽ വരക്കുക, എന്നിട്ട് വട്ടിടുക, എന്നിട്ട് അതിൻ്റെ തൊട്ട് നേരെ മുകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക വട്ടിടുക, എന്നിട്ട് അതിൻ്റെ നേരെ തൊട്ട് മുകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഒരു ട്രിക്കിൽ പഠിച്ചോ, തൊട്ട് മുകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക, മനസ്സിലായോ? ഇങ്ങനെ ഇത് ട്രിക്കിൽ പഠിച്ചോ. എന്താ ചെയ്തത്? ആദ്യം ഒരു വരക്കുക, വട്ടം വരക്കുക, അതിൻ്റെ തൊട്ട് മുകളിൽ നിന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക, വരക്കുക, തൊട്ട് മുകളിൽ നിന്ന് വട്ടം വരക്കുക, തൊട്ട് മുകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക, വട്ടം വരക്കുക. ഇതൊന്നും അങ്ങനെ പഠിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് സെറ്റായി. അതേപോലെ തന്നെ അടുത്താണ് ഇവിടുന്ന് കണ്ടോ, ഇങ്ങനെ വരക്കുക, വട്ടം വരക്കുക. ഇനി ഇതിൻ്റെ നേരെ ഹെഡർ ഇവിടെയാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ നേരെ അതിൻ്റെ ഹെഡർ ഉണ്ടാവും, ഇവിടെ കണക്റ്റ് ആവണം. നേരെ ഹെഡർ, നേരെ ഹെഡർ. ഇത് ജസ്റ്റ് ഒന്ന് വരച്ച് പഠിച്ച് വെച്ചേക്ക് കേട്ടോ. ജസ്റ്റ് ഒന്ന് വരച്ച് പഠിച്ച് വെച്ചേക്ക്. ചിലപ്പോൾ എക്സാമിന് ചോദിക്കും, ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷൻ എക്സാമിന് എന്ത് ചെയ്യും, ഡ്രോയിങ് വരക്കാൻ വേണ്ടി ചോദിക്കാം കേട്ടോ. അപൂർവം കേസിലുള്ള മാച്ച് ദ ഫോളോയിങ്ങിൽ വരുമ്പോൾ നിങ്ങൾക്ക് വേഗം മനസ്സിലാവണം, അത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കണം. ഓക്കെ, ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷൻ ആണെന്ന് കേട്ടോ. എടാ ഇത്രയും ഫംഗ്ഷൻസ് ഇതിലുള്ളൂ. ഫംഗ്ഷൻസ് കഴിഞ്ഞു. പിന്നെ ആൾജിബ്രയാണ്, അതൊന്നും ഇവിടെ ഒന്നും വേണ്ട, അതൊക്കെ ചുമ്മാ പറഞ്ഞു പോവാണ്. രണ്ട് ഫംഗ്ഷൻസ് ആഡ് ചെയ്യുന്നത് അത് പ്രോബ്ലമായിട്ട് സെർച്ച് ചെയ്യുക, സബ്ട്രാക്ഷൻ ചെയ്യുന്നത്, മൾട്ടിപ്ലൈ ചെയ്യുന്നതൊക്കെ പ്രോബ്ലമായിട്ട് പഠിച്ചാൽ മതി. ഇതൊന്നും ചുമ്മാ അങ്ങനെ വായിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, അത് നമുക്ക് ഇവിടെ പഠിക്കാം. ഓക്കെ, നമ്മൾ പറഞ്ഞില്ലേ അധികം തിയറി പഠിക്കാതെ നമുക്ക് എങ്ങനെയാണ് എന്ത് ചെയ്യാം, മാർക്ക് വാങ്ങിക്കാം എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പരിശോധിക്കുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കാം. ഫൈൻഡ് കൺസിഡർ ദി ഫംഗ്ഷൻ ആർ ടു ആർ ഡിഫൈൻഡ് ബൈ റിയൽ നമ്പർ ടു റിയൽ നമ്പർ. ഒന്നും ആവശ്യമില്ല. ഇവിടെ നിങ്ങൾക്ക് രണ്ട് ഫംഗ്ഷൻസ് തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് x+1ഉം ഒന്ന് g(x) എന്താടാ 2x - 3ഉം. എന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ് f+g ഇൻറ്റു എക്സ് എന്താണെന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ നമ്മളിത് കാണാൻ പോവാണ്. അപ്പോൾ നമ്മളിവിടെ കാണാണ്. ഇപ്പോൾ f+g ഇൻറ്റു എക്സ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എഫിന് നേരെ ബ്രാക്കറ്റ് എന്ത് ചെയ്യുക, ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക, f(x) സെൻട്രൽ ചിഹ്നം എന്താ, പ്ലസ്. എന്നിട്ട് ജി കൊണ്ട് എന്ത് ചെയ്യുക, എക്സിന് ഓപ്പൺ ചെയ്യുക. എന്താണ് ചെയ്ത് സാർ നമുക്ക് പറയാം, എഫ് കൊണ്ട് ഈ എക്സിനെ മൾട്ടിപ്ലൈ, സാധാരണ ഗുണിക്കുന്ന പോലെ തന്നെ എഫിനെ ഈ എക്സ് കൊണ്ട് ഗുണിക്കുക. എന്നിട്ട് സെൻട്രൽ ചിഹ്നം എന്താണ്, പ്ലസ്. ആ പ്ലസ് ഇവിടെ എഴുതാം. എന്നിട്ട് ജി കൊണ്ട് എന്ത് ചെയ്യുക, എക്സ് കൊണ്ട് ഗുണിക്കുക, g(x). അപ്പോൾ നമ്മൾ ഇപ്പോൾ എന്ത് കിട്ടി, f(x) പ്ലസ് g(x) എന്നാണ് ഇപ്പോൾ കിട്ടിയത് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ അല്ലേ. ഇനി നമ്മളിത് എങ്ങനെ സിംപ്ലിഫൈ ചെയ്യുക? ഇനി f(x)ൻ്റെ സ്ഥാനത്ത് f(x) കൊടുക്കാതെ എന്താണ്, x+1 എന്ന് കൊടുക്കാം. ആ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. f(x) എന്താണ്, x+1ഉം g(x) 2x - 3 തന്നിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ നമ്മൾ എന്ത് കൊടുക്കുക, 2x - 3 എന്ന് കൊടുക്കുക. ഇനി ഇവിടെ എക്സുകൾ കൂട്ടുക, നമ്പറുകൾ സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ എക്സുകൾ കൂട്ടുന്ന 2x പ്ലസ് എക്സ് എത്രയാടാ, 2x പ്ലസ് എക്സ് എത്രയാടാ, 3x. +1 - 3, 1 - 3 എത്രയാടാ, -2 ഇത്രയുള്ള ആൻസർ കഴിഞ്ഞു. ദാറ്റ്സ് ദ ഫൈനൽ ആൻസർ. 3x - 2 ഈസ് ദ ഫൈനൽ ആൻസർ. ഓക്കെ, എളുപ്പമല്ലേ മക്കളെ? ഇനി അതേപോലെ f ഇൻറ്റു g(x) ഇവിടെ ഗുണിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ് ക്വസ്റ്റ്യൻ? f ഇൻറ്റു g ഇങ്ങനെ സാധനമുണ്ട്. അപ്പം നമുക്ക് ഇതേപോലെ ഫസ്റ്റ് സ്റ്റെപ്പ് f ഇൻറ്റു എക്സ് f(x) ഇൻറ്റു g ഇൻറ്റു എക്സ് g(x) ഇവർ തമ്മിൽ ഗുണിച്ചെഴുതാനാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഗുണിച്ചെഴുതാം. f(x) ഇൻറ്റു g(x) ആണ് നമ്മൾ കാണിക്കേണ്ടത്. ജസ്റ്റ് ഗുണിക്കുകയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ f(x) നമുക്ക് ഓൾറെഡി എന്താണ്, x+1 ആണ്. g(x) എന്താടാ, 2x - 3 ആണ്. ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാം. സാധാരണ മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന പോലെ തന്നെ ഓപ്പൺ ചെയ്യുക. x ഇൻറ്റു 2x എന്ന് പറഞ്ഞാൽ എന്താടാ, 2x². x ഇൻറ്റു 2x എന്ന് പറഞ്ഞാൽ 2x². x ഇൻറ്റു -3 എന്ന് പറഞ്ഞാൽ -3x. എടാ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ആണ് കേട്ടോ. നെക്സ്റ്റ് 1 ഇൻറ്റു 2x എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് 2x. 2x എന്ന് പറഞ്ഞാൽ പോസിറ്റീവാണ്, പോസിറ്റീവ് 2x. 1 ഇൻറ്റു -3 എന്ന് പറഞ്ഞാൽ -3. എടാ പ്രത്യേകിച്ച് ഒന്നുമില്ല, അത് നമുക്ക് ആദ്യമുള്ള ആളെ ആദ്യം വെച്ച് ഗുണിക്കാം. അപ്പോൾ x ഇൻറ്റു 2x എന്ന് പറഞ്ഞാൽ 2x². ഇനി ഈ എക്സ് കൊണ്ട് രണ്ടാമനെ ഗുണിക്കാം, -3x. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇനി ഇതുകൊണ്ട് ഇനി എക്സ് കൊണ്ട് ഇവിടെ ഗുണിക്കാനില്ല. അപ്പോൾ ഇനി 1 കൊണ്ട് ഗുണിക്കാം. അപ്പോൾ 1 ഇൻറ്റു 2x പോസിറ്റീവ് 2x. ഇനി 1 ഇൻറ്റു -3 എന്ന് പറഞ്ഞാൽ -3. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത ആൻസറായി. അപ്പോൾ 2x² അങ്ങനെ എഴുതാം. -3x പ്ലസ് 2x എന്ന് പറഞ്ഞാലേ ഈ -3 പ്ലസ് 2 കണ്ടാൽ മതി. -3 പ്ലസ് 2 -1 ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കൂടെ എക്സ് ഇട്ട് കൊടുക്കുക. -3x പ്ലസ് 2x ആണല്ലോ. അപ്പോൾ -3 പ്ലസ് 2 എത്രയാണ്, -1 ആണ്. അപ്പോൾ -1x പിന്നെ -3. ഇതാണ് എന്ത് വരിക, ഫൈനൽ ആൻസർ ആയിട്ട് നമുക്ക് കിട്ടാം കേട്ടാ. ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ കേട്ടാ. എടാ മക്കളെ, ഇതാണ് നമ്മളെ ഒരു ഐഡിയ കേട്ടാ. സോ മക്കളെ, ഇത് ഒരു ജസ്റ്റ് നിങ്ങൾക്ക് ഡെമോ ക്ലാസ്സും കൂടെയാണ്. ആക്ച്വലി ഇപ്പോൾ തന്ന ക്ലാസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു ഡെമോ ക്ലാസ്സും കൂടെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ മാത്സിൻ്റെ 14 ചാപ്റ്റർ ഇതേപോലെ വളരെ സിമ്പിളായി കൊണ്ട് കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ അതിയായി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്തോ, സാറിൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്തോ. ഇതേപോലെ നിങ്ങൾക്ക് അടിപൊളിയിൽ പഠിക്കാം.
അല്ലാണ്ട് ഒരുപാട് സമയം എടുത്തിട്ടും കാര്യങ്ങളൊന്നുമല്ല പഠിക്കുന്നത്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് നമ്മൾ പഠിക്കുന്നത്. എക്സാം വളരെ അടുത്തെത്തി. അപ്പോൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മളിത് പഠിക്കാൻ പോവാണ് കേട്ടോ. ഓരോ 1.5 മണിക്കൂറിലൊക്കെ നമുക്ക് എന്നാ കോൺസെപ്റ്റ് വിട്ടു പോവാതെ, എന്നാൽ ഒറ്റ ക്വസ്റ്റിന് നഷ്ടപ്പെടാതെ എക്സാമിന് 60 എങ്ങനെ മേടിക്കാം എന്നുള്ള ആർക്കും, ഏത് ബിലോ എവറേജ് ആയിക്കോട്ടെ, ടോപ്പ് സ്റ്റുഡൻറ്റ്, ഏത് ലെവലിലുള്ള കാറ്റഗറി സ്റ്റുഡൻറ്റ് ആയിക്കോട്ടെ, സാറിൻ്റെ ഈ കോഴ്സ് അവർക്ക് സ്യൂട്ടാവും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടിയിരിക്കും കേട്ടോ. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ സാറിൻ്റെ നമ്പർ ഇതാ സ്ക്രോളിൽ പോകുന്നുണ്ട്. വാട്സപ്പ് മാത്രം ചെയ്യാൻ പാടുള്ളൂ കേട്ടോ, വിളിക്കരുത് കേട്ടോ. ജസ്റ്റ് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ, നിങ്ങൾക്ക് ആക്റ്റീവ് ആക്കി തരും കേട്ടോ. നിങ്ങൾക്ക് പെയ്ഡ് ക്ലാസ്സിൻ്റെ ഗ്രൂപ്പ് ഉണ്ട്, സെപ്പറേറ്റ് ആ ഗ്രൂപ്പിലോട്ട് നിങ്ങൾ ആഡ് ആക്കി തരും. ഓക്കേടാ. അപ്പോൾ നിങ്ങൾക്ക് 14 ചാപ്റ്റേഴ്സ് അടിപൊളിയിൽ പഠിക്കാം. ഇത് കൂടാതെ നിങ്ങൾക്ക് PDF ഒക്കെ ഉണ്ട് മക്കളെ. ഇവിടെ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി സാറിൻ്റെ വക ഒരു PDF മെറ്റീരിയൽ ഉണ്ട്. ആ PDF നിങ്ങൾക്ക് അയച്ച 65 പേജുള്ള ഒരു PDF ആണ്. അപ്പോൾ ഈ ക്ലാസ്സുകൾ നല്ല രീതിയിലൊക്കെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് 60 കിട്ടും. പിന്നെ അഡീഷണൽ ആയിട്ടൊന്നും കൂടെ പ്രാക്ടീസ് ചെയ്യാൻ വേണമെങ്കിൽ അത് പ്രിൻ്റ് എടുത്തിട്ട് ചെയ്യാം. അതല്ല പ്രിൻ്റ് എടുക്കാതെ തന്നെ നിങ്ങൾക്ക് നോർമലി എന്ത് ചെയ്യാം, വർക്കൗട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും വർക്കൗട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾ സെറ്റാണ്. ഇനി ഈ വർഷം വന്ന ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് പരിശോധിച്ച് നോക്കാം. ഇതാണല്ലോ ഈ വർഷം വന്ന ക്വസ്റ്റ്യൻസ്. ഓക്കെ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്ന കാര്യമുള്ളത്. നിങ്ങൾ ജസ്റ്റ് പറഞ്ഞോക്കെ, എയും ബിയും തന്നിട്ടുണ്ട്. ഹൗ മെനി റിലേഷൻ ആർ പോസിബിൾ ഫ്രം എ ടു ബി. എത്ര റിലേഷനാണ്? ഇവിടെ നമ്മളൊരു ഫോർമാറ്റ് ഉണ്ട്, നമ്പർ ഓഫ് റിലേഷൻ കാണാനുള്ള ഫോർമുല പറഞ്ഞാടാ 2 പവർ എന്താടാ n ഓഫ് എ ക്രോസ് ബി. ഇതാണ് നമ്പർ ഓഫ് റിലേഷൻ കാണാനുള്ള ഹൗ മെനി നമ്പർ ഓഫ് പോസിബിൾ റിലേഷൻ കാണാനുള്ള ഫോർമുല 2 പവർ n ഓഫ് എ ക്രോസ് ബി. അപ്പോൾ 2 ഇൻറ്റു n ഓഫ് എ ഇൻറ്റു n ഓഫ് ബി. നമ്മൾ നേരത്തെ ചെയ്തു ഈ പ്രോബ്ലം അല്ലേ. അപ്പോൾ n ഓഫ് എയിൽ എത്ര ഉണ്ട്? 3 എണ്ണം ഉണ്ട്. n ഓഫ് ബിയിൽ എത്ര ഉണ്ട്? എണ്ണം കൂടുതലുണ്ടല്ലോ, 6 എണ്ണം അല്ലേ, 6 എണ്ണം. അപ്പോൾ എന്ത് കിട്ടും? 2 പവർ 18 കിട്ടും കേട്ടോ. 2 പവർ 18 ആൻസർ എഴുതിയാണ് കേട്ടോ. 2 പവർ 18 കാണുന്നു വേണ്ട, ജസ്റ്റ് ആൻസർ മാത്രം എഴുതി വെച്ചാൽ മതി കേട്ടോ. ഹൗ മെനി റിലേഷൻസ് ആർ പോസിബിൾ ഫ്രം എ ടു ബി കേട്ടോ. ദാറ്റ് ഈസ് നമ്പർ ഓഫ് റിലേഷൻ ആണ് ഉദ്ദേശിച്ചത് കേട്ടോ. പിന്നെ എക്സ്പ്രസ് റിലേഷൻ ആർ. എടാ ഇതാണ് ഇപ്രാവശ്യം വന്നാൽ നോക്കെ ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ. ഇത് പല കുട്ടികളും ഒന്ന് കുഴങ്ങിമിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. സാർ ഇത് അടിപൊളിയിൽ പറഞ്ഞുതരാം കേട്ടോ. ഇത് പല ആളുകളെയും എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒന്ന് കുഴപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം സാർക്ക് മനസ്സിലായിരിക്കണം അല്ലേ. പല ആളുകൾക്ക് ഇതിൻ്റെ ആൻസർ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. കാരണം ഇത് ടെക്സ്റ്റ് ബുക്കിൽ ഡയറക്റ്റ് വന്നൊരു ക്വസ്റ്റ്യൻ കൂടി അല്ലത്. സാർ ഇവിടെ ആദ്യം ഒന്ന് എഴുതാം, അടിപൊളി സാർ പറഞ്ഞുതരാം, നിങ്ങൾ ശ്രദ്ധിച്ചോ. ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ എക്സ് കോമ വൈ എക്സ് കോമ വൈ. എടാ എക്സ് ബിലോങ്സ് ടു എ, ഇത് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. എക്സും എയിലുള്ളതാണ്, വൈയും ബിയിലുള്ളതാണ്. ആ നമ്പർ അങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നത് എക്സ് മൈനസ് വൈ ഈസ് ഡിവിസിബിൾ ബൈ 3. എക്സ് മൈനസ് വൈ ഈസ് ഡിവിസിബിൾ ബൈ 3. ഇതാണ് നമ്മളുടെ ഇക്വേഷൻ. എക്സ് മൈനസ് വൈ ഈസ് ഡിവിസിബിൾ ബൈ 3. അപ്പോൾ എക്സും വൈയിലും എലമെൻറ്റുകൾ നമ്മൾ ഓരോന്ന് പരിശോധിക്കാം. അപ്പോൾ നമുക്ക് എക്സ് ആയിട്ട് എടുക്കാൻ പാടുള്ളത് എ മാത്രമേ പറ്റുള്ളൂ. അത് ഓൾറെഡി ക്വസ്റ്റ്യൻ ഡിമാൻഡ് ചെയ്തിട്ടുണ്ട്. എക്സ് ഇലോങ്സ് ടു എ ഓൺലി, വൈ ഇലോങ്സ് ടു ബി ഓൺലി. അതുകൊണ്ട് ഇത് ശ്രദ്ധിക്കണം കേട്ടോ, എക്സിൽ എ ഉള്ളത് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഓരോന്നായിട്ട് നമുക്ക് എക്സുകൾ എടുക്കാം. ഫസ്റ്റ് എക്സ് സമം 1 എടുക്കാം. അപ്പോൾ വൈയിൽ ഏതൊക്കെ പറ്റുക? ഇപ്പോൾ നമുക്ക് 1 മൈനസ് 1 പറ്റുമോ? വൈ നമുക്ക് 1 എടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. വൈ 1 നോക്കാം. 1 മൈനസ് 1 ഈസ് ഡിവിസിബിൾ ബൈ 3. ഈസ് ഡിവിസിബിൾ ബൈ 3? യെസ്. അത് സാർ എങ്ങനെ 1 മൈനസ് 1 0 അല്ലേ? 1 മൈനസ് 1 0. ആടാ 0 ഈസ് ഡിവിസിബിൾ ബൈ 3 ആണ്. സാറെ മനസ്സിലായില്ല. എടാ മക്കളെ 0 ഇൻറ്റു 3 എത്രയാടാ? 3 ആണ് അല്ലേ. അപ്പോൾ ആക്ച്വലി 0 ഡിവിസിബിൾ ബൈ 3 ആണ്. മനസ്സിലായ? അല്ലെങ്കിൽ 0 ബൈ 3 എന്താണ്? 0 ആണ്. അപ്പോൾ മനസ്സിലായ? 0 ഇൻറ്റു 3 3 ആണ്. അതുകൊണ്ട് 0 ഈസ് ഡിവിസിബിൾ ബൈ എന്താണ്? 3 ആണ്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും 3 ഡിവിസിബിൾ ബൈ 3 ആണ്, 6 ഡിവിസിബിൾ ബൈ 3 ആണ്. ഈ 3ന്റെ മൾട്ടിപ്പിൾ മാത്രമാണ് ഡിവിസിബിൾ ബൈ 3 അല്ല, 0 ഡിവിസിബിൾ ബൈ 3 ആണ്. അതുകൊണ്ടാണ് 0 ഇൻറ്റു 3 എന്ന് പറയുന്നത്. 0 ഇൻറ്റു 3 എന്താണ്? 3 ആണ്. മനസ്സിലായ? അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ എക്സ് 1 എടുത്താൽ വൈ 1 എടുക്കാം. കാരണം അപ്പോൾ നമുക്ക് ഇതിൻ്റെ റിലേഷൻ എഴുതാനാണ് പറഞ്ഞില്ല. ഞാൻ ഇപ്പുറത്ത് റിലേഷൻ നമുക്കിങ്ങനെ എഴുതി തുടങ്ങാം. അപ്പോൾ 1,1 നമുക്കൊരു സൊല്യൂഷനായിട്ട് എടുക്കാം. കാരണം 1,1 എന്ന് പറഞ്ഞാൽ ആദ്യമുള്ള ആൾ കൂടെ പറയാം. ആദ്യമുള്ള ആൾ എക്സും രണ്ടാമൻ വൈ ആണ്. ആദ്യം എക്സ് 1 ആക്കിയിട്ട് എടുത്തു. വൈയിൽ ഒരുപാട് നമ്പറുകളുണ്ട്. വൈയിൽ ഏതൊക്കെ നമ്പർ ഉണ്ട്? വൈ ബി ആണല്ലോ, 1 മുതൽ 6 വരെ ഉണ്ട്. ഇവിടെ 3 നമ്പറേ ഉള്ളൂ. അപ്പോൾ 1x എടുത്താൽ വൈ നമുക്ക് 1 എടുക്കാം, കുഴപ്പമില്ല. ഇനി 2 എടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇതിവിടെ അണ്ടർലൈൻ ചെയ്യുക. ഇതിൽ നമുക്ക് y സമം 2 എടുക്കാൻ പറ്റുമോ? y സമം 2 പറ്റുമോ? y സമം 3 പറ്റുമോ? y സമം 4 പറ്റുമോ? y സമം 5 പറ്റുമോ? y സമം 6 പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം.
2 പറ്റുമോ? 1 - 2 -1 കിട്ടുക. 1 - 2 -1 കിട്ടുക. അത് പറ്റില്ല. -1 3ൻ്റെ ഡിവിസിബിൾ അല്ല. 1 - 2 -1 പറ്റില്ല. 1 - 2 എന്ന് പറഞ്ഞാൽ -1 ആണ്. -1 ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 3 അല്ല, എക്സാക്ട്ലി ഡിവിസ് ആവുന്നില്ല. ഇനി 1 - 3 എന്ന് പറഞ്ഞാൽ -2 അതും പറ്റില്ല. 4 പറ്റുമോ? പറ്റും. 1 4 പറ്റും. അപ്പം ഞാൻ ഇവിടെ പറ്റുന്ന ടിക്കിടാം. ഇതൊന്നും പറ്റില്ല, രണ്ടെണ്ണം പറ്റില്ല. കാരണം 1 4 പറ്റും. എന്തുകൊണ്ടാണ്? 1 - 4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? -3 ആണ്. -3 ഡിവിസിബിൾ ബൈ 3 ആണ്. -1 കിട്ടും. സോ പറ്റും. അപ്പോൾ 1 4 പറ്റും. 1 5 കിട്ടുമോ? പറ്റില്ല. കാരണം 1 - 5 -4 ആ കിട്ടുക. അത് പറ്റില്ല. -4 ഡിവിസിബിൾ നോട്ട് ഡിവിസിബിൾ ആണ്. 6 പറ്റും. പറ്റുമോ? 1 - 6 -5 ആണ് കിട്ടുക. അതും പറ്റില്ല. അപ്പോൾ ആക്ച്വലി ഏതൊക്കെ പറ്റുള്ളൂ? x 1 ആകുമ്പോൾ 2 ആൻസറുകളെ പറ്റുള്ളൂ. ഒന്ന് y 1 പറ്റും, ഒന്ന് y 3 പറ്റും. അപ്പോൾ ജനറലി നമുക്ക് 1ൻ്റെ കേസിൽ നമുക്ക് ഇവിടെ തന്നെ ഡെവലപ്പ് ചെയ്യാം. 1 ആകുമ്പോൾ 1 പറ്റുന്നുണ്ട്, 1 ആകുമ്പോൾ 4 പറ്റുന്നുണ്ട്. 1ൻ്റെ കേസിൽ ഇത്രേ പറ്റുള്ളൂ. ഇനി ഇതേപോലെ നമ്മൾ 2ൻ്റെ കേസ് എടുക്കാം. x 2. അപ്പോൾ വൈയിൽ ഏതൊക്കെ പറ്റും? 1 പറ്റുമോ? y 2 പറ്റുമോ? y 3 പറ്റുമോ? y 4 പറ്റുമോ? y 5 പറ്റുമോ? y 6 പറ്റുമോ? ഇതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ 2 ആകുമ്പോൾ ഏതൊക്കെ പറ്റാം? 1 പറ്റില്ല. കാരണം 2 - 1 എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 3 പറ്റില്ല. 2 പറ്റുമോ? 2 - 2 0 അത് പറ്റും. 2 - 2 0 0 ഈസ് ഡിവിസിബിൾ ബൈ 3 നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ 2 പറ്റും, നമുക്ക് ടിക്കിടാം. 3 പറ്റുമോ? 2 - 3 പറ്റില്ല. 2 - 4 എന്ന് പറഞ്ഞാൽ -2 ആണ്. -2 പറ്റില്ല. 2 - 5 എന്ന് പറഞ്ഞാൽ 2 - 5 എന്ന് പറഞ്ഞാൽ -3 ആണ്. -3 പറ്റും. അപ്പോൾ 2 5 കൂടെ പറ്റും. 6 പറ്റുമോ? അതും പറ്റില്ല. കാരണം 2 - 6 എന്ന് പറഞ്ഞാൽ -4 പറ്റില്ല. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന പെയർ, ഈ കേസിൽ കിട്ടുന്ന പെയർ ഏതൊക്കെയാ? 2 പറ്റും, അതുപോലെ 2 5 പറ്റും. അപ്പോൾ 2 പേരായി. ഇനി ഒരൊറ്റ സെറ്റും കൂടെ കാണാനുള്ളൂ, മൂന്നാമത്തെ കഴിഞ്ഞു. x 3. സോ y 1 y 2 y 3 y 4 y 5 y 6 അല്ലേ? ബിയിലുള്ള എലമെൻറ്റ്സ് ആണല്ലോ. അപ്പോൾ 3 - 1 2 പറ്റില്ല. 3 - 2 പറ്റില്ല. 3,3 3,3 പറ്റും. നേരത്തെ നമ്മൾ പറഞ്ഞു 3 അല്ലേ? 3 - 3 എന്ന് പറഞ്ഞാൽ 0 0 ഈസ് ഡിവിസിബിൾ ബൈ 3 ആണ്. നോ ഇഷ്യൂ. 3,4 -1 പറ്റില്ല. -1 പറ്റില്ല. 3,5 പറ്റും. 3,5 പറ്റും. 3,5 പറ്റും. 3,5 പറ്റുമോ? ഇല്ല സാറേ, -2 അല്ലേ? പറ്റില്ല. തെറ്റി. 3,5 കിട്ടുമോ? ഇല്ല, -2 അല്ലേ? -2 അല്ലല്ലോ, -3 അല്ലേ വേണ്ടേ? 3,6 പറ്റും. കാരണം 3 - 6 എന്ന് പറഞ്ഞാൽ -3 ആണ്. -3 ഡിവിസിബിൾ ബൈ 3 ആണ്. കറക്റ്റാ. 3,6. അപ്പോൾ ഇത്രയും പേഴ്സാണ്. ഇത് ഫൈനലൈസ് ചെയ്ത് ആൻസർ എഴുതുക. അപ്പോൾ 6 1 1 എഴുതി, 1 1 എഴുതി, 1 4 കൊടുക്കുക, 1 4. ഇനി 2ൽ ഏതൊക്കെ ഇരുന്ന്? 2 2 2 5 2 2 2 5. പിന്നെ 3ൽ ഏതൊക്കെയാണ്? 3 3 3 6 3 3 3 6. ഇതാണ് റിലേഷൻ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു, റിലേഷൻ എഴുതി. പിന്നെ എളുപ്പമാണ്, ഇതൊന്നുമില്ല. അപ്പോൾ റോസ്റ്റർ ഫോമിൽ എഴുതി, ദാറ്റ്സ് എ റിലേഷൻ. ആർ ഈസ് എ ഫംഗ്ഷൻ ജസ്റ്റിഫൈ. ഇത് ഫംഗ്ഷൻ ആണോ അല്ലേ? ഫംഗ്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു, വെൻ ഡയഗ്രം വരക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഫംഗ്ഷൻ ആണോ അല്ല എന്ന് ചെക്ക് ചെയ്യാൻ ഏറ്റവും നല്ലത് വെൻ ഡയഗ്രം വരക്കുന്നതാണ് കേട്ടോ. ആദ്യമുള്ള നമ്പറുകളൊക്കെ ലിസ്റ്റ് ചെയ്യാം. 1 ഒരു വട്ടം എഴുതിയാൽ മതി. 2 എക്സിലുള്ള അല്ലേ? 2 3. ഇനി അടുത്തതിൽ 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്, 6 എല്ലാം എഴുതി വെച്ചേക്ക്. ഇനി കണക്ട് ചെയ്തേ, ഈ പറഞ്ഞ റിലേഷൻ വെച്ച് കണക്ട് ചെയ്തേ. 1 ആണെങ്കിൽ 1 നേരെ ഏരോ വരയ്ക്കും. 1 ആണെങ്കിൽ 4 പ്രശ്നമായി അല്ലേ? 2 ആണെങ്കിൽ 2 ആണെങ്കിൽ 5 ഇനി വരക്കേണ്ട ആവശ്യമില്ല അല്ലേ? 3 ആണെങ്കിൽ 3 ആണെങ്കിൽ 6. ഇപ്പം തന്നെ അറിയാം, ഒരു നമ്പറിൽ നിന്ന് ഒരു ഏരോ പോകാൻ പാടുള്ളൂ അല്ലേ? 1ന് എന്തുണ്ട്? 1 ഹാസ് മോർ ദാൻ അല്ലെങ്കിൽ 1 ഹാസ് 2 ഔട്ട്പുട്ട് എന്ന് എഴുതിയാലും മതി. 2 ഔട്ട്പുട്ട്. therefore ഫംഗ്ഷൻ ഈസ് നോട്ട് എ ഫംഗ്ഷൻ. അത് നമ്മൾ നേരത്തെ പറഞ്ഞു, തിയറിയിൽ പറഞ്ഞില്ലേ, 1ന് ഒരു ഏരോ പോകാൻ പാടുള്ളൂ. 1ന് 1ഉം പോയി, 1ന് പിന്നെ 4ഉം പോയി, അത് നടക്കൂല. ഒരു ഏരോ പോകാൻ പാടുള്ളൂ. വ്യത്യസ്ത ഇൻപുട്ടുകൾക്ക് ഒരു ഔട്ട്പുട്ട് ഉണ്ടാവാം, പക്ഷേ ഒരു ഇൻപുട്ടിന് എന്തുണ്ടാവാൻ പാടില്ല? വ്യത്യസ്ത ഔട്ട്പുട്ട് ഉണ്ടാവാൻ പാടില്ല. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, f(x) അല്ലേ? ഇത് നേരത്തെ പറഞ്ഞില്ലേടാ. ഫോർ എക്സാമ്പിൾ f(x)
x+2. ഞാൻ f(1) കണ്ടു. അപ്പോൾ 1+2 എനിക്ക് കിട്ടി 3. ആഫ്റ്റർ 10 minutes later, 10 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും f(1) കാണാണ്. എനിക്ക് എന്തിനാ കിട്ടുള്ളൂ? 1+2 3 എന്നല്ലേ കിട്ടുള്ളൂ. വേറൊരു ആൻസർ ഇവിടെ വന്നിട്ട് 5 എന്ന് കിട്ടുമോ? കിട്ടൂല. അതേപോലെയാണ് 1ന് നിങ്ങൾ ഒരു 1 ഔട്ട്പുട്ട് വന്നാൽ പിന്നെ 1ന് ഒരു 4 ഔട്ട്പുട്ട് വരില്ല. 2ക്ക് ഒരു 2 ഔട്ട്പുട്ട് വന്നാൽ 2ക്ക് ഒരു 5 ഔട്ട്പുട്ട് വരില്ല. ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ എന്തല്ല ഫംഗ്ഷൻ അല്ല. therefore 1 has 2 ഔട്ട്പുട്ട് എന്നൊക്കെ എഴുതി വെക്കാം. ഫംഗ്ഷൻ ഇസ് നോട്ട് എ ഫംഗ്ഷൻ. എടാ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക. നിങ്ങൾ ആലോചിച്ച് നിങ്ങൾക്ക് നല്ല താല്പര്യം ആവുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ സെറ്റാക്കുക. നെക്സ്റ്റ് നമുക്ക് ഇതിൽ ഹാർഡ് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നോക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ മക്കളെ, നെക്സ്റ്റ് നമുക്ക് കുറച്ചും കൂടെ ഹാർഡ് ലെവലുള്ള ക്വസ്റ്റ്യൻസും കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നത് പഠിക്കാൻ പോകുന്നത്. ബിഫോർ നിങ്ങൾ എന്ത് ചെയ്യുക? താല്പര്യമുള്ള മക്കളാണെങ്കിൽ എന്ത് ചെയ്യുക? കോഴ്സിന് ജോയിൻ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക? സാറിൻ്റെ നമ്പർ ഇതാ അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്യുക? വാട്സപ്പ് ചെയ്യുക. വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും? ആക്റ്റീവ് ആക്കി. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഈ ചാപ്റ്ററിലെ ഹാർഡ് ലെവൽ ക്വസ്റ്റ്യൻ എന്ന് പറയും. കുറച്ച് ടഫായിട്ട് എക്സാമിന് ചോദിക്കാം. അപ്പോൾ പല ആളുകളും വിചാരിക്കും ടഫ് എന്ന് പറഞ്ഞത് ഭയങ്കര ടഫാണ്. അങ്ങനെയല്ല, എല്ലാ മക്കൾക്കും ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതും കൂടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാലാണ് ഈ ചാപ്റ്ററിൽ നിന്ന് +1 ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഈ പറയുന്ന മെറ്റീരിയലുള്ള ക്വസ്റ്റ്യൻസ് എക്സാമിന് ഉണ്ടാവുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇത് 100% ഗ്യാരണ്ടിയാണ്. ഓക്കേടാ. അപ്പോൾ ഇതും കൂടെ നമുക്ക് ചെയ്യാം. കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ ഉള്ളൂ. വെറൈറ്റി സെലക്റ്റഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കിൽ പ്രീവിയസ് ഇയർ വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ. അപ്പോൾ ഇതും കൂടെ നമുക്ക് ചെയ്താൽ സെറ്റായി കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സോ ലെറ്റ് എ 1 2 3 up to 14. ഓക്കെ, 1 മുതൽ 13 വരെ സെറ്റിലുണ്ട്. റിലേഷൻ ബ്ലാ 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 r = x, y 3x - y = 0. എക്സും വൈയും എന്താണെന്നാണ് പറയുന്നത്? എയിലുള്ള എലമെന്റ് ആണെന്നാണ് പറയുന്നത്. എക്സും വൈയും എന്താണ്? എയിലുള്ള എലമെന്റ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, എക്സും വൈയും എയിലുള്ള എലമെന്റ് ആണ്. അപ്പോൾ 3x - y = 0 ആണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എന്ത് ചെയ്യടാ? ആ ഇക്വേഷൻ നമ്മൾ എഴുതിയെടുക്കാം. 3x - y = 0 എന്ന് നമുക്ക് തന്ന ഇക്വേഷൻസ് എന്ത് ചെയ്യുക? ആദ്യം എഴുതിയെടുക്കാം. ഇതിലെ -y അപ്പുറത്തോട്ട് ചാടിച്ചാൽ എന്താവും? +y ആയി. അപ്പോൾ y = 3x. അപ്പോൾ ഞാൻ ഒരു പേജിൽ എടുക്കാം. അപ്പോൾ നമുക്ക് y = നമുക്ക് എന്ത് കിട്ടി? 3x. ഇപ്പോൾ y എന്ന് പറഞ്ഞിട്ട് ഇവർ കൊടുത്താൽ മതിയായിരുന്നു. അതിന് പകരം 3x - y = 0 എന്ന് പറഞ്ഞ് കൊടുത്ത് നമ്മളെ കൺഫ്യൂഷൻ ആക്കിയതാണ്. നമ്മൾ ആ കൺഫ്യൂഷൻ ആക്കിയ പാർട്ടിനായിട്ട് എടുത്തു കൊടുന്നു. എന്നിട്ട് -y അപ്പുറത്തോട്ട് കൊണ്ടായാലും എന്താടാ? +y ആയി. ഇപ്പോൾ y = 3x എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റിലോട്ട് നമുക്ക് എത്തി. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം? ഈ എക്സും വൈയും നമ്മൾ ഇൻപുട്ട് കൊടുക്കണം. ഇവിടെ നമ്മൾ ആ റിലേഷൻ ഉണ്ടാക്കണം. റൈറ്റ്, r in ടേബിൾ ഫോം r ഉണ്ടാക്കണം. അപ്പോൾ r ഉണ്ടാക്കാൻ x, y ആണ്. എക്സും വൈയും ഏലുള്ള എലമെന്റ് ആണ്. ഏലുള്ള എലമെന്റ്സ് മാത്രമേ വരാൻ പാടുള്ളൂ. ഇപ്പോൾ കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടാവും 1 മുതൽ 14 വരെ അല്ലേ ഉള്ളൂ. അപ്പോൾ കുറേ പ്രയാസം ഉണ്ടോ? ഇല്ല, അത്രയൊന്നും നമ്മൾ എടുക്കണ്ട. അപ്പോൾ എക്സും വൈയും ഏലുള്ളതാണ്. അപ്പോൾ നമ്മൾ ഏലുള്ള നമ്മൾ കുറച്ചൊരു ഓർഡറിൽ നമ്മൾ എലമെന്റുകൾ എടുക്കാം. ഫസ്റ്റ് ഏലുള്ള ഒരു എലമെന്റിൽ നമ്മൾ എക്സ് എന്തായിട്ട് എടുക്കുക? 1 ആയിട്ട് എടുക്കാം. അപ്പോൾ y എന്താ സംഭവിക്കാൻ നോക്കാം. y എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടൂടാ? 3x അല്ലേ. അപ്പോൾ 3 × 1 നമുക്ക് എന്ത് കിട്ടും? 3 കിട്ടും. അപ്പോൾ നമുക്കൊരു ഓർഡേഡ് പെയർ കിട്ടി. എന്ത് ഓർഡേഡ് പെയർ നമുക്ക് എന്ത് കിട്ടിയടാ? 1, 3 എന്ന് പറയുന്ന ഒരു ഓർഡേഡ് പെയർ. കാരണം x, y അല്ലേ. x, y ആണല്ലോ ഒരു ഓർഡേഡ് പെയർ. x, y ആണല്ലോ ഒരു ഓർഡേഡ് പെയർ. അപ്പോൾ 1, 3 എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും? കൃത്യമായിട്ടൊരു ഓർഡർ കിട്ടും. ഇനി എക്സിന് നമ്മൾ എന്ത് കൊടുക്കുക? 2 കൊടുക്കുക. അപ്പോൾ y എന്ത് കിട്ടൂടാ? 3 × 2. 3x കൊടുത്താൽ 3 × 2 6 കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടിയടാ? 2, 6 കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത പെയർ നോക്കാം. എക്സിന് നമ്മൾ ഇൻപുട്ട് എന്ത് കൊടുക്കാം? 3 കൊടുക്കാം. അപ്പോൾ y = എന്ത് കിട്ടും മക്കളെ? 3 × 3 നമുക്ക് എന്ത് 9 കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3, 9 കിട്ടും. അതേപോലെ എക്സിന് നമ്മൾ 4 കൊടുക്കുക. അപ്പോൾ y എന്ത് കിട്ടും മക്കളെ? 3 × 4 നമുക്ക് എന്ത് കിട്ടും മക്കളെ? 12 കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4, 12 കിട്ടും. അതേപോലെ എക്സിന് നമ്മൾ 5 കൊടുക്കുക. 5 കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധയിൽപ്പെടും 3 × 5 എന്ന് പറഞ്ഞാൽ 15 ആണ്. അപ്പോൾ 15 എന്ന് പറയുന്ന നമ്പർ നമ്മളെ കയ്യിലുണ്ടോ? നിങ്ങൾ പറ. ഇത് നമുക്ക് ഒരിക്കലും ഇല്ല. കാരണം 15 നമുക്ക് സൊല്യൂഷനായിട്ട് വരുന്ന സൊല്യൂഷൻ ഇതിലില്ല. കാരണം നോക്കൂ, 14 വരെ നമുക്ക് സൊല്യൂഷൻ ഉള്ളൂ. 1 മുതൽ 14 വരെ നമ്മൾ എയും അല്ലെ എക്സും വൈയും അതേ എടുക്കാൻ പാടുള്ളൂ എന്ന് ക്വസ്റ്റ്യൻ ഓൾറെഡി പറഞ്ഞു. ആ നിലപാടുള്ളത് കൊണ്ട് നമ്മൾക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പാടില്ല? 5 വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടില്ല? ആൻസർ കിട്ടില്ല. മനസ്സിലായ? ഇവിടെ നമുക്ക് ഈ ആൻസർ കിട്ടില്ല. അപ്പോൾ ഇതുവരെ നമുക്ക് എടുക്കാൻ പാടില്ല എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതുവരെ നമുക്ക് എന്ത് ചെയ്യുള്ളൂ? സൊല്യൂഷൻ സെറ്റ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളുടെ സൊല്യൂഷൻ ഫൈനലി 4 വരെ നമുക്ക് പറ്റുള്ളൂ. ഓക്കെ, സോ ഇതിൻ്റെ ഫസ്റ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ ആറിൻ്റെ ടേബിൾ ആർ എഴുതുക എന്നുള്ളതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്പർ 1. അപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടിയടാ? 1 3 2 6 3 9 4 12. ഇതാണ് നമ്മളുടെ റിലേഷൻ. ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. റൈറ്റ് ആർ ഇൻ ടേബുലർ ഫോം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഫൈൻഡ് ദി ഡൊമൈൻ, കോഡൊമൈൻ, റേഞ്ച്. ഇവിടെയാണ് കോഡൊമൈൻ വരുന്നത്. അപ്പോൾ എന്താ കോഡൊമൈൻ സാർ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ആദ്യമുള്ളത് ഡൊമൈൻ, രണ്ടാമത്തെ റേഞ്ചാണ്. ഡൊമൈൻ, റേഞ്ച്, ഡൊമൈൻ, ആ ഡി ആർ നിങ്ങൾക്ക് അറിയാം അല്ലേ. അപ്പോൾ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ
ഡൊമൈൻ ഈസ് ഈക്വൽ ടു അത് നിങ്ങൾക്കറിയാം ആദ്യത്തെ എലമെൻറ്റുകളാണ് ഡൊമൈൻ അല്ലേ ഒരു ഓർഡേഡ് പെയറിൽ ആദ്യത്തെ എലമെൻറ്റുകളാണ് ഡൊമൈൻ എന്ന് വിളിക്കുന്നത് അല്ലേ അപ്പോൾ 1 വരും 2 വരും 3 വരും 4 വരും സോ റേഞ്ച് എന്ന് പറയുന്നത് അതേപോലെ തന്നെയാണ് രണ്ടാമത്തെ ഓർഡേഡ് പെയറുകളാണ് ലൈക്ക് 3 വരും 6 വരും 9 വരും 12 വരും 3 6 9 12 ആണ് റേഞ്ച് ആയിട്ട് നമുക്ക് റിസൾട്ട് വരാം ഇനി ശ്രദ്ധിക്കുക കോഡൊമൈൻ എന്താണ് സാറേ ഞങ്ങൾക്ക് സാറ് പറഞ്ഞു തന്നിട്ടില്ലല്ലോ സത്യമാണ് കോഡൊമൈൻ പറഞ്ഞിട്ടില്ല കോഡൊമൈൻ എന്ന് പറഞ്ഞാൽ വൈയിൽ വരാൻ ചാൻസ് ഉള്ള അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല വേറെ രീതിക്ക് പറഞ്ഞുതരാം എടാ ഇതാണ് എയും ഇതാണ് ബിയും അല്ലേ അപ്പോൾ എയിലുള്ള എലമെൻറ്റ്സ് ആണ് നമ്മൾ എക്സ് ആയിട്ട് എടുത്തത് ഇവിടെ തന്നെ നമ്മൾ വൈ ആയിട്ട് എടുത്തത് രണ്ടിലും എന്താണ് എയിലുള്ള എലമെൻറ്റ്സ് ആണ് ഉള്ളത് 1 മുതൽ 14 വരെ 1 2 3 അപ് ടു 14 ഇവിടെയും 1 2 3 അപ് ടു 14 വൈയിലുള്ള എല്ലാ എലമെൻസുകളെയാണ് കോഡൊമൈൻ എന്ന് പറയുന്നത് അതായത് ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ഇങ്ങനെ പറഞ്ഞാൽ ഡൊമൈൻസ് എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് അതിന് കിട്ടുന്ന റിസൾട്ടുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഔട്ട്പുട്ട് ദാറ്റ് ഈസ് ഔട്ട്പുട്ട് ഇനി വൈയിൽ വരാൻ സാധ്യതകളുള്ള ലിസ്റ്റ് ചെയ്തില്ലേ ലിസ്റ്റ് ചെയ്ത എല്ലാ എലമെൻറ്റിനെയും നമ്മൾ എന്ത് ചെയ്യുക കോഡൊമൈൻ എന്ന് വിളിക്കുക അപ്പോൾ കോഡൊമൈൻ യഥാർത്ഥത്തിൽ 1 മുതൽ 14 വരെ തന്നെയാണ് 1 2 3 അപ് ടു 14 1 മുതൽ 14 വരെ യഥാർത്ഥത്തിൽ അത് എന്ത് തന്നെയാണ് എ എന്ന് എഴുതിയാലും മതി നിങ്ങൾക്ക് എന്നും കൂടെ എഴുതാം വേണമെങ്കിൽ എന്ത് ചെയ്യാം ക്യാപിറ്റൽ ലെറ്റർ എന്നും കൂടെ എഴുതാം ക്യാപിറ്റൽ ലെറ്റർ എന്നും കൂടെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും അതിന് ഫുൾ മാർക്ക് കിട്ടും കേട്ടോ അപ്പോൾ അത് സെറ്റല്ലേ അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് നെക്സ്റ്റ് നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ അത് കഴിഞ്ഞു ലെറ്റ് എ 1 2 3 4 5 6 ഡിഫൈൻ ബ്ലാ 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 എക്സ് വൈ എക്സ് പ്ലസ് 1 ഡിസ്പ്ലേസ് യൂസിങ് ആരോ ഡയഗ്രം വൈറ്റ് ഡൊമൈൻ കോഡൊമൈൻ റേഞ്ച് സിമിലർ ക്വസ്റ്റ്യൻ തന്നെയാണ് ഇത് വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ് ഇവിടെ പിന്നെ വൈ എക്സ് പ്ലസ് 1 ആണെന്ന് പറഞ്ഞു എക്സ് നമ്മൾ ഓരോന്ന് കൊടുക്കാം എക്സ് നമുക്ക് ഫസ്റ്റ് 1 കൊടുക്കാം എക്സ് 1 കൊടുത്തു കഴിഞ്ഞാൽ വൈ എന്ത് കിട്ടും 1 പ്ലസ് 1 എന്ത് കിട്ടും 2 കിട്ടും അപ്പോൾ നമുക്ക് അടുത്ത പേജിൽ അതിൻ്റെ റിയൽ ഇവിടെ ഡിസ്പ്ലേസ്ഡ് യൂസിങ് ആരോ ഡയഗ്രാം ഇവിടെ ആരോ ഡയഗ്രത്തിലാണ് വരക്കാൻ പറഞ്ഞിട്ടുള്ളത് ഓക്കെ നമുക്ക് ആരോ ഡയഗ്രാം വരക്കാം 2 സർക്കിൾ വരക്കാം 1 മുതൽ 6 വരെ 1 2 3 4 5 6 1 2 3 4 5 6 2 വട്ടം വരക്കാം 2 സർക്കിൾ വരക്കാം ദാറ്റ് ഈസ് ആരോ ഡയഗ്രാം കേട്ടോ ഇനി 1 വരുമ്പോൾ എന്തിലോട്ടാണ് പോകുന്നത് എക്സ് പ്ലസ് 1 ആണ് ഒന്ന് കൂടുതൽ ഇത് ഒറ്റയടിക്ക് വേണമെങ്കിലും വരക്കാം 1 2 2 3 3 4 4 5 5 6 6 7 ഇല്ല അപ്പോൾ 6 നമുക്ക് അതുവരെ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ 1 മുതൽ 6 വരെ ഉള്ളൂ പക്ഷെ 6 നമുക്ക് മാർക്ക് ചെയ്യാൻ 7 ഇല്ല കാരണം എക്സും വൈയും എന്തായിരിക്കണം എയിലുള്ള എലമെൻറ്റ്സ് ആയിരിക്കണം ഇവിടെ ഒരു അഡീഷണൽ ഒരു സാധനം ഉണ്ട് കേട്ടോ ഇവിടെ അത് ആഡ് ഓൺ ചെയ്തു എക്സ് കോമ വൈ ഇലോങ്സ് ടു എ എന്ന് കൊടുക്കണം കേട്ടോ എക്സ് കോമ വൈ ഇലോങ്സ് ടു എ എന്ന് അവിടെ ഉണ്ട് കേട്ടോ അത് ആഡ് ഓൺ ചെയ്തു അപ്പോൾ ഏരോ ഡയഗ്രാം വരച്ചു റൈറ്റ് ഡൗൺ ഡൊമൈൻ റേഞ്ച് ഡൊമൈൻ കോഡൊമൈൻ റേഞ്ച് നേരത്തെ കണ്ട പോലെ തന്നെ അപ്പോൾ ഡൊമൈൻസ് നമുക്ക് ഇവിടെ തന്നെ കൊടുക്കാമെന്നുള്ളൂ ഡൊമൈൻ ഇൻപുട്ടുകൾ ഏതാണ് 1 ഉണ്ട് 2 ഉണ്ട് 3 ഉണ്ട് 4 ഉണ്ട് 5 വരെ ഉള്ളൂ 6 ഇല്ല കാരണം 6 നമുക്ക് ഇൻപുട്ട് ഇവിടെ കൊടുക്കാൻ പറ്റില്ല ഈ ഫംഗ്ഷനിൽ കാരണം 7 ആണ് കിട്ടുക അപ്പോൾ 7 ഓൾറെഡി ഇവിടെ ഇല്ലാത്തത് കൊണ്ട് 5 വരെ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ എടാ ഡൊമൈൻ റേഞ്ച് ഇത് കൊടുത്തപ്പോൾ കിട്ടുന്ന ഔട്ട്പുട്ടാണ് റേഞ്ച് എന്ന് പറയുന്നത് റേഞ്ചുകളെന്ന് പറഞ്ഞാൽ 2 ഉണ്ട് 3 ഉണ്ട് 4 ഉണ്ട് 5 ഉണ്ട് 6 ഉണ്ട് ദാറ്റ്സ് എ റേഞ്ച് 2 3 4 5 6 ആണ് റേഞ്ച് കോഡൊമൈൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ തന്നെ എ തന്നെ കേട്ടോ ഒറ്റയടിക്ക് എന്ന് എഴുതാം അല്ലാന്നെങ്കിൽ 1 2 3 4 5 6 ദാറ്റ് ഈസ് കോഡൊമൈൻ ഓക്കെ സെയിം സിമിലർ നേരത്തെ പറഞ്ഞതേപോലെ തന്നെ കണക്ട് ചെയ്താൽ എടാ നെക്സ്റ്റ് കൺസിഡർ ദ റിയൽ നമ്പർ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇക്വൽ ടു 1 - 2x ഫൈൻഡ് എഫ് ഓഫ് -1 എഫ് ഓഫ് 2 അതൊക്കെ നിങ്ങൾക്ക് എളുപ്പമാണ് ഫൈൻഡ് എക്സ് എഫ് ഓഫ് എക്സ് ഇക്വൽ ടു -1 രണ്ടും നമുക്ക് ചെയ്യാം സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ നിങ്ങൾ നോക്കുക എഫ് ഓഫ് എക്സ് എന്താണെന്നുള്ളത് അതുപോലെ എഴുതിയെടുക്കുക ദാറ്റ് ഈസ് 1 - 2x അടുത്തത് എഫ് ഓഫ് -1 എന്താണെന്ന് നമുക്ക് കാണാം അപ്പോൾ നമുക്ക് എക്സ് അല്ലേ എക്സ് ഉള്ളിടത്ത് ആ -1 കൊടുക്കാം ഇതാണല്ലോ നമ്മളെ പ്രോസസ് അല്ലേ ഇവിടെ എന്താ ചെയ്തത് എക്സ് ഉള്ളിടത്ത് ആ എക്സിൻ്റെ വാല്യൂ -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താ കിട്ടുക പറ 1 - 2 -2 × -1 എന്ന് പറഞ്ഞാൽ +2 ആണ് അല്ലേ 2 × -1 അല്ലെങ്കിൽ അങ്ങനെ പഠിക്കണം എന്നല്ലേ വേറെ ഓപ്ഷൻ പറഞ്ഞുതരാം 1 എന്ന് എഴുതാം മൈനസ് എന്ന് എഴുതാം 2 × -1 എന്ന് പറഞ്ഞാൽ -2 മൈനസും പ്ലസും ആയി അപ്പോൾ എന്താ കിട്ടി 3 ആണോ അതിൻ്റെ സൊല്യൂഷൻ കിട്ടുക ഇതേപോലെ തന്നെ അതിൽ വേറെ സൊല്യൂഷൻ കാണുന്നുണ്ട് എഫ് ഓഫ് 2 കാണാനുണ്ട് അപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 - 2x ആണ് നമുക്ക് തന്നിട്ടുള്ളതാണ് അവിടെ എഫ് ഓഫ് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം 1 - 2 × 2 1 മൈനസ് എന്ന് കിട്ടും 4 കിട്ടും വി ഗെറ്റ് -3 1 - 4 എന്ന് പറഞ്ഞാൽ -3 കിട്ടും ഓക്കേടാ ഇനി ഇതിൽ നമ്മൾ വേറെ ക്വസ്റ്റ്യൻ കൂടെ നമ്മൾ ചോദിച്ചിട്ടുണ്ടാ ഇതാ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം അത് വളരെ സിമ്പിളാണ് നോക്ക് ഈ എഫ് ഓഫ് എക്സ് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്
എഫ് ഓഫ് എക്സ് മൈനസ് വൺ ആണ്. എഫ് ഓഫ് എക്സ് മൈനസ് വൺ ആണെന്ന് ക്വസ്റ്റ്യൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ആ എഫ് ഓഫ് എക്സ് ഓൾറെഡി എന്താ 1 മൈനസ് 2x ആണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് ഓൾറെഡി എന്താണ് 1 മൈനസ് 2x, അത് ഇവിടെ കൊടുക്കാം. 1 മൈനസ് 2x മൈനസ് 1. ഈ മൈനസ് 2x അപ്പുറത്തോട്ട് ചാടിച്ച് കഴിഞ്ഞാൽ പ്ലസ് 2x. 1 ഇവിടെ ഉണ്ട്, മൈനസ് 1 ഇങ്ങോട്ട് വന്നാൽ എന്താ ഇവിടെ പ്ലസ് 1 ആവും. അപ്പോൾ നമുക്ക് പറയാം 2x ഈക്വൽ ടു 2 ആണെന്ന് പറയാം. തിരിച്ച് പറയാമല്ലോ 2x ഈക്വൽ ടു 2 ആണെന്ന് പറയാം. അപ്പോൾ എക്സ് എന്താ കിട്ടുക 2/2. അപ്പോൾ എക്സ് എത്ര കിട്ടുക 1. ഇവിടെ ഇൻറ്റു അല്ലടാ, ഈ ഇൻറ്റു 2 ഇങ്ങോട്ട് വന്നാൽ 2. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്ര കിട്ടും 1 കിട്ടും. കേട്ടോ, അതൊക്കെ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ഇതൊക്കെ വന്ന ക്വസ്റ്റ്യൻസ് ആണ്, നമ്മൾ പഠിക്കണം. എടാ ഇവിടെ നോക്കേ, ഫൈൻഡ് ദ ഡൊമൈൻ ഓഫ് ദി ഫംഗ്ഷൻ. നമ്മൾ പറഞ്ഞു ഇവിടെ എക്സിന് എന്തൊക്കെ കൊടുക്കാൻ പറ്റും. നമുക്കറിയാം എല്ലാ റിയൽ നമ്പർ എക്സിന് കൊടുക്കാൻ പറ്റും. ആരൊഴികെ നിങ്ങൾ ആലോചിക്കുക. ഡിനോമിനേറ്റർ മാക്സിൽ 0 വരാൻ പാടില്ല, 1/0 വരാൻ പാടില്ല. നിങ്ങൾ പറ എക്സിന് എന്ത് കൊടുത്താൽ 0 വരും 1 കൊടുത്താൽ. അപ്പോൾ 1 ഒഴികെ. അപ്പോൾ അതാണ് എല്ലാ റിയൽ നമ്പറും കൊടുക്കാം ഇവിടെ എക്സിന്, എല്ലാ റിയൽ നമ്പറും കൊടുക്കാം. പക്ഷേ ആര് മാത്രം കൊടുക്കല്ലേ 1 കൊടുക്കല്ലേ. 1 കൊടുത്താൽ എന്താ കിട്ടുക. അപ്പോൾ എഫ് ഓഫ് എക്സിൽ എഫ് ഓഫ് 1 കൊടുത്തു എന്ന് അസ്യൂം ചെയ്യാം. അപ്പോൾ എഫ് ഓഫ് 1 എന്താ വരിക 1 മൈനസ് 1 മൈനസ് 1 1/0. ഇത് നോട്ട് ഡിഫൈൻഡാണ്. അപ്പോൾ 1 ഒരിക്കലും ഉത്തരം കിട്ടാത്തത് കൊണ്ട് ഒരിക്കലും 1 റിസൾട്ടായിട്ട് വരില്ല. അപ്പോൾ അതല്ലാതെ എല്ലാ റിയൽ നമ്പർ കൊടുക്കാം. അപ്പോൾ അതുകൊണ്ട് ഓൾ റിയൽ നമ്പർ എക്സെപ്റ്റ് ആരെ മാത്രം വരില്ല -1 മാത്രം വരില്ല. ഓക്കെ, പിന്നെ ഇതിലുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഇതാടാ. ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ്, ഫൈൻഡ് ദി ഡൊമൈൻ ഓഫ് എക്സ് അല്ലേ. ഇത് ഇവിടെയുള്ളതല്ല. ഓക്കെ, ഇത് ഇവിടെയുള്ള പ്രോബ്ലം തന്നെ കേട്ടോ. ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് എഫ് ഓഫ് എക്സ് ഇല്ലേ ഡൊമൈൻ ഓഫ് എക്സ്. ഇത് നമ്മൾ നേരത്തെ ചെയ്ത സെയിം പ്രോബ്ലമാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്കിത് ചെയ്യാം കേട്ടോ. ബ്ലാങ്ക് പേജ് എടുത്ത് ചെയ്താം. ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് എഫ് ഓഫ് എക്സ് 1. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, എഫ് ഓഫ് എക്സ് 1 ആണെന്നുള്ള സ്റ്റെപ്പ് നമ്മൾ തുടക്കത്തിൽ വെക്കാം. ഇനി ആ എഫ് ഓഫ് എക്സ് അതുപോലെ പേസ്റ്റ് ചെയ്യാം. ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആട്ടോ. അത് കാണുമ്പോൾ എന്താ ചെയ്യണ്ട 2x + 3 ഓൾ ഡിവൈഡ് ബൈ x² - 8x. ഇത് പ്രീവിയസ് ഇയർ വന്നതാണ് ഈക്വൽ ടു 1. എടാ ഈ താഴെയുള്ളതിന് ഇങ്ങോട്ട് കൊണ്ടുവരും. അപ്പോൾ ഇൻറ്റു വരും. അപ്പോൾ x² + 2x + 3 1 ഇൻറ്റു അത് തന്നെ വരിക ഫംഗ്ഷനിൽ x² - 8x. ഏതൊരു സ്ഥാനത്തിന് 1 കൊണ്ട് ഗുണിച്ചാൽ ഫംഗ്ഷൻ തന്നെ വരിക. ഇനി ക്യാൻസലേഷൻ x² ക്യാൻസൽ. പിന്നെ എന്താ ഉള്ളത് 2x + 3 = -8x + 12. -8x എക്സുകളൊക്കെ ഗ്രൂപ്പ് ചെയ്യാം. -8x ഇങ്ങോട്ട് വന്നാൽ +8x. 12 വലതുവശത്തുണ്ട് +3 അങ്ങോട്ട് പോയാൽ -3. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക 2x ഉം 8x ഉം കൂട്ടി കഴിഞ്ഞാൽ 10x. 12 3 കഴിഞ്ഞാൽ 9 അല്ലേ. 9 x എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടൂടാ 9/10. എക്സിൻ്റെ വാല്യൂ എന്താ കിട്ടുക 9/10. സാർ എന്താ x² ക്യാൻസൽ ആവാൻ കാരണം എടാ ഇത് +x². അത് ഇങ്ങോട്ട് വന്നാൽ -x² ആവും. അപ്പോഴും വെട്ടിപ്പോവും. ഇങ്ങനെ x² ഈക്വലിൻ്റെ അവിടെ നിന്ന് വെട്ടാനൊക്കെ എന്ത് ചെയ്യാം പഠിച്ചു വെക്കാം. എടാ അതിൽ തന്നെ രണ്ടാമതൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അത് നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞതാണ്. ഫൈൻഡ് ദി ഡൊമൈൻ ഓഫ് ഫംഗ്ഷൻ. ഡൊമൈൻ കാണുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു 2 നമ്പറുകൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ നമ്മൾ ഫംഗ്ഷൻ എഴുതിയെടുക്കാം. നമ്മൾ നേരത്തെ ചെയ്തു ഇതേ മോഡൽ ഡൊമൈൻ കാണാൻ ചെയ്തു. 2x + 3 x² - 8x + 12. പറടാ 2 നമ്പറുകൾ ഗുണിച്ചാൽ 12. എടാ നമുക്ക് നോക്കാം 4 × 3 12. പക്ഷെ 8 കിട്ടുമാണ് കേട്ടോ. അപ്പോൾ നമുക്കൊരു ഐഡിയ മനസ്സിലായി. 6 × 2 12. -6 × -2 എന്ന് പറഞ്ഞാലും 12. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഇതായിരിക്കും ഉത്തരം വരിക. കാരണം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ -6 + -2 -8 വരിക. അപ്പോൾ 2 നമ്പറുകൾ ഗുണിച്ച് കഴിഞ്ഞാൽ അല്ലേ. അപ്പോൾ നമ്പർ ഏതാടാ -6 ഉം -2. നേരത്തെ പറഞ്ഞു സാറ്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ഡീറ്റെയിൽ അതാണ് പറയാത്തത്. അപ്പോൾ ഈ എഫ് ഓഫ് എക്സിനെ നമുക്ക് മാറ്റാം. മുകളിലത്തെ ഒന്നും മാറ്റണ്ട, മുകളിലത്തെ അതേപോലെ വെക്കുക. അത് മാറ്റണം എന്ന് നിർബന്ധമല്ല, അത് അതുപോലെ വെച്ചാൽ മതി. അപ്പോൾ -6 ഉം -2 ആണ്. അപ്പോൾ എഴുതുമ്പോൾ എന്ത് എഴുതാം x -6 എന്ന് എഴുതാം, x -2 എന്ന് എഴുതാം. ഇനി ഇവിടെ 2 നമ്പറുകൾ വരാൻ പാടില്ല, നമുക്ക് മനസ്സിലായി. ഒന്ന് 6 വരാൻ പാടില്ല, 2 വരാൻ പാടില്ല. സോ ദ ഫൈനൽ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഓൾ റിയൽ നമ്പർ വരാം. ആര് മാത്രം വരരുത് 6,2 മാത്രം എന്ത് വരാൻ പാടില്ല, അതിൻ്റെ റിസൾട്ടായിട്ട് വരാൻ പാടില്ല. എല്ലാ റിയൽ നമ്പേഴ്സും വരാം, 6 വരാൻ പാടില്ല, 2 വരാൻ പാടില്ല. അതാണ് അതിൻ്റെ സൊല്യൂഷൻ. നമ്മൾ നേരത്തെ ചെയ്ത പാറ്റേൺ ആണ് കേട്ടോ അത്. എടാ പിന്നെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയറിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ കൂടെയാണ് ആക്ച്വലി കേട്ടോ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ കൂടെയാണ് കേട്ടോ. ഇത് ഒരുപാട് വർഷം ഞാൻ പറഞ്ഞുതരാം, വർഷങ്ങളൊക്കെ പറഞ്ഞുതരാം. ഒരുപാട് വർഷങ്ങൾ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, ഇത് 2020 ഒരുപാട് വർഷങ്ങളിൽ, അതായത് ഇത് ഞാൻ പറയുന്ന ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് ഉണ്ട് ഓൾറെഡി. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നല്ലൊരു ക്വസ്റ്റ്യൻ ആണിത്. 42 ക്വസ്റ്റ്യൻ. ഇതാ ക്വസ്റ്റ്യൻ കേട്ടോ. ഇത് NCERT വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, അതാണ് പറയുന്നത്.
ഇത് പ്രീവിയസ് ഇയറിന് ഒരുപാട് 2019 2023 ഒക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 2023 കേട്ടോ. നമുക്ക് നോക്കാം. ഫൈൻഡ് ദി ഡൊമൈൻ ആൻഡ് റേഞ്ച് ഓഫ് റിയൽ ഫംഗ്ഷൻ. ഇത് കുറച്ചൊരു ഹാർഡായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് പല ആളുകളും, പക്ഷേ എല്ലാം സിമ്പിളാക്കി സാർ പറഞ്ഞുതരാം. എടാ എക്സിന് എന്തൊക്കെ ഇൻപുട്ട്? ഇപ്പോൾ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഇൻപുട്ടാണ്. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഇൻപുട്ട്, റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഔട്ട്പുട്ട് കിട്ടും അതിനാണ് നമ്മൾ റേഞ്ച് എന്ന് വിളിക്കാം. അപ്പോൾ എക്സിന് എന്തൊക്കെ ഇവിടെ കൊടുക്കാൻ പറ്റുമോ അതൊക്കെ ഇൻപുട്ടാണ്. നെഗറ്റീവ് വരാൻ പാടില്ല. നെഗറ്റീവ് റൂട്ട് നോട്ട് ഡിഫൈൻഡ് ആണ്. അതല്ലാത്തൊക്കെ ഇൻപുട്ടായിട്ട് നമുക്ക് കൊടുക്കാം, നെഗറ്റീവ് റൂട്ട് വരാത്തതാണ്. അപ്പോൾ നമുക്കറിയാം ഇൻപുട്ടായിട്ട് നമുക്കിവിടെ കൊടുക്കാൻ പറ്റുക എന്തൊക്കെയാണ്. ഇവിടെ എക്സിന് നമുക്ക് എന്തൊക്കെ വാല്യൂ കൊടുക്കാം. അപ്പോൾ അതിന് നമുക്കൊരു കാര്യം ചെയ്യാം. അതിന് ട്രിക്ക് ഇതാണ്. ആ റൂട്ടിനകത്തുള്ള വാല്യൂസിനെ നമ്മൾ പുറത്ത് കൊണ്ടുവരാം. ഇതിൻ്റെ ട്രിക്ക് ഇതാണ് കേട്ടോ. ആ റൂട്ടിനകത്തുള്ള വാല്യൂനെ നേരെ പുറത്ത് കൊണ്ടുവരാം. 9 - x² എന്നിട്ട് 0 എന്ന് പറയാം. അപ്പോൾ 9 ഇവിടെ നിർത്തി കഴിഞ്ഞാൽ x² ആയി. അപ്പോൾ x² നിർത്തി കഴിഞ്ഞാൽ 9 ആണ്. എക്സ് എന്ന് പറഞ്ഞാൽ ±√9 വരും. ±3 ആണ് വരിക അല്ലേ. സ്ക്വയർ കളയാൻ റൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുക +or-3 ആണ് കേട്ടോ. ഇവിടെ +or- എന്ന് പറയണമെന്നില്ല, റിസൾട്ടിൽ ഇട്ടാവുന്നത് കേട്ടോ. +or-3. അപ്പോൾ ഇവിടെയാണ് ഇതിൻ്റെ ഡൊമൈൻ വഴിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡൊമൈൻ്റെ ആൻസറാണ് സാർ എഴുതുന്നത്. എൻ്റെ കണ്ണും ചുമ്പിട്ട് നിങ്ങളാണ്ട് എഴുതിക്കോ. ഡൊമൈൻ -3 മുതൽ 3 വരെ കേട്ടോ. അപ്പോൾ ഇത് എഴുതേണ്ട ഒരു സ്റ്റൈലൊക്കെ ഉണ്ട്. ഒരു സ്റ്റൈലും കിട്ടിയിട്ടില്ലെങ്കിൽ -3,3 എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സ്റ്റൈലിൽ എഴുതാം. ഒരു സ്റ്റൈൽ നിങ്ങൾക്ക് എക്സാമിന് ഓർമ്മ വരുന്നെങ്കിൽ -3 മുതൽ 3 വരെ ഏത് നമ്പർ നിങ്ങൾ കൊടുത്തോ 0 വരെ പോകുള്ളൂ. കാരണം അത് ആദ്യമേ നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. 9 - x² എത്രയേ വരാൻ പാടുള്ളൂ? 0 ആണ് വരാൻ പാടുള്ളൂ. നെഗറ്റീവ് നമ്പർ വരാൻ പാടില്ല. അപ്പോൾ അതിന് 9 - x² 0, √0 കുഴപ്പമില്ല, 0 ആണ് സൊല്യൂഷൻ. നെഗറ്റീവ് വരാൻ പാടില്ല എന്ന് ആദ്യം നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുക. 9 - x² 0. അപ്പോൾ കിട്ടുന്ന എക്സ് എന്ന് പറഞ്ഞാൽ +or-3 ആണ്. അപ്പോൾ -3 മുതൽ +3 വരെ എന്ത് കൊടുത്താലും എന്തല്ല റൂട്ട് നെഗറ്റീവ് വരില്ല. അപ്പോൾ ഇൻപുട്സ് എന്ന് പറയുന്നത് ഡൊമൈൻ അതാണ്. ഇനി ഇത് എഴുതേണ്ട വേറൊരു പാറ്റേൺ ഉണ്ട്. ഇത് എഴുതാൻ പറ്റുന്നവർ ഈ പാറ്റേൺ ഫോളോ ചെയ്യാമെന്ന് ഞാൻ പറയുന്നത് എക്സാമിന്. ഇനിയിപ്പോൾ ഇങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. ഡൊമൈൻ = സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതാൻ പറ്റുന്നത്. എക്സ് എന്ന് പറയാം 2 കോളം എഴുതാം. -3 < x < 3 എന്നിട്ട് പറയാം എക്സ് ഇലോങ്സ് ടു എന്താണ് എല്ലാ റിയൽ നമ്പേഴ്സ് ആണെന്ന് പറയാം. ഇതാണ് ഏറ്റവും സ്റ്റാൻഡേർഡ് പ്രസൻറ്റേഷൻ. ഇതിൽ പ്രത്യേകിച്ചൊന്നുമില്ല ഈ പ്രസൻറ്റേഷൻ ചെയ്യാൻ. -3 മുതൽ 3 വരെ എന്നാണ്. -3 ഉണ്ട് 3 ഉണ്ട്. അപ്പോൾ എക്സിൻ്റെ സൊല്യൂഷൻ എന്താകുന്നു? -3നും 3നും ഇൻബിറ്റ്വീനിലും ഈക്വലും ആണ്, ഇൻബിറ്റ്വീനിലുള്ളതാണ് എന്ത് പറയുക അതിൻ്റെ സൊല്യൂഷൻ. ആ എക്സിൻ്റെ റിയൽ നമ്പറുകളാണ്. ഏത് നമ്പറുകളും നമുക്കവിടെ കൊടുക്കാം. റിയൽ നമ്പർ 2.3 1.2 എന്ത് വേണമെങ്കിലും ഇവിടെ കൊടുക്കാം. അതുകൊണ്ടാണ് റിയൽ നമ്പർ നമ്മളവിടെ മെൻഷൻ ചെയ്തത്. റൂട്ടിന് എന്തല്ല റിയൽ നമ്പേഴ്സ് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇതേപോലെ തന്നെ ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്. ഇനി ഔട്ട്പുട്ട് എന്താ കിട്ടുക? റേഞ്ച് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഔട്ട്പുട്ട് എന്തൊക്കെയാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക? ഔട്ട്പുട്ട് ഒരു കാരണവശാലും നെഗറ്റീവ് വരില്ല. 0 വരുന്നുണ്ട് ഔട്ട്പുട്ട്. നിങ്ങൾ നല്ല ഇൻ്റലിജൻസ് ആയി ചിന്തിച്ച് നോക്കുക. നെഗറ്റീവ് വരില്ല, നെഗറ്റീവ് വരാൻ പാടില്ല. അപ്പോൾ ഷുവറാണ് റേഞ്ച് എന്ന് പറഞ്ഞാൽ 0ലാണ് സ്റ്റാർട്ട് ചെയ്യുക. അത് നമ്മൾ ചിന്തിച്ച് കണ്ടെത്തുന്നതാണ് നല്ലത്. 0 ആണ് ഏറ്റവും ചെറിയ ഔട്ട്പുട്ട്. ഏറ്റവും ചെറിയ ഔട്ട്പുട്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. ഏറ്റവും വലിയ ഔട്ട്പുട്ട് മാക്സിമം എന്തായിരിക്കും? 3 ആയിരിക്കും. കാരണം നിങ്ങൾ ആലോചിക്കുക, ഇൻപുട്ട് കൊടുക്കാൻ പറ്റുന്നതേ -3 മുതൽ 3 വരെയാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഇപ്പോൾ f(x) ഇതിങ്ങനെ ചിന്തിച്ചാൽ കിട്ടും നിങ്ങൾക്ക്. ഇപ്പോൾ f(0) കൊടുത്തു കഴിഞ്ഞാൽ എന്താ കിട്ടുക? -3 മുതൽ 3 വരെയല്ലേ. ഒരു കാര്യം ചെയ്യും, f(-3) കൊടുത്താൽ എന്താ കിട്ടുക? √9 - -3² എന്ത് കിട്ടും? 9 - 9 √0 കിട്ടും. അതുകൊണ്ട് 0. ഇനി +3 കൊടുത്താലോ? f(3) കൊടുത്താലോ അതന്നെ കിട്ടാം. ഇവിടെ കിട്ടുക f(0) കൊടുത്താലോ? f(0) കൊടുത്താൽ 9 - 0² എന്ത് കിട്ടും? √9 കിട്ടും. √9 3 ആണ്. f(-3) കൊടുത്താൽ മീൻസ് എന്ത് തന്നെ കിട്ടുക? 0 ആണ് കിട്ടുക. അപ്പോൾ മാക്സിമം കിട്ടുക √9 3 ആണ്. ഇവിടെ ഇതിൻ്റെ വലിയ വാല്യൂ നമുക്ക് കിട്ടൂല. 0ക്കും 3ക്കും ഇൻബിറ്റ്വീനിലായിരിക്കും ഉത്തരം കിട്ടുക. 0 കിട്ടാം, 3യും കിട്ടാം, അല്ലെങ്കിൽ അതിൻ്റെ നടുവിലായിരിക്കും കിട്ടുക. അത് നമ്മൾ ചിന്തിച്ചാൽ കിട്ടുന്ന കാര്യമുള്ളൂ. അപ്പോൾ ഇതും നമുക്ക് സ്റ്റാൻഡേർഡായിട്ട് പ്രസൻറ്റ് ചെയ്യാം. റേഞ്ച് = x 2 കുത്ത് 0 x < 3. നേരത്തെ എഴുതിയ പോലെ തന്നെ എൻ്റെ x ഇലോങ്സ് ടു റിയൽ നമ്പർ എന്ന് ഇങ്ങനെ എഴുതുകയാണെങ്കിൽ ഏറ്റവും പെർഫെക്റ്റായി. ഇങ്ങനെ എഴുതാൻ പറ്റുമെങ്കിൽ നല്ലതാണ്. ഇങ്ങനെ എഴുതിക്കോ. ഇങ്ങനെയാണ് ഇത് എക്സാമിന് എന്ത് ചെയ്യേണ്ടത്? പ്രസൻറ്റ് ചെയ്യേണ്ടത്. ഓക്കേടാ. സോ ഇത്രയാണ് നമുക്കിതിൽ മെയിനായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഉള്ളത്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ചെയ്ത് നോക്കാം. f(x) 2x² - 1 ഫൈൻഡ് f(-1) + f(1/2). ഇത് വളരെ ഈസിയാണ്. നേരെ f(-1) കാണും. അപ്പോൾ ആദ്യം എന്ത് കാണണം? f(x) എഴുതിയെടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? f(-1) കാണും. അപ്പോൾ 2 × -1² - 1 -1 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1. 2 × 1 എന്ന് പറഞ്ഞാൽ 2 - 1 1. അപ്പോൾ f(-1)
എന്ത് കിട്ടിയടാ 1 ആണ് ഉത്തരം കിട്ടിയത്. അതുപോലെ എഫ് ഓഫ് 1 കാണാം. ഇതൊക്കെ നിങ്ങൾക്ക് കാണാം, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണിത് അല്ലേ. എഫ് ഓഫ് 1 കാണാം. 2 ഇൻറ്റു എക്സിൻ്റെ സ്ഥാനത്ത് 1 കൊടുക്കാം. 2 ഇൻറ്റു 1 സ്ക്വയർ 1 ആണ്. ഓക്കെ, 2 ഇൻറ്റു 1 2 ആണ്. 2 മൈനസ് 1 1 ആണ്. അപ്പോൾ എഫ് ഓഫ് 1 എന്താ കിട്ടുന്നത്? എഫ് ഓഫ് 1 നമുക്ക് എന്താണ് കിട്ടുന്നത്? 1 തന്നെ കിട്ടുന്നത്. എഫ് ഓഫ് 1 നമുക്ക് എന്താണ് കിട്ടുക? 1. അപ്പോൾ എഫ് ഓഫ് മൈനസ് 1 1 ആണ്. എഫ് ഓഫ് 1 നമുക്ക് എന്താ കിട്ടുന്നത്? 1 ആണ്. കാരണം നെഗറ്റീവും പോസിറ്റീവും സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് എന്തിനാണ്? അതുകൊണ്ടാണ് ആ സൊല്യൂഷൻ അങ്ങനെ വന്നത്. ബൈ 2. അപ്പോൾ നമുക്ക് കാണേണ്ടത് എന്താണ്? എഫ് ഓഫ് മൈനസ് 1 എഫ് ഓഫ് 1 ഡിവൈഡ് ബൈ 2. അപ്പോൾ എഫ് ഓഫ് മൈനസ് 1 1 കിട്ടി, എഫ് ഓഫ് 1 കിട്ടി, 1/2. സോ 2/2. 2/2 എത്രയാണ്? 1. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. 2/2. എടാ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് മക്കളെ നമുക്ക് എന്തിലൂടാ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാനുള്ളൂ? ആകെ ചെയ്യാനുള്ളൂ. ഓക്കേടാ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ സെറ്റായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഓൾറെഡി ചെയ്തു. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ സെറ്റായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ഷുവറായിട്ട് മാർക്ക് പറ്റും. ഇതേപോലെയാണ് നിങ്ങളുടെ 14 ചാപ്റ്ററിൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് വരാൻ പോകുന്നത്. താല്പര്യമുള്ള മക്കൾ നിങ്ങൾ എന്ത് ചെയ്യുക? കോൺടാക്ട് ചെയ്യുക, പാരൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. വളരെ ചെറിയ ഫീസ് മാത്രമേ ഉള്ളൂ. 799 ഫീസ് വരുന്നത്. വളരെ ചെറിയ ഫീസാണ്, നിങ്ങൾക്ക് പഠിക്കാം. വിത്ത് PDF ഉണ്ട്. ഇത് രണ്ടാലൊരു നമ്പർ കേട്ടോ, വാട്സപ്പ് ഓൺലി. വാട്സപ്പ് മാത്രം ചെയ്താൽ മതി. നിങ്ങൾ വാട്സപ്പ് ചെയ്യുക, ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? ആക്ടിവേറ്റ് ആക്കി തരും. പേഡിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലോട്ട് കമ്മ്യൂണിറ്റിയിലോട്ട് നിങ്ങളെ മാറ്റും. സോ ഇതാണ് നമ്പർ. അവസാന സമയത്ത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, എനിക്ക് ഈ വർഷം എന്ത് ചെയ്യണം? നല്ല മാർക്ക് വാങ്ങിക്കണം, അതിയായ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ 14 ചാപ്റ്റർ വളരെ സിമ്പിളായും കൊണ്ട് വളരെ കുറഞ്ഞ സമയം കൊണ്ട്, മനസ്സിലായ? തിയറി കാര്യങ്ങളൊന്നും ഇപ്പോൾ നമ്മൾ പഠിച്ചിട്ടില്ല. തിയറി ഒന്നും കണ്ടമാനം പഠിക്കേണ്ട, ആവശ്യമുള്ള തിയറികൾ മാത്രം അവിടെ പഠിച്ചാൽ മതി. അത് ഫുൾ മാർക്ക് വാങ്ങിക്കാനാണെങ്കിലും ശരി, 55 മാർക്ക് വാങ്ങിക്കാനാണ് ശരി, 60ൽ 60 വാങ്ങിക്കുക അല്ലെങ്കിൽ 55 മാർക്ക് വാങ്ങിക്കുന്ന ആളാണെങ്കിലും ശരി, ഒരുപാട് തിയറി ഒന്നും പഠിച്ചു കൂട്ടണമെന്നില്ല. ആവശ്യത്തിനുള്ള തിയറി അവസാന സമയത്ത് പഠിച്ചാൽ മതി. അല്ലാണ്ട് കുറേ തിയറിറ്റിക്കലായിട്ട് ഇനി പോയിട്ട് കാര്യമില്ല, അതിനുള്ള സമയമില്ല. അപ്പോൾ ആലോചിക്കുക, പാരൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. താല്പര്യമുണ്ടോ? പെട്ടെന്ന് ജോയിൻ ചെയ്തു. ഓക്കെ മക്കളെ. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക, ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ.